ഹായ്. യെസ്, എല്ലാവർക്കും വെരി ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങുകയാണ്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ എന്താ പറയുക, ആസ് യൂഷ്വൽ മെഡിറ്റേഷൻ. അപ്പം എല്ലാ മക്കളും നേരുന്നേ, എല്ലാവരും കേട്ടോ. ഇന്ന് 2 പേരുണ്ടല്ലോ സാറേ. യെസ്, അറിയാലോ ഇംഗ്ലീഷ് എക്സാമാണ്. അപ്പം ഇംഗ്ലീഷ് എടുക്കുന്ന ഞാനല്ല കേട്ടോ, പേടിക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി വേറൊരു നല്ല പ്രഗത്ഭനായ ഒരു സാർ വെയിറ്റിംഗ് ഉണ്ട്. അപ്പം ജയദേവൻ സാറാണ് സാർ. ഇപ്പം അടുത്ത സാറൊന്ന് വീഡിയോ ഓൺ ആകുമ്പോൾ സാറായിരിക്കും വരിക. അപ്പം നമുക്ക് വീണ്ടും അടുത്ത റിവിഷൻ കാണാം കേട്ടോ. +2 ഗൈസ്, ബൈ ദ ബൈ. +1 ആരോടുണ്ട്, സാറോടുണ്ട് കേട്ടോ. +1 നമുക്ക് ഹായ് മക്കളെ, ഹലോ. എല്ലാവർക്കും എന്നെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്യൂ. പ്ലീസ് വേവ് യുവർ ഹാൻഡ്സ് ഇഫ് യു ക്യാൻ ഹിയർ മീ, ഇഫ് യു ക്യാൻ സീ മീ. കാണാൻ കഴിയുന്നുണ്ടോ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, ഫൈൻ, ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ നേരത്തെ വീഡിയോ, ലൈവ് വീഡിയോ, റെക്കോർഡ് വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എല്ലാവരും കണ്ടിട്ടില്ലേ? എല്ലാ വീഡിയോസും ഒക്കെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് വീഡിയോസ് എല്ലാം നമ്മൾ നേരത്തെ ഒരു ലൈവ് സെഷൻ കഴിഞ്ഞിരുന്നു ഓണം എക്സാമിന് മുമ്പ്. അത് അറ്റൻഡ് ചെയ്തവരൊക്കെ തന്നെയല്ലേ ഇവിടെ ഉള്ളത്? എല്ലാവർക്കും ഞാൻ ഫെമിലിയർ അല്ലേ? ഒന്ന് വേവ് ചെയ്യൂ. ഫൈൻ, താങ്ക് യു ഓൾ, ഫൈൻ, ഗുഡ്. അപ്പോൾ നമ്മൾ എല്ലാവരും കഴിഞ്ഞ പരീക്ഷകളെല്ലാം നന്നായിട്ട് അപ്പിയർ ചെയ്തു എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ നാളത്തെ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ പോവുകയാണ്. ഇംഗ്ലീഷ് എക്സാം ആണ്. ഐ ഹോപ്പ് യു ഓൾ ആർ റെഡി, വെൽ സെറ്റ് ആൻഡ് കോൺഫിഡൻറ്റ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം അല്ലേ? അധികം സമയം നമ്മൾ ഓരോ ചാപ്റ്ററിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനില്ല. നമുക്ക് എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട്? ആരെങ്കിലും ഒരാൾ പറയാമോ? യെസ്, one of you please tell me how many chapters are there for this exam? ആർക്കെങ്കിലും പെട്ടെന്ന് പറയാൻ കഴിയുമോ? അല്ലെ, 13 ചാപ്റ്റർ ആണോ 15 ചാപ്റ്റർ ആണോ? നിങ്ങളോട് പറഞ്ഞു. യെസ്, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അൽബാസ് പറഞ്ഞോളൂ, എത്ര ചാപ്റ്റർ ഉണ്ട് നമുക്ക്? 13. ഓക്കെ, 13 പറഞ്ഞിരിക്കുന്നത് അല്ലേ? ശരി. ചില കുട്ടികളോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അടുത്ത 5ാമത്തെ യൂണിറ്റിലെ 2 ചാപ്റ്റർ നോക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. വി ആർ നോട്ട് എക്സ്പെക്ടിങ് ദാറ്റ്. അതുണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ ആദ്യത്തെ 4 യൂണിറ്റ്സ് ഫോക്കസ് ചെയ്യുന്നത്, അങ്ങനെയല്ലേ? എല്ലാവരും ആദ്യത്തെ 4 യൂണിറ്റ്സിലല്ലേ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എല്ലാവരോടും? ഫൈൻ, ഗുഡ്. അപ്പോൾ ആദ്യത്തെ 4 യൂണിറ്റിലുള്ളത് 13 ചാപ്റ്ററുകളാണ്. 4 പോയംസ് ആണ്. ബാക്കിയെല്ലാം മറ്റ് പ്രോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണാൻ കഴിയുന്നത്, ബ്രിങ്ങിങ് എ സ്റ്റോൺ ഗ്രാസ്പ് ഫേംലി ബൈ ദ ടോപ്പ് ഇൻ ഈച്ച് ഹാൻഡ് ലൈക്ക് ആൻ ഓൾ സ്റ്റോൺ സാവേജ് ആർംഡ് ഹി മൂവ്സ് ഇൻ ഡാർക്ക്നെസ് ആസ് ഇറ്റ് സീംസ് ടു മീ നോട്ട് ഓഫ് വുഡ്സ് only and the shade of trees. ഏത് ചാപ്റ്റർ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. യെസ്, ആരാണ് എഴുതിയത് പെട്ടെന്ന് പറയൂ. ആരുടെ വരികളാണിത്? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ അതോ ഞാൻ ഉത്തരം പറയണോ? ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ റൈസ് യുവർ ഹാൻഡ്. യെസ്, അഗെയിൻ പറഞ്ഞോളൂ. ആരാണ്? എഴുതിയാളുടെ പേരാണ് ചോദിച്ചത്. യെസ്, കറക്റ്റ്, പറഞ്ഞ ഉത്തരം ശരിയാണ്. മെൻഡിങ് വാൾ. ഓക്കെ, ആരാണ് എഴുതിയിരിക്കുന്നത്? റോബർട്ട് ഫ്രോസ്റ്റ്. യെസ് അല്ലേ? ശരിയല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ ഈ പേരുകൾ, നമ്മുടെ എഴുത്തുകാരുടെ പേരുകൾ. എല്ലാ ചാപ്റ്ററിന്റെ എഴുത്തുകാരുടെ പേരുകൾ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. എസ്പെഷ്യലി ദ പോയം. നമ്മൾക്ക് ക്രിട്ടിക്കൽ അനാലിസിസ് ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിന് ഉണ്ടായിരുന്നു തോന്നുന്നു ക്രിട്ടിക്കൽ അനാലിസിസ്. അപ്പം നമ്മൾ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു പോയം ആയിരിക്കും തരുന്നത്. അതിനെ നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പോയമായിട്ട് കമ്പയർ ചെയ്യാനായിരിക്കും. അത് ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കുണ്ടാകും. എല്ലാ പരീക്ഷകളിലും മസ്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പരീക്ഷയിൽ മാത്രം ഞാൻ കണ്ടിട്ടുണ്ട് അത് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, മറ്റു 2 ഏതെങ്കിലും ഒരെണ്ണവും ഇതും ഉറപ്പായിട്ട് ചെയ്യേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതും എക്സ്പെക്ട് ചെയ്യണം. സോ ഇത് സ്കിപ്പ് ചെയ്യാം എന്നൊരു മൈൻഡ് സെറ്റിൽ ചിലരെങ്കിലും ഒക്കെ ഉണ്ടാകും. അത് നല്ലതല്ല. ഇത് എഴുതുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. കാരണം ചില ഇൻ വൺ എക്സാം ഇറ്റ് കെയിം ലൈക്ക് ദാറ്റ് ഓൾസോ. ഓക്കെ, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാതെ വന്നിട്ടുള്ള എക്സാംസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ, 2 പോയം കമ്പാരിസൺ, അത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും തീർച്ചയായും. ഈ പോയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മെൻഡിങ് വാൾ. അത് ഇറ്റ്സ് മെൻഡിങ് വാൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. നമ്മുടെ ഈ എഴുത്തുകാരിൽ 13ഓളം നമ്മുടെ വർക്ക്സ് ഉള്ളതിൽ ഒരു വിശ്വസാഹിത്യകാരനെ നമ്മൾ പരിചയപ്പെടുന്ന റോബർട്ട് ഫ്രോസ്റ്റിലാണ്. ദ റിയൽ ഗ്ലോബൽ ഫിഗർ അല്ലേ? ലോക സാഹിത്യത്തിൽ തൻ്റെതായ ഒരു വ്യക്തിത്വം പതിപ്പിച്ചിട്ടുള്ള റോബർട്ട് ഫ്രോസ്റ്റ്, ഗ്രേറ്റ് പോയറ്റ്. അപ്പോൾ ഈ വരികളെ നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ പോയം. ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. മെൻഡിങ് വാൾ ആണ്. ഹു ഇസ് മെൻഷൻഡ് ഹിയർ ആസ് ഹി. ആരെയാണ് ഇവിടെ ഹി എന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാമല്ലോ അല്ലേ? ദ നൈബർ.
The neighbor is mentioned as he. Explain the last two lines. He moves in darkness as it seems to me, not of woods only and the shade of trees. പിന്നെ ഇതുപോലെ ആദ്യത്തെ രണ്ട് വരികളിൽ നമുക്ക് ഒരു സിമിലി ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. ഇൻ ഈച്ച് ഹാൻഡ് ലൈക്ക് ആൻ ഓൾ സ്റ്റോൺ സാവേജ് അവിടെ പറയുന്നത് ഒരു സിമിലിയുടെ യൂസേജ് കാണുന്നുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആ മൂന്നാമത്തെ ചോദ്യം എക്സ്പ്ലെയിൻ ദ ലാസ്റ്റ് ടു ലൈൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. In these lines, the poet suggests that his neighbor has some kind of kinship. Kinship എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാമല്ലോ, രക്തബന്ധം അല്ലേ. ദാറ്റ്സ് കിൻഷിപ്പ്. എന്താണ് എല്ലാവർക്കും അറിയില്ലേ കിൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന്? ഒന്ന് വേവ് ചെയ്യൂ. എല്ലാവർക്കും കിൻഷിപ്പ് ഒക്കെ ഫെമിലിയർ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്യൂ. ഫൈൻ, ഗുഡ്. അപ്പോൾ എല്ലാവർക്കും അറിയാം. വിത്ത് ഡാർക്ക്നെസ്, ബട്ട് നോട്ട് ജസ്റ്റ് ദ ഡാർക്ക്നെസ് കോസ്ഡ് ബൈ ദ ഷെയ്ഡ് ഓഫ് ട്രീസ് ഇൻ ദ ഫോറസ്റ്റ്. ഹി സ്റ്റിൽ വാണ്ടേഴ്സ് ഇൻ ദ ഡാർക്ക്നെസ് ഓഫ് ദോസ് outdated norms and ideas of the society. അല്ലെ, അവസാനത്തെ ആ രണ്ട് വരികളിൽ നമ്മുടെ ആ നൈബറെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു പിക്ചറാണ് നമുക്ക് നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, അദ്ദേഹം വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയെക്കുറിച്ചുള്ളൊരു സൂചനയാണ് അവിടെ നൽകുന്നത്. ഹി മൂവ്സ് ഇൻ ഡാർക്ക്നെസ് ആസ് ഇറ്റ് സീംസ് ടു മീ, നോട്ട് ഓഫ് വുഡ്സ് ഓൺലി ആൻഡ് ദ ഷെയ്ഡ്സ് ഓഫ് ട്രീസ്. അല്ലെ, ഇരുട്ടിലൂടെയാണ് അയാൾ നടക്കുന്നത്. അല്ലെ, ആ വുഡ് അല്ലെങ്കിൽ ആ മരങ്ങളുടെ കാടിൻ്റെ ഇരുട്ട് മാത്രമല്ല, മറ്റു ചില ഇരുട്ടുകളെ കുറിച്ച് കൂടി ഒരു സൂചന നൽകിക്കൊണ്ടാണ് ആ വരികൾ അവസാനിക്കുന്നത്. എല്ലാവർക്കും വ്യക്തമായി എന്ന് കരുതുന്നു. ഇസ് ഇറ്റ് ക്ലിയർ ടു യു ഓൾ? എല്ലാവർക്കും മനസ്സിലായി എങ്കിൽ ഒന്ന് വേവ് ചെയ്യൂ. പ്ലീസ് വേവ് യുവർ ഹാൻഡ്സ് ഇഫ് യു ആർ ഫോളോയിങ്. നമ്മൾ ഏത് കവിതയാണ് പഠിച്ചത് എല്ലാവരും ഒന്ന് വേവ് ചെയ്ത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇല്ല എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ദിസ് പോയം ഇറ്റ്സെൽഫ് ഇസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദിസ് പോയം ഇറ്റ്സെൽഫ്. നമുക്ക് നോക്കാം സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം. നമുക്ക് വരാൻ പോകുന്നത് നമ്മൾ വായിച്ചിട്ടുള്ള, നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരു പോയം ആയിരിക്കില്ല. നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു പോയം ആയിരിക്കില്ല നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് തരിക. നമുക്ക് തരുന്ന പോയം നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പോയവുമായിട്ട് ഒരു തെമാറ്റിക്കൽ കണക്ഷൻ ഉണ്ടാവും. തീം സെയിം ആയിട്ടുള്ള ഒരു പോയം ആയിരിക്കും നമുക്ക് തരാൻ പോകുന്നത്. നമ്മൾ ആ പോയം 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന പോയം ഏതാണോ അത് 2 തവണയെങ്കിലും വായിച്ചു നോക്കിയിട്ടേ അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഫസ്റ്റ് ആദ്യം ഒന്ന് വായിച്ചു നോക്കുക. വായിക്കുമ്പോൾ അതിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പോയറ്റിക് ഡിവൈസസ് ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. എന്നിട്ട് പിന്നീട് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക. അതിൻ്റെ തീം എന്താണെന്നുള്ളതൊന്ന് ഗ്രാസ്പ് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾക്ക് പഠിച്ചിരിക്കുന്ന ഒരു പോയവുമായിട്ട് അതിൻ്റെ തീം എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക. ഓക്കെ, ദാറ്റ്സ് ദ കീ തീം. അങ്ങനെ വേണം, എന്നിട്ട് വേണം ഉത്തരത്തിലേക്ക് കടക്കാൻ. ഓക്കെ, ദ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിൽ വരുമ്പോഴാണ് ഞാൻ പറയുന്നത് 8 മാർക്കിൻ്റെ കമ്പയർ ദീസ് 2 പോയംസ് എന്ന് പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. അപ്പോൾ ഏത് പോയവുമായിട്ടും വരാം. 4 പോയമുണ്ട്. 4 ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയംസ് ആണ്. സ്റ്റാമർ ആണെങ്കിലും റൈസ് ആണെങ്കിലും അതുപോലെ തന്നെ മെൻഡിങ് വോൾ ആണെങ്കിലും ആൻഡ് ദ ഫസ്റ്റ് എനി വുമൺ ആണെങ്കിലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. എനി വുമൺ ആണ് കഴിഞ്ഞ 2 വർഷവും കണ്ടിന്യൂസ് ആയിട്ട് എനി വുമണിൻ്റെ തന്നെയാണ് നമുക്ക് മിഡ് ടേമിൽ ചോദിച്ചത്. എനി വുമണായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് ചോദിച്ചത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയമാണ്. അപ്പോൾ ആൻഡ് ദിസ് വൺ ഞാൻ പറഞ്ഞതുപോലെ ഒരു വിശ്വസാഹിത്യകാരൻ, ഗ്ലോബൽ ഫിഗർ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരേ ഒരു എഴുത്തുകാരനെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ എന്നത് ഈ പോയത്തിൻ്റെ ഒരു വളരെ വലിയ പ്രത്യേകതയുമാണ്. ഓക്കെ, നമുക്ക് ഈ പോയത്തിൻ്റെ സെൻട്രൽ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം ഈസ് ദാറ്റ് നേച്ചർ ഡസ് നോട്ട് ലൈക്ക് സെപ്പറേഷൻസ് ആൻഡ് ദാറ്റ് ഇറ്റ് ഇസ് വൈ ഇറ്റ് ടെൻഡ്സ് ടു ഡിസ്ട്രോയ് ദ വോൾ. അല്ലേ, ഇവിടെ കവി പറയുന്നത് പ്രകൃതി ആ വോൾ, ആ സെപ്പറേഷനെ ഡിസ്ട്രോയ് ചെയ്യുവാൻ, നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ബട്ട് ഫോർ ഹെൽത്തി റിലേഷൻസ് വോൾസ് ഓർ ഫെൻസസ് ആർ നെസസറി. ഇത് നമ്മുടെ നൈബർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ പൂർവികരുടെ അഭിപ്രായം അനുസരിച്ച് പറയുന്നത് സെപ്പറേഷൻസ് ആർ നെസസറി എന്നാണ്. ബട്ട് ഫോർ ഹെൽത്തി റിലേഷൻ വോൾസ് ഓർ ഫെൻസസ് ആർ നെസസറി. ഇഫ് there are no boundaries between neighbors, their relation will not last long. ഓക്കെ, അങ്ങനെ ഒരു സെപ്പറേഷൻ ഇല്ലെങ്കിൽ, ഒരു പരിധി വച്ചില്ല എങ്കിൽ റിലേഷൻസ് നീണ്ടു നിൽക്കില്ല എന്ന വിശ്വാസമാണ് ഹ്യൂമൻ ബീയിങ് നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നത്, ജനറേഷൻസ് ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു വിശ്വാസമാണ്. പ്രകൃതി അതിന് നേരെ വിപരീതമായിട്ടാണ് ചിന്തിക്കുന്നത് എന്ന ഒരാശയമാണ് ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാവർക്കും വ്യക്തമല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന ആ ഒരു കോട്ട് അവിടെ ഉണ്ട് അല്ലേ? നമ്മുടെ പോയത്തിൽ എല്ലാവരും ഓർക്കുന്നില്ലേ? കവിത എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നില്ലേ? രണ്ടുപേരും കല്ലുകൾ എടുത്തുകൊണ്ട് നടക്കുന്ന ചിത്രങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ലേ? ഓടി വരുന്നില്ലേ? അവർക്കിടയിലുള്ള സംഭാഷണങ്ങളെല്ലാം ഓർക്കുന്നുണ്ടല്ലോ? ക്ലിയർ അല്ലേ? ഓർമ്മയില്ലേ? ഓക്കെ, പ്ലീസ് വേവ് യുവർ ഹാൻഡ്സ് ഇഫ് യു ആർ ലിസ്ണിംഗ്. ഇഫ് യു ആർ ഫോളോയിങ്, പ്ലീസ് വേവ് യുവർ ഹാൻഡ്സ്. ഓക്കെ അല്ലേ? ഫൈൻ. സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് വോൾ ഇൻ ദ പോയം. ഈ വോൾ അതിൻ്റെ ഒരു സിമ്പിളായിട്ടാണ്, അതിന് ഒരു സിംബോളിക് സിഗ്നിഫിക്കൻസ് ഉണ്ട്. വോൾ സിംബലൈസസ് ദ restrictions between neighbors. Even if you love your neighbor dearly, you can't give him unlimited freedom in your house. Wall symbolizes such boundaries. Then poetic device, metaphor.
poetic devices employed in the by the poet. The poet has employed many devices to make his poem effective. The poem has fine rhythm. He has used a fine metaphor in calling the boulders as loaves and balls. Okay, അവിടെ metaphor this boulders എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമോ? Please wave your hands if you know what are boulders. Boulders എല്ലാവർക്കും അറിയാമെങ്കിൽ ഒന്ന് yes fine. This വലിയ ഉരുളൻ കല്ലുകൾ അല്ലേ boulders അതല്ലേ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? Okay fine. This boulders as loaves and balls compare ചെയ്യുന്നുണ്ട്. this ഒരു metaphorical comparison അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. He has used a lot of humor also. The hunters finding rabbits for their dogs, his command to the stones to stay in place till his back is turned, and calling his neighbor as a stone-aged man sorry, with stones as weapon in his hands. Hope it's clear to you all. 1 minute. ഓക്കെ മക്കളെ, സോറി ഒരു മിനിറ്റിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ടായി. സോറി ഫോർ ദാറ്റ്. എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നു അല്ലേ? ഒന്ന് വേവ് ചെയ്തേ. എല്ലാവരും ഓക്കെ ആണെങ്കിൽ വേവ് ചെയ്തേ. ആർ യു ഓൾ ലിസ്ണിംഗ്? ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയിലുണ്ടല്ലോ അല്ലേ? മെറ്റഫർ ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ? ഈ പോയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? മെറ്റഫറിനെ കുറിച്ച് ആർക്കെങ്കിലും എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടോ? വാട്ട് ഈസ് എ മെറ്റഫർ? ആർക്കെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് റേസ് യുവർ ഹാൻഡ് റേസിംഗ് ഉപയോഗിച്ചോളൂ. ആർക്കെങ്കിലും മെറ്റഫറിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ. ഐ ഹോപ്പ് യു ഓൾ ആർ ഫെമിലിയർ വിത്ത് മെറ്റഫർ ആൻഡ് സിമിലി. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോസിലൂടെയും അല്ലാതെയും ലൈവിൽ വന്നപ്പോഴും എല്ലാം ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് വീണ്ടും പറയാതെ പെട്ടെന്ന് അങ്ങ് പോകുന്നത്. മെറ്റഫർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. ഓക്കെ ഫൈൻ, താങ്ക് യു. ഇനി സിമിലി ഉപയോഗിക്കുന്നത് ഹിസ് ലോജിക് ഓഫ് ഹിസ് ആപ്പിൾ ട്രീ നോട്ട് ഗോയിങ് ടു ഈറ്റ് ദ പൈൻ കോൺസ് ഇൻ നൈബേഴ്സ് എസ്റ്റേറ്റ് ഈസ് വെരി ഫണ്ണി. അവിടെ ഒരു തമാശ രൂപത്തിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലേ? അങ്ങനെ ഒരിക്കലും തൻ്റെ മരങ്ങൾ അങ്ങോട്ട് പോയി ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന രീതിയിലുള്ളൊരു പ്രയോഗം അവിടെ നടത്തുന്നുണ്ട്. ഹി ഹാസ് യൂസ്ഡ് എ സിംലി വെൻ ഹി സേസ് ദാറ്റ് ദ ടു നൈബേഴ്സ് കീപ്പിംഗ് ദ സ്റ്റോൺ ബാക്ക് വാസ് ലൈക്ക് ആൻ ഔട്ട്ഡോർ ഗെയിം അല്ലേ? അതൊരു അവർ മെൻഡിങ് ബോൾ ആ പ്രോസസ്സിനെ ഒരു ഔട്ട്ഡോർ ഗെയിമായിട്ട് അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് എ സിംലി ലൈക്കോറാസ് ഉപയോഗിച്ചുള്ള കമ്പാരിസൺ ആണെന്ന് എല്ലാവർക്കും അറിയാം. ദെൻ ദർ ഇസ് പെർസോണിഫിക്കേഷൻ ഓൾസോ വെൻ ഹി ടെൽസ് ദ ബൗൾഡേഴ്സ് സ്റ്റേ വെയർ യു ആർ അല്ലേ? ബൗൾഡേഴ്സിന് അവിടെ തന്നെ ഇരിക്കാനായിട്ട് ബൗൾഡേഴ്സിനോട് പറയുന്നു മിസ്റ്റീവിയസ് കിഡ്സ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? അവിടെ ഒരു പെർസോണിഫിക്കേഷൻ ഉണ്ട്. സ്റ്റേ വെയർ യു ആർ, അവിടെ ഇരിക്കൂ എന്ന് പറയുന്നിടത്ത് ഒരു പെർസോണിഫിക്കേഷൻ ഉണ്ട് അല്ലേ? ഹ്യൂമൻ ക്വാളിറ്റി കൊടുക്കുകയാണ് ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റിന്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. Here he thinks the boulders to be some kind of mischievous children who would run away the moment their parents' eye are off. Clear ആണോ? ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സിമിലി, പെർസോണിഫിക്കേഷൻ, മെറ്റഫർ, നമ്മുടെ 8 മാർക്ക് ക്വസ്റ്റ്യനിൽ തീർച്ചയായും നമ്മൾക്ക് ഇത് എല്ലാം കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനും കഴിയേണ്ടതുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. ആർക്കെങ്കിലും സിമിലി, മെറ്റഫർ, പെർസോണിഫിക്കേഷനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. Any doubts? Please raise your hand if you have any doubt. I hope it's clear to you all. Please wave your hands if it's clear. എല്ലാവർക്കും അറിയാമെങ്കിൽ ഒന്ന് wave your hands. Okay, fine. Moving to alliteration. Frost uses alliteration in the poem, such as in the line that sends the frozen ground swells under it. Okay, അവിടെ എല്ലാം alliteration ഉപയോഗിക്കുന്നത്. alliteration എന്താണ്? ഫസ്റ്റ് സൗണ്ട് ആണ്. ദിസ് കൺസണന്റ് സൗണ്ടിന്റെ റെപ്പിറ്റീഷൻ. അടുത്തടുത്തുള്ള വാക്കുകളിൽ കൺസണന്റ് സൗണ്ട് ആരംഭത്തിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് അലിട്രേഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ദാറ്റ് സെൻസ് ദ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽസ് അണ്ടർ ഇറ്റ്. സെൻസ് സ്വെൽസ് എന്ന ആ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അലിട്രേഷൻ ആണ്. അറിയാമല്ലോ? മനസ്സിലായല്ലോ? മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിന്റെ ചോദ്യത്തിൽ നമുക്ക് എടുത്ത് പ്രയോഗിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ദെൻ പാരലിസം ആർക്കെങ്കിലും അറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാരലിസത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ ക്ലാസ്സുകളിൽ? പ്ലീസ് റേസ് യുവർ ഹാൻഡ് ഇഫ് യു ആർ ഫെമിലിയർ വിത്ത് പാരലിസം പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് മച്ച്. ഇത്രയും മാത്രം ഓർത്തിട്ട് ദിസ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്ന് പറയുന്നിടത്ത് പാരലിസം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അത് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നിങ്ങൾ ഇപ്പം അറിയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇഫ് യു ആഡ് ദാറ്റ് പോയിന്റ് ടു യുവർ ആൻസർ ദാറ്റ് വിൽ ബി ആൻ എക്സ്ട്രാ അഡ്വാൻറ്റേജ്. അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നുള്ളൂ. ദിസ് പാരലിസം നമുക്ക് അത്യാവശ്യമുള്ള കാര്യമല്ല. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധേഡ് ആകണ്ട. ഇവിടെ ഗുഡ് ഫെൻസ് മേക്സ് ഗുഡ് നൈബേഴ്സ് അങ്ങനെയുള്ള യൂസേജ് ആണ് പാരലിസമായിട്ട് വരുന്നത്. ഓക്കെ ഫൈൻ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇമേജറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു പോയറ്റിക് ഡിവൈസ് ആണ്. നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരുന്നത് മെറ്റഫർ, സിമിലി, പെർസോണിഫിക്കേഷൻ, ഇമേജറി
ആൻഡ് അലിട്രേഷൻ, അസനൻസ്, ഇതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇമേജറിയെ കുറിച്ച് നമുക്ക് ഈ പോയം ബേസ് ചെയ്തിട്ടുള്ള ഇമേജറി ഏതൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കി വരാം. There is excellent imagery in the poem. We see how spring season causes the ground to swell and loosen the boulders. We can see the hunters trespassing their barking dogs with their barking dogs. They are trying to shoot rabbits. We can see the apple trees and the pine trees. We can see the neighbors walking on either side of the wall, fixing the fallen stones and the stone falling down as soon as they turn their backs. ഓക്കെ, ഇവിടെ എല്ലാം നമുക്കൊരു ഇമേജ്, നമ്മളത് കാണുന്ന കാഴ്ചയുടെ ഒരു അനുഭവം നമുക്ക് വരുന്നുണ്ട് അല്ലേ? ദാറ്റ്സ് വിഷ്വൽ ഇമേജറി ആണ് ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? എനി ഡൗട്ട്സ്? ഓക്കെ, so here the language, Robert Frost has used very simple but vivid language to write his poem. There are not many words which are unknown to us. The sentences are simple and there are no complexities in the construction. Anybody who knows some English can get the meaning easily clearly. Essentially, Frost is a romantic poet who loved simplicity in language. Although it's a fine poem, it's very close to the structure of prose, and so understanding it's very easy. Only a great poet can do such thing, make a fine poem using simple words. Okay, അപ്പോൾ ഇത് നമ്മുടെ 8 മാർക്ക് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാരഗ്രാഫ് ഞാൻ തന്നിരിക്കുകയാണ്. നമുക്ക് ഈ പോയവുമായി കമ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിൽ ഉപയോഗിക്കാൻ സാധിക്കും. ക്ലിയർ അല്ലേ? തന്നിരിക്കുന്നതും ഒരുപക്ഷെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പോയമായിരിക്കും ഈ പോയമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ. അപ്പോൾ ആ ലാംഗ്വേജിലെ സിമിലാരിറ്റി നമുക്ക് അതിൽ മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു, വിശ്വസിക്കുന്നു. മുന്നോട്ട് പോകട്ടെ. എനി ഡൗട്ട്സ്? എനി ഇഷ്യൂസ് അബൌട്ട് ദിസ്? Fine, moving to the next part, that is structure. The poem has simple structure. The poem proceeds with ease of a story told by a master. There are no twists and turns and everything is clear without any mystification or complication. Frost's structure is always easy, pleasing to the eye and pleasing to the mind. Okay, structure ne kurichu namukku mention cheyam. Okay, hope it's clear to you all. നമ്മൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്, വേറൊരു ചാപ്റ്ററിലേക്ക് പോവുകയാണ്. With your permission, I am proceeding. If you have any doubt about the previous questions, the previous part, you can ask me. Any doubts from your side? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ നിങ്ങൾക്ക്? ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തതിലേക്ക് പോവുകയാണ്. Master Ji, this summer has been so hot. I have never seen such dry weather. Or Master Ji, it's getting difficult for me to carry these large loads on my head. Thank God for this Horagallu. I wish my son would help. But he only wants to go to the city. Identify the author. ഈ എഴുത്തുകാരൻ this author ഇത് ആരാണ് എഴുതിയത് എന്ന ചോദ്യത്തിന് ആര് ഉത്തരം നൽകും? Who will give me the answer? Please raise your hand. ആരെങ്കിലും? Yes, please raise your hand. Identify the author. ഇത് ആരാണ് എഴുതിയിരിക്കുന്നത്? Yes. പറഞ്ഞോ. ആരുടെയെങ്കിലും ഒരു പേര് പറയാമോ? ബാസിൽ പറഞ്ഞോളൂ. ഇത് ആരാണ് എഴുതിയിരിക്കുന്നത്? ഇത് ആരുടെ വരികളാണ്? ബാസിൽ ആരാണ്? ഫൈൻ, എക്സാക്ട്ലി, അതെ, കറക്റ്റ് ആണല്ലേ? ശരിയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ഏത് ചാപ്റ്ററാണ്? ഹൊരഗല്ലു എന്ന് പറയുന്ന നമ്മുടെ പാഠത്തിൽ നിന്നാണ്, സുധാമൂർത്തിയുടെ വരികളാണ്. ഓക്കെ, who is mentioned here as Master Ji, grandfather. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. Why does the speaker thank the Horagallu? ഹൊരഗല്ലുവിനെ എന്തുകൊണ്ടാണ് നന്ദിയോടെ സ്മരിക്കുന്നത് എന്ന ചോദ്യം അല്ലെ? എന്താണ് ഹൊരഗല്ലു എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അത്താണി എന്ന് പറയുന്ന ഹൊരഗല്ലു, ചുമട് താങ്ങി എന്നോ അത്താണി എന്നൊക്കെ നമ്മൾ പറയുന്ന ദിസ് ഹൊരഗല്ലു. ഓക്കെ, അതിനെ എന്തുകൊണ്ടാണ് നന്ദി പറയുന്നത്? ആൻഡ് where does the grandfather is the person mentioned here? The Horagallu is thanked by everyone because it helps people to unburden their lots of life and gives them relief to continue their journey of life. Okay, then the speaker is Sudhamurthy and his son wants to go to the city. Hope it's clear to you. Okay, നമുക്ക് കഥ പെട്ടെന്നൊന്ന് ഓർമ്മയിലേക്ക് എടുക്കാം. Sudha's grandfather was a retired school teacher. He would spend hours sitting under the banyan tree on the Horagallu tree, Horagallu there, talking to those resting there. Most of them told him their troubles and pains. He could hardly have done anything to solve their problems, but by patiently listening to them, he was relieving them to a great extent. He was a Horagallu on which the tired people unburdened their burdens. Sudha met Ratna when she went to work in Mumbai. Ratna was her colleague.
She was a middle-aged senior clerk and she always smiled. Every day during lunch hours, she would sit with some person in a room and chat with him or her. Sudha then asked Ratna how by listening to one person she could solve his problem. Ratna said, God has given us 2 years to listen. Even if we can't solve problems for people, we can help them by listening to them. A troubled person feels relieved when he tells a sympathetic listener about his troubles. Sudha knew Ratna was right. So she wishes there were more Horagalus like her grandfather and Ratna. It would make the world a better place to live in. അപ്പോൾ ഹൊറഗല്ലു എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് നമുക്കുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രാൻഡ് ഫാദർ, അല്ലെങ്കിൽ അതിന് മുകളിലായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ നമ്മൾക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്, രത്ന. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ ഒന്ന് അനലൈസ് ചെയ്യാനും അതിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനും റെഡി ആയിരിക്കുക. പിന്നെ രത്നയുടെ കഥാപാത്രവും നമ്മുടെ മറ്റ് ചില കഥാപാത്രങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാനോ കോൺട്രാസ്റ്റ് ചെയ്യാനോ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ സാധാരണ ചോദിക്കാറുള്ളതാണ്. നമുക്കത് വരിയെ നോക്കാം. ഓക്കെ, ഫൈൻ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. കഥ എല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ അല്ലേ? രത്നയുടെ ക്യാരക്ടർ സ്കെച്ച് എല്ലാവർക്കും പെട്ടെന്നൊന്ന് ഓർമ്മയിലേക്ക് എടുക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫൈൻ, നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ ഇതേതാണ് ഭാഗം എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ദിസ് ഇസ് നത്തിങ് ബട്ട് ഏതാണിത്? ദിസ് ഇസ് ഫ്രേസൽ വെർബ്സ്. ഫ്രേസൽ വെർബ്സ് സാധാരണ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. Don't smoke in the forest. Fires dash easily at the stem. Break out എന്നാണ് ആദ്യത്തെ ഉത്തരം. I am afraid we have dash of apple juice. We have run out അല്ലെ? റൺ ഔട്ട് ഓഫ് ആപ്പിൾ ജ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൺ ഔട്ട് എന്ന് പറഞ്ഞാൽ തീർന്നു പോയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ. ഫയേഴ്സ് ബ്രേക്ക് ഔട്ട് അല്ലെ? ഫയേഴ്സ് പൊട്ടിപ്പുറപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്ന അർത്ഥത്തിലാണ് ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ച് വളരെ അത്യാവശ്യം നമുക്ക് വേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. വളരെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതും അങ്ങനെയുള്ള നമ്മുടെ ടെക്സ്റ്റിൽ ബേസ് ചെയ്തിട്ടുള്ള ഫ്രേസൽ വെർബ്സുമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പുട്ട് അപ്പ് വിത്ത്, ടോളറേറ്റ്, കോൾ ഓഫ്, ക്യാൻസൽ, പാസ് എവേ, ഡൈ, ഡു വിത്തൗട്ട്, മാനേജ് വിത്തൗട്ട് സംതിങ്, ലുക്ക് ഫോർവേഡ് ടു എക്സ്പെക്ട്, മേക്ക് അപ്പ്, കോൺസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ക്യാരി അവേ, ലൂസ് സെൽഫ് കൺട്രോൾ, കീപ് അപ്പ്, കണ്ടിന്യൂ. ഓക്കെ, ഇത് ഒന്ന് ഓർത്തിരിക്കുന്നത് വളരെ നന്നായിരിക്കും. നമ്മുടെ ടെക്സ്ച്വൽ ബേസ്ഡ് ആയിട്ടുള്ള നമുക്ക് റിപ്പീറ്റായിട്ട് ചോദിക്കാറുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ആണ് ഇവ. ഒന്ന് ഓർത്തിരിക്കുക ഇവയുടെ മീനിങ്, ഇതിൻ്റെ ഏത് കോണ്ടെക്സ്റ്റാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങൾ. സോ വിത്ത് ദ മീനിങ് ഓക്കെ ഒന്ന് ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇഫ് യു വാണ്ട് ഐ വിൽ ഗിവ് യു 1 minute, just note it down, this phrasal verbs and their meanings. Okay, and you can use the video, this slide number ഒന്ന് നോട്ട് ചെയ്തിരുന്നോളൂ, നിങ്ങൾക്ക് പിന്നീട് അതൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാമല്ലോ. അടുത്ത സ്ലൈഡിലോട്ട് പോകട്ടെ. ഇഫ് ഇറ്റ്സ് ഓക്കെ, പ്ലീസ് വേവ് യുവർ ഹാൻഡ്സ്. എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്. ഫൈൻ, വി ആർ മൂവിങ് ഓൺ. കറക്റ്റ് ദ എറേഴ്സ്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചില സമയങ്ങളിൽ 4 മാർക്കിന് ഇല്ലെങ്കിൽ 2 മാർക്കിന് എങ്കിലും തീർച്ചയായും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. കറക്റ്റ് എറേഴ്സ്. ഒരു പാസേജ് തന്നിട്ടുള്ള അതിലെ മിസ്റ്റേക്സ് കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ? ഇനിഷ്യലി ദ വർക്ക് വെയർ ഡിഫിക്കൽട്ട് ബിക്കോസ് അവിടെ വർക്ക് വെയർ എന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു തെറ്റുണ്ടെന്ന് അല്ലേ? വർക്ക് വാസ് എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വർക്ക് വാസ് ആണ്, വർക്ക് വെയർ അല്ല. വർക്ക് വെയർ ഡിഫിക്കൽട്ട് ബിക്കോസ് ദേ വെയർ അൺഅവെയർ ദാറ്റ് ആൻഡ് degraded environment leads to a scramble ആണ്, in a scramble അല്ല. For scarce resources and many culminated എന്ന് വന്നിരിക്കുന്നത് തെറ്റാണ്. may culminate എന്നേ പറയുകയുള്ളൂ. അപ്പോൾ അവിടെ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഞാൻ പറയാം. ആദ്യം വെയർ ഡിഫിക്കൽട്ട് എന്ന് വന്നിരിക്കുന്നത് എന്താണ്, ഏത് കാര്യത്തിലാണ് അവിടെ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ? ദാറ്റ്സ് കോൺകോർഡ് ഓർ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ അത് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? വർക്ക് എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു, അതിന് വെയർ എന്ന പ്ലൂറൽ ഫോം ഓഫ് വെർബ് ഉപയോഗിച്ചിരിക്കുന്നു. ദാറ്റ്സ് എ പ്രോബ്ലം. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബും അതിനനുസരിച്ച് സിംഗുലർ ആയിരിക്കണം അല്ലേ? സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബിന്റെ പ്ലൂറൽ ഫോം ഉപയോഗിക്കണം. എല്ലാവർക്കും അറിയാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ തീർച്ചയായും ഇങ്ങനെ ഒരു എഡിറ്റിംഗ് പാസേജ് ഉണ്ടെങ്കിൽ ഒരെണ്ണം തീർച്ചയായും അത് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് തന്നെ ആയിരിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മനസ്സിൽ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരെണ്ണം പ്രിപ്പോസിഷൻ ആയിരിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. റിപ്പീറ്റഡ് ആയിട്ട് ഈ ഭാഗങ്ങളിലാണ്. രണ്ടാമത് വന്നിരിക്കുന്നത് ഇൻ എന്നത് തെറ്റിച്ച് തന്നിരിക്കുന്നു, ടു എന്നതിന് പകരം ഇൻ തന്നിരിക്കുന്നു. അത് ശ്രദ്ധിക്കുക.
ദെൻ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് മേ കൾമിനേറ്റഡ് എന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷേ ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് വേണ്ടി പറയുകയാണ്. ഡിഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബേ ഉപയോഗിക്കുകയുള്ളൂ. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഡു പ്ലസ് ബേസ് ഫോമേ ഉപയോഗിക്കുകയുള്ളൂ. വെർബിന്റെ ബേസ് ഫോമേ അല്ലേ ഉപയോഗിക്കുകയുള്ളൂ അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ ദിസ് മേ, ക്യാൻ, അങ്ങനെയുള്ള ദിസ് മോഡൽ ഓക്സിലറീസിന്റെ എല്ലാം കൂടെ ബേസ് ഫോം ഓഫ് വെർബേ ഉപയോഗിക്കുകയുള്ളൂ. മേ കൾമിനേറ്റ് എന്നല്ലേ ഉള്ളൂ. ക്യാൻ കൾമിനേറ്റ് അങ്ങനെ ഉപയോഗിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മോഡൽ ഓക്സിലറീസിന്റെ കൂടെ ഒരുപക്ഷെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇത്തവണ. ഒരു മോഡൽ ഓക്സിലറി പ്ലസ് ദ V2 ഓർ V3 അങ്ങനെ ഏതെങ്കിലും തന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാം മോഡൽ ഓക്സിലറിയുടെ കൂടെ ബേസ് ഫോം ഓഫ് ദ വെർബ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ക്ലിയർ അല്ലേ? അവിടെ മൂന്ന് മിസ്റ്റേക്സിലെ എല്ലാം ക്ലിയർ അല്ലേ? 3-4 മിസ്റ്റേക്സ് വന്നിരിക്കുന്ന എല്ലാം ക്ലിയർ അല്ലേ? എനി കൺഫ്യൂഷൻ ഓർ എനി ഡൗട്ട്സ്? എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഇല്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോൺകോർഡ് ഓർ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷേ നമ്മൾ വീണ്ടും തെറ്റിക്കുവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. മെയിൻ റീസൺ ഇസ് ദിസ് ഇസ് അവർ സെക്കൻഡ് ലാംഗ്വേജ്. നമ്മളൊരു മദർ ടങ് അല്ല, ഇംഗ്ലീഷ് ഒരു മദർ ടങ് അല്ലാത്തത് കൊണ്ട് തന്നെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ നമുക്ക് എപ്പോഴും തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. നമ്മൾ എഴുതുന്ന ഉത്തരങ്ങളിൽ അത് തെറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ലോങ് ആൻസർ ടൈപ്സ് ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ സബ്ജക്ട് വെർബ് തെറ്റുന്നുണ്ടോ, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് തെറ്റുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ച് വേണം എഴുതാൻ. ഓക്കെ, എന്താണ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്? സബ്ജക്ട് ഇൻ എ സെന്റൻസ് മസ്റ്റ് എഗ്രി വിത്ത് വെർബ് ഇൻ നമ്പർ. ഒന്നാമത്തെ കാര്യം നമ്പർ, അതായത് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ഫോം ഉപയോഗിക്കണം. അതുപോലെ തന്നെ സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബിന്റെ പ്ലൂറൽ ഫോം. ഐ വാസ് എന്ന് ഉപയോഗിച്ചാൽ ശരിയാണോ? ആരാ പറയുക? ഐ വാസ് ശരിയാണോ? കീർത്തന പറയൂ. ഓക്കെ, കീർത്തന, can you give me the answer? ഐ വാസ് ആണോ? ശരിയാണോ? കേൾക്കാമോ കീർത്തന? പറഞ്ഞോളൂ. ഐ ക്യാൻ ഹിയർ യു. ഐ വാസ് എന്നത് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. ഇൻ സം കേസസ് ലൈക്ക് ഇഫ് വരുന്ന സെന്റൻസിലൊക്കെ മാത്രം, അങ്ങനെയുള്ള ചില കേസുകളിൽ ഐ വെയർ, ഇഫ് ഐ വെയർ എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇൻ ദാറ്റ്സ് എ ഡിഫറെന്റ് കേസ്. അത് നമ്മൾ ഓർക്കണ്ട. നോർമലി ഐ വാസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? പ്രസന്റ് ടെൻസിലാണെങ്കിൽ ഐ ആം. പാസ്റ്റ് ടെൻസിലേക്ക് പോകുമ്പോൾ അത് ഐ വാസ് മതി. ഓക്കെ, ഐ വാസ് എ ഗുഡ് ബോയ്. ക്ലിയർ? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു ഓൾ. അതുപോലെ ഹി, ഷീ പ്ലസ് വർക്ക്സ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാകുമ്പോൾ SORES ഫോം ഓഫ് ദ വെർബ്, ഫിഫ്ത്ത് ഫോം ഓഫ് ദ വെർബ് എന്ന് പറയാം. V5 അല്ലെങ്കിൽ വർക്ക് പ്ലസ് SORES ചേർത്തുള്ള ഫോം, വെർബ് പ്ലസ് SORES ചേർത്തുള്ള ഫോം. ഹി വർക്ക്സ്, ഷീ വർക്ക്സ്. ഐ, വി, യു, ദേ വർക്ക്. അതായത് പ്ലൂറൽ അല്ലെങ്കിൽ ഐ ഓർ യു വരുമ്പോൾ വർക്ക് എന്ന ബേസ് ഫോം മാത്രം ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഫൈൻ. ഇത് വളരെ ചെറുപ്പം മുതൽ എല്ലാവർക്കും അറിയാവുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യവുമായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. പക്ഷേ നമുക്ക് തെറ്റുവരുത്തുവാനായിട്ടുള്ള സ്വാഭാവികമായ ഒരു സാധ്യതയുണ്ട്, ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഫൈൻ. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ലെസൺ, വൈ ആർ വുമൺ കമ്പയർഡ് ടു മാച്ച് ബോക്സസ്. മാച്ച് ബോക്സസ് ആരാണ് മാച്ച് ബോക്സ് എഴുതിയത്? ആരാ പറയുക? ഹു ഇസ് ദ ഓഥർ? ആരെങ്കിലും ഒരാളൊന്ന് പെട്ടെന്ന് പറയാമോ? യെസ്, ഹു ഇസ് ദ ഓഥർ ഓഫ് മാച്ച് ബോക്സ്? പറഞ്ഞോളൂ. ഹരീഷ്. യെസ്. ഹു ഇസ് ദ ഓഥർ ഓഫ് മാച്ച് ബോക്സ്? കേൾക്കുന്നില്ല. ആരാണ്? ഒന്നുകൂടെ പറയൂ. യെസ്, ആശാപൂർണ ദേവി. അവരെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമോ? അവരുടെ എന്തെങ്കിലും ഒരു കാര്യം കൂടെ ആശാപൂർണ ദേവിയെ കുറിച്ച് പറയാമോ? യെസ്, എനി വൺ മോർ പോയിന്റ് അബൌട്ട് ഹെർ? ഇല്ല, ബംഗാളി റൈറ്റർ ആണ്, ജ്ഞാനപീഠം നേടിയിട്ടുള്ളവരാണ്. ഈ കാര്യങ്ങൾ മറക്കണ്ട കേട്ടോ, നമ്മുടെ ആൻസറുകളിൽ എവിടെയെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, വൈ ആർ വുമൻ കമ്പയർഡ് ടു മാച്ച് ബോക്സസ്? Even though matchboxes have enough gunpowder to set 100 lankas aflame, they still they sit around meek and innocent in the kitchen, in the pantry, in the bedroom, here, there, anywhere. This is similar to the case of women in our country. They tend to be meek and submissive in the hands of
എ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി. അല്ലേ? അങ്ങനെയാണ് മാച്ച് ബോക്സ് എന്ന് പറയുന്ന ടൈറ്റിൽ അതിന് കൊടുത്തിരിക്കുന്നത്. അല്ലെ, ഒരു 100 ലങ്കകളെ എരിച്ച് ഭസ്മമാക്കുവാനുള്ള കഴിവുണ്ടെങ്കിലും നമ്മുടെ പോക്കറ്റിനുള്ളിൽ സുരക്ഷിതമായിരിക്കുന്ന മാച്ച് ബോക്സ് പോലെയാണ് സ്ത്രീകൾ. അല്ലെ, അവരുടെ മനസ്സങ്ങ് തുറന്നു കഴിഞ്ഞാൽ പല മനുഷ്യരുടെയും പുരുഷന്മാരുടെയും മൂടുവടം അഴിഞ്ഞു വീഴുമെന്നാണ് ആ കഥയിൽ പറയുന്നത്. അല്ലേ, എല്ലാവരും ഓർക്കുന്നുണ്ടാവും കഥ എന്ന് കരുതുന്നു. നമുക്ക് നോക്കാം. മാച്ച് ബോക്സ്. നൊമിത ഇസ് മാരീഡ് ടു അജിത്. ഇപ്പോൾ 2 പ്രധാനപ്പെട്ട ക്യാരക്ടറുകളാണ് നൊമിത ആൻഡ് അജിത്. ഇപ്പോൾ നൊമിതയുടെ ക്യാരക്ടറും ഹൊരഗലുവിലെ മെയിൻ ക്യാരക്ടർ ആരായിരുന്നു? ഹു ഇസ് ദ മെയിൻ ക്യാരക്ടർ ഓഫ് ഹൊരഗല്ലു? സുധാമൂർത്തിയുടെ സുഹൃത്തിന്റെ പേരെന്താണ്? രത്ന. എല്ലാവരും ഓർക്കുന്നുണ്ടാവുമല്ലോ. രത്നയും നൊമിതയും തമ്മിലുള്ളൊരു കമ്പാരിസൺ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നൊമിതയും രത്നയും തമ്മിലുള്ള ഡിഫറൻസസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ദേ ലിവ് ഇൻ എ ജോയിന്റ് ഫാമിലി, നൊമിത ആൻഡ് അജിത്. Nomida's mother is a poor widow. Nomida has no brother, and so her mother always demanded money from Nomida for her needs. She writes letter to her, always telling misfortunes of various kind with the intention of getting financial help from her son-in-law. Nomida is ashamed of the beggarly nature of her mother, but she continues helping her. Ajit has the habit of opening and reading all the letters that are addressed to Nomida. Once she sees a crumpled letter addressed to her in one of his trousers pocket. The letter was written by her mother. He had received the letter some 3 days ago, but he never told Nomida about it. Nomida had asked him many times not to open and read her letters. When she questions him about his bad habit, he says he will always do as he likes, and what could she do stop him? There is a heated exchange, and Nomida picks up a matchbox and sets fire on her sari. Ajit is able to put out the fire. All this drama takes place as the washerman was waiting for the dirty clothes. Soon Nomida gives the dirty clothes to the washerman and gets busy with household work. There is some teasing by a sister-in-law who accuses Nomida of spending too much time in company of her husband, neglecting her duties in the joint family. Okay, I hope it's clear to you all the story. ഞാൻ പെട്ടെന്നൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ആ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളെല്ലാം എല്ലാവരുടെയും മനസ്സിലേക്ക് അത് വന്നു എന്ന് കരുതുന്നു. നൊമിതയുടെ പെട്ടെന്നുണ്ടായ പ്രതികരണത്തെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ നമ്മൾ കാണുന്നുണ്ട്. അല്ലേ, അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഒരു സ്ത്രീയുടെ ഒരു പ്രൈവസി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അല്ലേ, ദാറ്റ്സ് അറ്റ് സ്റ്റേക്ക് in this joint family, and her husband is not at all giving any respect for her privacy. അവളുടെ സ്വകാര്യതയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നതാണ് ആ കഥയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു എലമെന്റ്. ഓക്കെ, the two most important women characters in the story are Nomida and her mother. ഈ കഥയിലെ നമ്മുടെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളാണ് സ്ത്രീ കഥാപാത്രങ്ങൾ. ഒന്ന് നൊമിതയും ഒന്ന് അവരുടെ അമ്മയുമാണ്. Nomida is a beautiful young girl who wants to assert her freedom, but her husband rejects. Ajit does not allow it. He insists on reading the letters addressed to her. Nomida's mother is a typical widow who wants to get as much help as possible from her rich son-in-law. Her begging behavior makes Nomida lose her face before her husband and other family members. It's true that an empowered woman is one who can find her own voice, speak up, and be seen and heard. We need gender equality, and then only we can have a healthy world. Dominance by any sex will ruin the equilibrium of the family and the society. Last paragraph നമുക്ക് ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ സ്പീച്ച് ഒക്കെ ചോദിക്കാം. വുമൺ എംപവർമെന്റിനെ ബേസ് ചെയ്തുള്ള സ്പീച്ചോ അങ്ങനെയുള്ള ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാരഗ്രാഫാണ് ഞാൻ അവിടെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് ട്രൂ ദാറ്റ് ആൻ എംപവേർഡ് വുമൺ ഇസ് വൺ ഹൂ ക്യാൻ ഫൈൻഡ് ഹെർ ഓൺ വോയിസ്, സ്പീക്ക് അപ്പ് ആൻഡ് ബി സീൻ ആൻഡ് ഹേർഡ്. ഓക്കെ, വളരെ രസകരമായൊരു വാചകമാണത് അല്ലേ. ഫൈൻഡ് ഹെർ ഓൺ വോയിസ്, സ്പീക്ക് അപ്പ്, ബി സീൻ ആൻഡ് ഹേർഡ്. We need gender equality, and then only we can have a healthy world. Dominance by any sex will ruin the equilibrium of the family and the society. Okay, hope it's clear to you all. എല്ലാവർക്കും വ്യക്തമായി കഥ ഓർമ്മയിലേക്ക് വന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ദെൻ വുമൺ എംപവർമെന്റിനെ കുറിച്ചുള്ള വേറൊരു ചാപ്റ്റർ നമുക്കുണ്ടല്ലോ, ദിസ് 3 L's കുറിച്ചുള്ള ചാപ്റ്റർ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. Any doubts? Okay, please wave your hands if there is no doubts. Fine. Thank you. Fine. Next,
Unemployment is one of the worst problem faced by any nation. Suggest 4 solutions to reduce the rate of unemployment. അപ്പോൾ ഇതുപോലുള്ള ഒരു ജനറൽ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് തീർച്ചയായും നമുക്ക് ലോങ് ആൻസർ ടൈപ്പിലൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അറ്റ്ലീസ്റ്റ് 1 or 2, മിനിമം ഒരു 2-3 ചോദ്യം ഇത്തരം ജനറൽ ആണ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ദിസ് ഇസ് ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ, ദിസ് ഇസ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്ററെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത് അല്ലേ. ഏത് ചാപ്റ്ററുമായിട്ട് ആണ് ഇതിന് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? 2 ചാപ്റ്ററുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ബട്ട് വൺ ഓഫ് ദിസ് ചാപ്റ്റർ ഇസ് മോർ റിലേറ്റഡ് ടു ദിസ് ക്വസ്റ്റ്യൻ. ഏത് ചാപ്റ്റർ ആണത്? ആരുടെ ചാപ്റ്ററിലാണ് ഇത് കുറച്ചുകൂടെ ആപ്റ്റഡ് ആയിട്ട് വരിക? എ 3 വീൽ റെവല്യൂഷൻ എല്ലാവരും ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? 3 വീൽ റെവല്യൂഷൻ ആരുടെ കഥയാണത്? 3 വീൽ റെവല്യൂഷൻ. ഇർഫാൻ ആലം എല്ലാവരും ഓർക്കുന്നില്ലേ 3 വീൽ റെവല്യൂഷൻ? ഫൈൻ, വെരി ഗുഡ്. യാ ഗുഡ്, വെരി ഗുഡ്, ഫൈൻ. സോ ഇർഫാൻ ആലൻ അദ്ദേഹത്തിന്റെ 3 വീൽ റെവല്യൂഷനുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് അല്ലേ? അങ്ങനെ തോന്നുന്നില്ലേ? എല്ലാവർക്കും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. തോന്നുന്നവരെല്ലാവരും ഒന്ന് വേവ് ചെയ്തേ. അതെ, നമുക്കിത് ഇത്തരം ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. എങ്ങനെ എന്തെല്ലാമാണ് അങ്ങയുടെ ആശയങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് നോക്കാം. എനി സെൻസിബിൾ, ബട്ട് ഇതിന്റെ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് സെൻസിബിൾ ആയിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള സെൻസിബിൾ ആയിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് ഇതിൽ പറയാം. ഇത് ഡിപ്പെൻഡിങ് ഓൺ ദ മാർക്ക്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നതെന്നനുസരിച്ച് നമുക്ക് ഇതിന് ഉത്തരം ചെയ്യാവുന്ന ആൻസർ റൈറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളോട് അപ്പം നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മുടെ കറണ്ട് സിനാറിയോയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു 1-2 പോയിന്റ്സ് പറയാമോ ഇതിലേക്ക്? യെസ്, ആരെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുമോ? ഏതെങ്കിലും 1-2 പോയിന്റ് ആഡ് ചെയ്യാമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം നമുക്ക്. യാ, എനിബഡി പ്ലീസ് ബി പ്രൊആക്റ്റീവ്. യാ പറഞ്ഞോളൂ. അനാമിക പറഞ്ഞോളൂ. അനാമിക, യാ, ഇതിന്റെ ഉത്തരമായിട്ടൊന്നും പറഞ്ഞോളൂ. മനസ്സിൽ വരുന്ന എന്തെങ്കിലും 1-2 കാര്യങ്ങൾ പറഞ്ഞോളൂ. യാ, അനാമിക, യെസ്, ഫാസ്റ്റ്. കേൾക്കാൻ കഴിയുന്നുണ്ടോ അനാമിക? ക്യാൻ യു ഹിയർ മീ? ആം ഐ ഓഡിബിൾ ടു യു? How can we increase? What's your opinion about that? Share it, please. ഓക്കെ, നമ്മളുടെ ഗവൺമെന്റ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും 1-2 കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? ഓക്കെ ഫൈൻ. നമുക്ക് ഇതിലേക്ക് പറയാം. നമ്മുടെ ചില ഇപ്പോൾ ദിസ് മൈക്രോ ഫിനാൻസിങ് ഈസ് there, isn't it? Then the Mudra loan is there. നമുക്ക് അത്തരം പോയിന്റ്സ് ഒക്കെ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് അതൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിൽ അല്ലേ? ദെൻ നമ്മുടെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇവിടെ പറയാം അല്ലേ? ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആളുകളിലേക്ക് പണം എത്തിക്കുന്ന ചില പദ്ധതികളൊക്കെ നമുക്കിപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദിസ് അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്, ദിസ് ഇസ് ഇൻക്രീസിങ്. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഫൈൻ, നമുക്ക് നോക്കാം. എനി സെൻസിബിൾ സജഷൻസ് ലൈക്ക് ഇൻട്രൊഡ്യൂസിങ് മോർ ജോബ് ഓറിയന്റഡ് കോഴ്സസ് ഇൻ 4 degree level, promoting startups and other self-employment schemes, better orientation and guidance for youth in selecting right careers, promoting agriculture and its wider possibilities in earning income അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ലാസ്റ്റ്. പ്രൊമോട്ടിംഗ് അഗ്രികൾച്ചർ ആൻഡ് ഇറ്റ്സ് വൈഡർ പോസിബിലിറ്റീസ് ഇൻ ഏർണിംഗ് ഇൻകം. കാർഷിക വൃത്തിയെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ജോബായിട്ട് മാറ്റുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, വാട്ട് ഇസ് ഇർഫാൻ സജഷൻ ടു ടാക്കിൾ അൺഎംപ്ലോയ്മെന്റ് ഇൻ അവർ കൺട്രി? ഇർഫാൻ തിങ്സ് ദാറ്റ് എന്റർപ്രണർഷിപ്പ് ഷുഡ് ബി മെയ്ഡ് ആസ് എ കരിയർ അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ അൺഎംപ്ലോയ്മെന്റിനെ ടാക്കിൾ ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ സൂത്രവാക്യമാണ് നമുക്ക് വരുന്നത് എന്റർപ്രണർഷിപ്പ്. Irfan thinks that entrepreneurship should be made as a career. An entrepreneur is one who sees an opportunity and puts conscious effort to make it an enterprise. People discourage youths from taking this path. Entrepreneurship can tackle unemployment in the country. Okay, entrepreneurshipനെ കുറിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. സോ നമുക്കത് ഒന്ന് ഓർത്തിരിക്കുക. ഞാൻ കുറച്ച് പോയിന്റ്സ് ഒന്ന് ഡിസ്കസ് ചെയ്തു. അത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും, എന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു ഇല്ലേ? ഒന്ന് വേവ് ചെയ്ത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? എല്ലാവരും ആക്റ്റീവ് അല്ലേ? എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലേ? ഫൈൻ. ആർ യു ഓൾ അണ്ടർസ്റ്റാൻഡിങ് വാട്ട്സ് ഹാപ്പനിങ്? എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടല്ലോ? ഫോളോ ചെയ്തല്ലേ പോകുന്നത്? ഓക്കെ, താങ്ക് യു. ഫൈൻ. What are the 3 essential factors of empowerment? Okay, 3 essential factors of empowerment.
ലഗാഡിയുടെ ക്രിസ്റ്റ്യൻ ലഗാഡിയുടെ സ്പീച്ച് എല്ലാവരും ഓർക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് അല്ലേ. ദ 3 essential factors for empowerment are learning, labor and leadership. Remember this 3 points. അത് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ നമ്മുടെ തീർച്ചയായും നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് മെൻഷൻ ചെയ്യേണ്ടി വരും നമ്മുടെ എക്സാമിൽ. മേ ബി ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമായിരിക്കില്ല, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാകാം, ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിലായിരിക്കാം. എവിടെയെങ്കിലും നമുക്ക് ഈ പോയിന്റ്സ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും തീർച്ചയായും. ദിസ് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്, ദ 3 L's എന്നത് ഓർത്തിരിക്കുക. Together they are called the 3 L's. ലഗാഡിയുടെ ചാപ്റ്ററിൽ ക്രിസ്റ്റ്യൻ ലഗാഡിയുടെ the 3 L's of empowerment എന്ന് പറയുന്ന നമ്മുടെ ആദ്യ ചാപ്റ്ററുകളാണ്, ഫസ്റ്റ് യൂണിറ്റിലെ ചാപ്റ്ററാണ്. ഓക്കെ, hope it's clear to you all. Then what is the role of learning in empowering women? Education is the foundation on which any change is built. Learning helps women to help themselves and break free of the chains with which they are bound. ഓക്കെ, വിദ്യാഭ്യാസം എങ്ങനെയാണ് സ്ത്രീകളെ എംപവർ ചെയ്യുന്നത് എന്ന ചോദ്യം. ഓക്കെ, ദാറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ മാർക്ക് യു ഹാവ് ടു ആൻസർ ഇറ്റ്. ഓക്കെ, hope it's clear to you. The role of learning, labor and leadership skills in making a woman liberated. ഓക്കെ, അപ്പോൾ എന്താണ് this 3 L's? What are the 3 L's? What its role in empowering women എന്ന ചോദ്യം ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഈ ഉത്തരം വരാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്, തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദ 3 L's ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ലിബറേറ്റിംഗ് എ വുമൺ. എഡ്യൂക്കേഷൻ മേക്സ് ഹെർ കോൺഷ്യസ് ഓഫ് ഹെർ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അല്ലെ, വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അതാണ്. വിദ്യാഭ്യാസം ഇറ്റ് മേക്സ് അസ് കോൺഷ്യസ് അബൌട്ട് അവർ റൈറ്റ്സ്. നമ്മളുടെ അവകാശങ്ങളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് തീർച്ചയായും വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മൾ അത് നേടിയെടുക്കുന്നത്. ലേബർ ഹെൽപ്സ് ഹെർ ടു ഏൺ മണി ആൻഡ് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ദ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദ നേഷൻ. ഓക്കെ, തൊഴിലിലൂടെയാണ് ധനസമ്പാദനവും അതുപോലെ രാജ്യത്തിൻ്റെ തന്നെ അഭിവൃദ്ധിയിലേക്കും നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. Earn money and also contribute to the economic development of the nation. Women are sometimes better leaders because they tend to make decisions based on consensus building, inclusion, compassion and sustainability. Okay, സ്ത്രീകളുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് സ്ത്രീകൾ. നമുക്ക് 1-2 ഉദാഹരണങ്ങളൊക്കെ നമുക്ക് പറയാം, ഇൻക്ലൂഡിങ് നമ്മുടെ കഴിഞ്ഞ ആരോഗ്യമന്ത്രിയുടെ പേരുൾപ്പെടെ നമുക്ക് മെൻഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കും. ഓക്കെ, സോ then this Margaret Thatcher ഉൾപ്പെടെയുള്ള വേൾഡ് ഫിഗേഴ്സ് ആർ there. സോ അവരുടെ എല്ലാം ഡിസിഷൻ മേക്കിങ്ങിൽ ഇത്തരം ക്വാളിറ്റീസ് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയും അല്ലേ. വുമൻ ആർ സംടൈംസ് ബെറ്റർ ലീഡേഴ്സ് ബിക്കോസ് ദേ ടെൻഡ് ടു മേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ കൺസെൻസസ് ബിൽഡിംഗ്, ഇൻക്ലൂഷൻ, കമ്പാഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഈ കാര്യങ്ങളിലെല്ലാം കൂടുതൽ ശ്രദ്ധ ചെലുത്തി കൊണ്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് അവർക്ക് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. മെൻ ടെൻഡ് ടു ബി റാഷ് വെയറാസ് വുമൻ ആർ സപ്പോസ് ടു ബി മോർ സോബർ. കുറച്ചുകൂടി സെൻസിബിളായിട്ട് ബിഹേവ് ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉത്തരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. വുമൻ ഷുഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ്. ഡിസ്കസ്. ഓക്കെ, നമ്മൾ സ്ത്രീകൾ അവരുടെ കംഫർട്ട് സോണുകളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതുണ്ട്. ദിസ് ആർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതേ ചോദ്യമായിരിക്കില്ല, പക്ഷേ ഇതേ ഉത്തരം എഴുതാൻ കഴിയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് തീർച്ചയായും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഐ ഹോപ്പ് യു ആർ ഫോളോയിങ് ഇറ്റ്. നിങ്ങൾ ഇതേ ചോദ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലല്ല, ബട്ട് ഇതേ ഉത്തരം തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. ഇതേ രീതിയിൽ ഉത്തരം എഴുതണമെന്നല്ല ഞാൻ പറയുന്നത്, ഇതിലുള്ള പോയിന്റ്സ് നിങ്ങൾ ഞാൻ ഹൂക്ക് പോയിന്റ്സ് പറയുന്നത് അത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈ ചോദ്യത്തിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ the quality of woman അതിൽ പറഞ്ഞിരിക്കുന്നത് മേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ കൺസെൻഷ്യസ് ബിൽഡിംഗ്, ഇൻക്ലൂഷൻ, കമ്പാഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്. സ്ത്രീകളുടെ വേൾഡ് ലീഡേഴ്സ് എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളായിട്ടുള്ള ലീഡേഴ്സ് അവരുടെ തീരുമാനങ്ങൾ സസ്റ്റൈനബിലിറ്റി എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു അല്ലേ. സുസ്ഥിരമായ ഒരു ഭാവിയെക്കുറിച്ചുള്ള ചിന്തയോടുകൂടിയുള്ള ഡിസിഷൻ മേക്കിങ്ങിൽ അവർ കുറച്ചുകൂടെ മികവ് കാണിക്കാറുണ്ട്. ഇൻക്ലൂഷൻ എല്ലാവർക്കും അറിയാമെന്ന് വരുന്നു. എല്ലാവരെയും ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സ്ത്രീകൾക്കൊരു കഴിവുണ്ട്. കമ്പാഷൻ ആൻഡ് കൺസെൻസസ് ബിൽഡിംഗ് എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, നൗ വുമൻ ഷുഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺ. Women should certainly step out their comfort zone if they have to get their rightful place in the society. Most women, especially Indian women, feel safe and comfortable within the 4 walls of their home. Even when they take up jobs, they prefer to do safe jobs like teaching, nursing and clerical jobs. They are afraid to take up more challenging jobs because they are afraid of failure. They think if they take up jobs and do things that are usually done by men, they will be called men. And they don't relish it. So they remain in their comfort zones, denying themselves the opportunity to grow to their potential. സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ
തേടിയുള്ള യാത്രകൾ നടത്തുന്നതിൽ ഒരു വിമുഖത സ്ത്രീകൾക്കുണ്ട് എന്ന ഒരു പോയിന്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു ഓൾ. തീർച്ചയായും നമുക്ക് ഒരു 8 മാർക്ക് ക്വസ്റ്റ്യനിൽ ഈ വുമൻ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, നേരത്തെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഇത് ആ 8 മാർക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള പോയിന്റ്സ് തീർച്ചയായും യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാനിത് ഡിസ്കസ് ചെയ്തു പോകുന്നത്. ക്ലിയർ അല്ലേ? എനി ഡൗട്ട്സ്? എനി ഫർദർ എലോബറേഷൻ റിക്വയർഡ് അബൌട്ട് ദിസ്? ഇല്ല, മുന്നോട്ട് പോകാമല്ലോ അല്ലേ? എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടല്ലോ? താങ്ക് യു. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദീസ് ലൈൻസ് ഈച്ച് ടൈം വി സ്റ്റാമർ. ഓക്കെ, അടുത്തത് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റുകളിലെ ഒരു പ്രധാനപ്പെട്ട പോയമാണ് സ്റ്റാമർ എന്ന് പറയുന്ന കവിത. എല്ലാവരും ഓർക്കുന്നുണ്ടാവും, ആരാ എഴുതിയെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? സച്ചിദാനന്ദൻ. വി ആർ ഓഫറിംഗ് എ സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ് വെൻ എ ഹോൾ പീപ്പിൾ സ്റ്റാമർ become their mother tongue just as it with us now. ഓക്കെ, വളരെ രസകരമായ ഒരു വരിയാണിത്. ഇവിടെ സ്റ്റാമർ അഥവാ വിക്കിനെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു കുറവ് എന്നതിൽ നിന്ന് മാറ്റി അതിനെ ഒരു ഭാഷയാക്കി പരിവർത്തനം ചെയ്തിരിക്കുന്ന ഒരു വരികളാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ത്രൂ ദീസ് ലൈൻസ് the poet tells about the divine sacrifice of stammering. According to him, each time we stammer, we are offering a sacrifice to the god of meaning. God of meaning, collection of words. Okay, this collection increases in an individual as he offering stammer increases. Okay, this collection increases in an individual as his offering or stammer increases. When whole people stammer become their mother tongue as it is with us now. Okay, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ വിക്കില്ലാതെ തടവില്ലാതെ അങ്ങ് സംസാരിച്ചു പോകുന്നു. ദാറ്റ്സ് അവർ നാച്ചുറൽ ടങ്. അതേസമയം ബഹുഭൂരിപക്ഷം ആളുകളും വിക്കോടുകൂടി സംസാരിക്കുകയാണെങ്കിൽ ആ വിക്ക് ഒരു ഭാഷയായി മാറുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ? ശരിയല്ലേ? മനസ്സിലായല്ലോ? ദറ്റ് കോൺസെപ്റ്റ് ഇസ് ക്ലിയർ ടു യോൾ അല്ലേ? വളരെ രസകരമായ ഒരു വരിയാണ്, വളരെ അർത്ഥവത്തായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വരിയാണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു അല്ലേ? എനി അതർ സജഷൻസ് ഫ്രം യുവർ സൈഡ്? നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ ഈ വരികളെ കുറിച്ച്? വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? Okay, fine. Moving on. As it's with us now, the whole humanity on the earth stammers as the words and its meaning differ according to the to personal differences. Clear alle? മുന്നോട്ട് പോകുന്നു. Do you think that the words just as it with us now refer to our response to burning social issues in general? Why? Okay, just as it is with us now എന്നത് നമ്മുടെ ദിസ് ഈസ് എ റെസ്പോൺസ് ടു ബേണിംഗ് സോഷ്യൽ ഇഷ്യൂസ് ആണോ? സോഷ്യൽ ഇഷ്യൂസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രാക്ഷൻ ആണോ? അതിനോടുള്ള ഒരു റെസ്പോൺസ് ആണോ ആ വരികളിൽ അദ്ദേഹം അർത്ഥമാക്കുന്നത്? നോക്കാം. ഐ ഡെഫിനറ്റ്ലി തിങ്ക് ദാറ്റ് ദ വേർഡ്സ് just as it is with us now refer to our response to burning social issues in general. We all are stammering, unable to bring out our meaning clearly, and we all are walking like the lame as we don't do the things we ought to do. The country is in the grip of poverty, disease and unemployment, but our leaders stammer when it comes to solution to these burning issues. They divert people's attention from real things, real problems. They talking about religious ideologies and such invisible things. The lame people follow the lame leaders who stammer all the way. A connection എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇല്ലേ? Is it clear to you all? Any further explanation required? ആർക്കെങ്കിലും ഒരു ഫർദർ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ കൈ ഉയർത്താം, മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ. രസകരമായൊരു ഭാഗമാണ്. ഒരു പക്ഷേ ഇത്തവണ നമുക്ക് 8 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഈ പദ്യമാണ് വരുന്നതെങ്കിൽ, ഇതുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് വരുന്നതെങ്കിൽ തീർച്ചയായും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണിത്. ഓക്കെ, ക്ലിയർ ആണോ? എനി ഡൗട്ട്സ്? ഇഫ് ദർ ഇസ് നോ ഡൗട്ട് പ്ലീസ് വേവ് യുവർ ഹാൻഡ്സ്. യു ആർ മൂവിംഗ് ഫോർവേഡ്. പ്ലീസ് വേവ് യുവർ ഹാൻഡ്സ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ല എങ്കിൽ മുന്നോട്ട്. സ്റ്റാമർ ഇസ് എ പോയം ബൈ കെ സച്ചിദാനന്ദൻ ദാറ്റ് എക്സ്പ്ലോസ്. തീർച്ചയായും മാർക്കുകൾ മിനിമം ഒരു 8 മാർക്കെങ്കിലും 10 to 8 മാർക്ക്, 8 മുതൽ 10 മാർക്ക് വരെയെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സ്റ്റാമർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഒന്നെങ്കിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടോ 6 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ടോ അല്ലെങ്കിൽ 8 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടോ ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും സ്റ്റാമർ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇറ്റ്സ് എ പോയം ബൈ കെ സച്ചിദാനന്ദൻ ദാറ്റ് എക്സ്പ്ലോസ് ദ ഐഡിയ ഓഫ് സ്റ്റാമറിംഗ് ആസ് എ മോഡ് ഓഫ് സ്പീച്ച് റാദർ ദാൻ എ ഹാൻഡിക്യാപ്പ്. അതാണ് ഈ കവിത. സ്റ്റാമർ വിക്കിനെ ഒരു ഭാഷയായിട്ട് ആണ് കൽപ്പന ചെയ്യുന്നത്, നോട്ട് ആസ് എ ഡിസബിലിറ്റി ഓർ എ ഹാൻഡിക്യാപ്പ്.
ഒരു പരിമിതിയായിട്ടല്ല, മറിച്ചൊരു ഭാഷയായിട്ടാണ്, അല്ലേ? നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാനസികമായ ഒരു ഇമേജ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും, അല്ലേ? ഒരു വിക്ക്, ഒരു സ്റ്റോപ്പ്, ഒരു പോസ് കൊടുത്തുകൊണ്ടുള്ള സംസാരം, അതൊരു ഭാഷയായി മാറുന്നതിനെ കുറിച്ച് ആണ് കവി ഇവിടെ ചിന്തിക്കുന്നത്, പറയുന്നത്. ഓക്കെ, ദ poem's main theme is stammering, which the poet treats as a way of speaking. Stammering, അങ്ങനെ തട്ടിത്തടഞ്ഞുള്ള സംസാരം, അതൊരു ഭാഷയാണ് എന്നാണ് കവി സ്ഥാപിക്കുന്നത്. ഒരുപാട് പേർ, എല്ലാവരും അങ്ങനെ തട്ടിത്തടഞ്ഞ് സംസാരിക്കുമ്പോൾ സ്റ്റാമറിങ് ഒരു ഭാഷയാണ് ആയി മാറുന്നു എന്ന ഒരു വ്യംഗ്യാർത്ഥമാണ് കവി ഇവിടെ നൽകുന്നത്. The poet suggests that words don't have a fixed meaning, but rather it's the speaker or listener who gives them meaning. കവി പറയുന്നത് വാക്കുകൾക്ക് ഒരു പ്രത്യേക അർത്ഥമില്ല, സംസാരിക്കുന്നയാളും അത് കേൾക്കുന്നയാളും ആണ് അതിന് അർത്ഥം കൽപ്പിച്ച് നൽകുന്നത്. ഓക്കെ, the poet does not use any rhyme scheme in writing paragraphs. From this, the poem is written in freestyle and simple language. അപ്പോൾ ഇവിടെ റൈമിംഗ് സ്കീം ഉപയോഗിച്ചിട്ടില്ല, ഫ്രീ സ്റ്റൈൽ ആൻഡ് സിമ്പിൾ ലാംഗ്വേജ് ആണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. ഓൾസോ വി ക്യാൻ സീ ദാറ്റ് ദ പോയം സ്റ്റേറ്റ്മെന്റ് ആർ നോട്ട് റെഗുലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് അല്ല ഉപയോഗിക്കുന്നത്. ദിസ് മീൻസ് സം സ്റ്റേറ്റ്മെന്റ്സ് ആർ എൻഡിങ് ഇൻ ബിറ്റ്വീൻ ദ ലൈൻ. ചിലതെല്ലാം the statements are ending in between the lines and some are starting from the beginning of the line. This literary device used called enjambment. Enjambment എല്ലാവർക്കും പരിചിതമായ കാര്യമാണ്. What is enjambment? Enjambment എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ, പരിചയമുണ്ടോ? Please wave your hands if you are familiar with enjambment. ENJAMB, enjambment. Enjambment അറിയാവുന്നവരൊന്ന് വേവ് ചെയ്തേ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പറയാം, ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞോ നോക്കാം. ഡോൺ എന്ന് പറഞ്ഞോ. ഓക്കെ, പറഞ്ഞോ. എൻജാമ്മെന്റ് അറിയാമോ? ഓക്കെ, എന്ന് ഞാൻ പറയാം. ഇറ്റ്സ് വെരി സിമ്പിൾ. ഒരു വരിയിൽ ദാറ്റ് സെന്റൻസ് ഇസ് നോട്ട് എൻഡിങ് ഇൻ ദാറ്റ് ലൈൻ. ആ മീനിങ് അവിടെ പൂർണ്ണമാകുന്നില്ല, മറിച്ച് അടുത്ത വരിയിലേക്ക് അതിന്റെ അർത്ഥം കടന്നു പോവുകയാണ്. ദാറ്റ്സ് എൻജാമ്മെന്റ്. മനസ്സിലായോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഒരു വരിയിൽ ആ മീനിങ് പൂർണ്ണമാകാതെ അടുത്ത വരിയിലേക്ക് അർത്ഥം എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതിനാണ് എൻജാമ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സിമിലി ഉപയോഗിച്ചിട്ടുണ്ട്. ജസ്റ്റ് lameness in the silence. Whole people stammer because their mother tongue as it's with us now. അവിടെ സിമിലി ഉപയോഗിച്ചിരിക്കുന്നു. He utters from his prayers to his command stammer like poetry. Stammers like poetry. അവിടെ കവിതയോട് ഉപയോഗിക്കുന്നിടത്ത് the simile is used. The word as and like signify the literary ways used simile. A simile is nothing but comparison. എല്ലാവർക്കും സിമിലി അറിയാമെന്ന് കരുതുന്നു. That's why I'm not explaining it in detail. സിമിലി എല്ലാവർക്കും അറിയാമല്ലോ, എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ട കാര്യമില്ലല്ലോ. ആർക്കെങ്കിലും പറയാം, ഒന്നുകൂടെ സിമിലി എന്താണെന്ന് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, if it is required. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം ഫിനിഷ് ചെയ്തിട്ട് poetic devices ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. Then repetition. The word stammer is repeated several times in the poem. Repetition, ഒരേ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നതാണ് repetition. Stammer അവിടെ ഈ കവിതയിൽ പലയിടത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. Then metaphor. The word stammer is a metaphor that refers to the imperfection we have on earth, and it is this imperfection that make us exist. Metaphor is also a comparison, but simile represents the comparison of two unlike things, and metaphor compare one thing with something that points out another. Okay, അതായത് സിമിലിയും മെറ്റഫറും തമ്മിലുള്ള ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. സിമിലി ലൈക്ക് ഓർ ആസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ മെറ്റഫറിൽ അത് തന്നെയാണെന്ന് പറയുന്നതാണ് മെറ്റഫർ. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഈ പോയറ്റിക് ഡിവൈസസ് എല്ലാം അറിയാമെന്ന ധാരണയിലാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നത്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഫർദർ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം. പിന്നീടാണെങ്കിലും നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി, ഞാൻ പറയാം. ഡിസ്ക്രൈബ് ദ മെത്തഡ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ഇർഫാൻ ആലംസ് സാമാൻ ഫൗണ്ടേഷൻ. എ ത്രീ വീൽഡ് റെവല്യൂഷനിലേക്ക് ഇർഫാൻ ആലം അദ്ദേഹത്തിൻ്റെ ത്രീ വീൽഡ് റെവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമുക്ക് നോക്കാം. ഡിസ്ക്രൈബ് ദ മെത്തഡ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ഇർഫാൻ ആലംസ് സാമാൻ. ഓർക്കുന്നുണ്ടല്ലോ, ചാപ്റ്റർ എല്ലാവർക്കും ഓർമ്മയിലുണ്ടെന്ന് കരുതുന്നു. When a rickshaw puller approaches Saman going through a verification process, given training, providing financial help to buy their own rickshaws,
with the support of banks, generating a sense of empowerment in the rickshaw pullers, an ID card, and is required to wear a uniform. Thus, they become a part of the Saman family. അപ്പോൾ ഞാൻ അതിൻ്റെ പോയിന്റ്സ് മാത്രം ഒന്ന് എടുത്തിട്ടേ ഉള്ളൂ. എൻ്റെ പൂർണ്ണമായ ആൻസർ അല്ല ഞാൻ തന്നിരിക്കുന്നത്. ദ മേജർ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് റിലേറ്റഡ് ടു ദിസ് ക്വസ്റ്റ്യൻ, അതാണ് ഞാൻ അവിടെ എങ്ങനെയാണ് ഈ സാമാൻ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ള എൻ്റെ പോയിന്റ്സ് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ചാപ്റ്റർ ഓർമ്മയിലുണ്ടാവുമെന്ന് കരുതുന്നു. So they provide all this helps, like they give training, they provide financial support, that they this microfinancing loan are involved avunilla, but they help the rickshaw pullers or the rickshaw people to get this loans or credits. Then they issue ID cards and they require to wear a uniform. Okay, I hope it's clear to you all. No, my God. Irfan Alam says that it is important to take risk to achieve your dreams. Comment on this statement. Okay. To achieve one's dream, one has to take risk. A child will never learn to walk if he is afraid to take the first step. The Wright brothers would never fly if they were afraid. No pain, no gain. If you have dreams, you should be prepared to take risks. Could men go to the moon if they refuse to take the risk? So this comment on this the previous year question ആയിട്ട് വന്നിരിക്കുന്നതാണ്. It's impossible to take risk. To achieve one's dream, one has to take risk. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? സ്പീഡൊന്നും കൂടുതലൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണെന്ന് തോന്നലൊന്നും ആർക്കും ഇല്ലല്ലോ. എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്ന് വേവ് ചെയ്തേ, ഒന്ന് സ്മൈൽ ചെയ്തേ, എല്ലാവരും ഒന്ന് ചിരിച്ചേ, ഒന്ന് വേവ് ചെയ്തേ. ഇഫ് ഇറ്റ്സ് ഓക്കെ, ഓക്കെ ഓക്കെ, താങ്ക് യു. എല്ലാവരും ഒന്ന് വേവ് ചെയ്തേ. ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ, നമ്മളപ്പോൾ ഇർഫാൻ ആലത്തിൻ്റെ ചാപ്റ്ററിലേക്ക് ത്രീ വീൽ റെവല്യൂഷനിലേക്ക് കിടക്കുകയാണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് റിസ്ക് ടു അച്ചീവ് യുവർ ഡ്രീംസ്. ഓക്കെ, സോ ദിസ് ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു ഓൾ. അടുത്തത്, what are your dreams in your life? How do you plan to pursue your dreams? Okay, this is also a previous year question. ഒരു പ്രീവിയസ് ഇയർ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണിത്. സോ നമുക്ക് ഇത്തരം ജനറലായിട്ട് എന്ന് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ധാരാളമായിട്ട് എക്സ്പെക്ട് ചെയ്യാം. ദിസ് 4 മാർക്ക് 6 മാർക്ക് പോർഷനിലൊക്കെ ഡയറക്റ്റ് ലിറ്ററേച്ചർ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കില്ല. ടെക്സ്റ്റ് ബേസ്ഡുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റിലെ ഒരു പോർഷൻ തന്നിട്ടുള്ള ചോദ്യമായിരിക്കില്ല. കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവലിലായിട്ട് നമ്മളുടേതായ രീതിയിൽ എഴുതേണ്ട ചോദ്യങ്ങൾ നമുക്ക് ധാരാളം എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ മൈ ഡ്രീംസ് ഇൻ ലൈഫ് ആർ ടു ബിക്കം എ ഗുഡ്, then you can fill it by yourself, and a good person. I will study hard and try to get high marks in dash according to your interest. I know that dash are the ones that make the world worthy place to live, and in with all the dash we witness today. Above all, I want to be a good person so that I can help my fellow human beings to live a life of comfort. Okay, I hope it's clear to you all. You can fill those blanks with your own words. നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് അത് ഫിൽ ചെയ്യാവുന്നതാണ്. Prepare a then blurb, BLURB, blurb on any book you read recently. It's a previous year question. കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. Any book, ഏതെങ്കിലും ഒരു പുസ്തകത്തെ blurb എല്ലാ വർഷങ്ങളിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ബ്ലർബ് റൈറ്റിംഗ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് വേവ് ചെയ്തേ. ഓർക്കുന്നുണ്ടെന്നുള്ളത് സൂചിപ്പിക്കാനായിട്ടൊന്ന് വേവ് ചെയ്തേ. എന്താണ് ബ്ലർബ് എന്ന്? ഓക്കെ, തമ്പ് കാണിക്കുകയോ വേവ് ചെയ്യോ പ്ലീസ്. എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. തീർച്ചയായിട്ടും 4 മാർക്കിനാണ് കൂടുതൽ ചോദിക്കുന്നത്. സംടൈംസ് 6 മാർക്കിനും ചോദിക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ബ്ലർബിൻ്റെ ക്വാളിറ്റീസ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് സെൽഫ്? എ ഗുഡ് ബ്ലർബ് book blurb should have the following qualities: an opening with a catchy statement. It appeals to the interest of the readers. It urges the reader to buy or read the book. It gives some information about the author, publisher, and year of publication. It should be short and dramatic. It describes in a simple, direct language where the story begins, what the circumstances are, its socio-cultural relevance, and its message. ഇത്രയും കാര്യങ്ങളാണ് ഒരു ബ്ലർബ് എഴുതാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ അതൊരു ബുക്കിൻ്റെ ടൈറ്റിൽ തന്നെ നമുക്ക് ബ്ലർബിൻ്റെ ടൈറ്റിലായിട്ട് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, സോ പിന്നെ എന്തൊക്കെയാണ് ബ്ലർബ് എന്ന് പറയുന്നത്? എന്താണ് ബ്ലർബ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നമ്മളൊരു പുസ്തകത്തിൻ്റെ ബാക്ക് കവർ ആ പുസ്തകത്തെക്കുറിച്ച് വായനക്കാരനിൽ ഇൻട്രസ്റ്റ്, ആകാംക്ഷയും താല്പര്യവും ജനിപ്പിക്കുവാൻ വേണ്ടി എഴുതുന്നതാണ്. The short description about the story or the book written on the back side of the book, that's a blurb. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെ വേണം? ഒരു ഓപ്പണിംഗ് വിത്ത് എ ക്യാച്ചി സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ കഥയിൽ നിന്ന് തന്നെ എടുക്കുന്ന ഏതെങ്കിലും രസകരമായ ഒരു ഭാഗത്തിൽ ഓപ്പൺ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എനി ക്വസ്റ്റ്യൻസ് ഓർ എനി ക്വയറീസ്? ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്യാച്ചി സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ സ്റ്റോറി തന്നെ എടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതർവൈസ് അല്ലാതെ തുടങ്ങുന്നതിലും കുഴപ്പങ്ങളൊന്നുമില്ല. ബട്ട് ഒരു രസകരമായ രീതിയിൽ ആരംഭിക്കുക. ബിക്കോസ് നമ്മളെ പുസ്തകങ്ങൾ വായിക്കുന്നവർക്ക് അറിയാം, നമ്മൾ ഒരു പുസ്തകം വായിക്കണോ എന്ന തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പുറകെ ബ്ലർബ് ഒന്ന് വായിച്ചു നോക്കും അല്ലേ? സോ ദാറ്റ്സ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബ്ലർബ് റൈറ്റിംഗ്. ഇറ്റ് അപ്പീൽസ് ടു ദ ഇൻട്രസ്റ്റ് ഓഫ് റീഡർ. അപ്പോൾ വായനക്കാരൻ്റെ ആ കഥ ഏത് ജോണറാണോ, ഏത് വിഭാഗത്തിൽപ്പെട്ട കഥയെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത്, അതിൽ ആരൊക്കെയാണോ ഇൻട്രസ്റ്റഡ് ആകുക, ആ വായനക്കാർക്ക് ഇൻട്രസ്റ്റ് ജനിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ബ്ലർബ് എഴുതുവാനായിട്ട്. ഇറ്റ് ഏർജ് ദ റീഡർ ടു ബൈ ഓർ റീഡ് ദ. അപ്പോൾ എന്താണ്, ഒരു ഡ്രമാറ്റിക് സിറ്റുവേഷനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ, അതിനെക്കുറിച്ചുള്ള ഒരു വിവരണം, ഒരു നറേഷൻ ആയിരിക്കണം നമ്മുടെ ബ്ലർബിൽ കൊടുക്കേണ്ടത്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഷോർട്ട് ആൻഡ് ഡ്രമാറ്റിക്, ദാറ്റ്സ് ഇറ്റ്. വളരെ ചെറുതായിട്ട്, സംക്ഷിപ്തമായിട്ട്, വളരെ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് അത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഇൻ എ സിമ്പിൾ ഡയറക്റ്റ് ലാംഗ്വേജ്. ഡയറക്റ്റ് ആയിട്ട് സിമ്പിൾ ലാംഗ്വേജിലാണ് ദ സർക്കംസ്റ്റൻസസ്, സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ആണ്, ആൻഡ് സോഷ്യോ കൾച്ചറൽ റെലവൻസ് ഓഫ് ദ ആൻഡ് ഇറ്റ്സ് മെസ്സേജ്, ഇതിനെക്കുറിച്ചെല്ലാം ആണ് നമ്മൾ ഇതിൽ പറയേണ്ടത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എനി ഡൗട്ട്സ് ഓർ എനി കൺഫ്യൂഷൻസ് റിഗാർഡിംഗ് ദിസ്? എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? ഒരു hope it's clear to you all. Any doubts? Okay, fine. Now compare the thoughts and feelings of Amigo brothers on the event of their fight. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ രസകരമായ മറ്റൊരു ചാപ്റ്ററാണ് ദിസ് അമിഗോ ബ്രദേഴ്സ്. എല്ലാവർക്കും ഓർമ്മയിൽ ഉണ്ടാകും അല്ലേ? ആരാണ് എഴുത്തുകാരൻ? ഹു ഇസ് ദ ഓഥർ? പിരി തോമസ്. എല്ലാവർക്കും ഓർമ്മയിൽ ഉണ്ടാകും അല്ലേ? So remember the name of the author also, P.D. Thomas. This is a story of two friends, okay, Amigo brothers, Antonio Cruz and Felix Vargas. അവരുടെ പേര് ഓർത്തിരിക്കുക. അവരുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. അവരുടെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞ് ചോദ്യങ്ങൾ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളതാണ്. ക്യാരക്ടർ സ്കെച്ചായിട്ട് ചോദിക്കാം. Antonio Cruz and Felix Vargas. Felix going to watch a movie, walking down the street. ഇത് എല്ലാം ഫൈറ്റിന് മുമ്പുള്ള രംഗങ്ങളെ കുറിച്ചാണ്. കമ്പയർ ദ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഓഫ് അമിഗോ ബ്രദേഴ്സ് ഓൺ ദ ഈവ് ഓഫ് ദെയർ ഫൈറ്റ്. Walking down the street, stayed in his own Lucy's apartment to be away from Antonio. Antonio practiced in his rooftop. He prayed for victory via a quick, clean knockout in the first round without making his best friend suffer more pain. Okay, so this the thought process. അവരുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു സംക്ഷിപ്തമായ ഒരു ആൻസറാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു കരുതുന്നു. ഓക്കെ അല്ലേ? രണ്ട് കഥാപാത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. This Antonio Cruz and Felix Vargas. Okay, fine. Now then imagine yourself to be the announcer of sports day in your school. Write a script of the announcement that you would make for any one event. Okay, ഒരു സ്പോർട്സ് ഡേയിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റിന് വേണ്ടി ഒരു അനൗൺസ്മെൻറ്റ് സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ ഇത്തരം ചോദ്യങ്ങളും നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. ദിസ് ഒരു അനൗൺസ്മെൻറ്റ് സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ്. അപ്പോൾ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ദിസ് അനൗൺസ്മെൻറ്റ് സ്ക്രിപ്റ്റ് ആകുമ്പോഴും നമ്മളതിൽ ഒരു ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അനൗൺസ്മെൻറ്റ് സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് എഴുതുവാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ start like a speech, not exactly like a speech but similar to a speech. കുറച്ച് സിമിലാരിറ്റി വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതിലെ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, പാരൻസ്, ബോയ്സ് ആൻഡ് ഗേൾസ്, നൗ ഇസ് ദ മൊമെന്റ് വി ഓൾ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ, ദ 400 meters relay race. The 4 teams are ready at the various spots. Look at their color: orange, green, yellow and white. The batons are also of the same color as their dresses. Soon the whistle will go and you will see the fastest runners of the school competing for the prize. Be ready for the breathtaking finish. I can see the referees are ready to whistle. Okay, maybe the best team win. Announcement before the
ദിസ് ഇവന്റിന് മുമ്പുള്ള ഒരു അനൗൺസ്മെന്റിന്റെ സ്ക്രിപ്റ്റാണ് നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? എനി ഡൗട്ട്സ്? അപ്പോൾ ഇവിടെ ഏത് ടെൻസിലാണ് നമ്മൾ ഈ അനൗൺസ്മെന്റ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്? കൂടുതലും ഉപയോഗിച്ചിരിക്കുന്ന ഏത് ടെൻസാണ്? പ്രസന്റ് ടെൻസ് ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ മുന്നിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നമ്മൾ കൂടുതലും പ്രസന്റ് ടെൻസ് ആണ്. ആസ് ഫാർ ആസ് പോസിബിൾ വി ആർ യൂസിങ് പ്രസന്റ് ടെൻസ്. നേരത്തെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അതിന് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? എനി ഡൗട്ട്സ്? യു ഹാവ് ഡൗട്ട്സ്? പ്ലീസ് ആസ്ക് മീ. പ്ലീസ് റേസ് യുവർ ഹാൻഡ് ഇഫ് ദർ ഇസ് എനി ഡൗട്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പ്ലീസ് റേസ് ദ ഹാൻഡ്സ്. ഓക്കെ, ഇഫ് ദർ ഇസ് നോ ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ, ദെൻ ഈ പേരുകൾ ഓർത്തിരിക്കുക. Perry Thomas' short story Amigo Brothers examines the enduring connection between Antonio and Felix, two young boxers. Antonio Cruz is one of the main characters in the Amigo Brothers. He is described as a youthful, muscular, tall, slender, Puerto-Rican male. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് അമിഗോ ബ്രദേഴ്സിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ആന്റോണിയോയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യൂത്ത്ഫുൾ, മസ്കുലർ, ടോൾ, സ്ലെൻഡർ, Puerto-Rican male. Antonio is a very motivated, devoted and enthusiastic boxer. He has innate talent and aspires to be a professional boxer. അപ്പോൾ ഈ ക്യാരക്ടർ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദിസ് ക്യാരക്ടേഴ്സ്, ഈ രണ്ടുപേരെയും ഒന്ന് താരതമ്യം ചെയ്യുവാനുള്ള ചോദ്യങ്ങൾ പ്രീവിയസ് ഇയേഴ്സ് ചോദിച്ചിട്ടുണ്ട്. എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ശരീര പ്രകൃതിയെക്കുറിച്ചൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അമിഗോ ദിസ് യൂത്ത്ഫുൾ, മസ്കുലർ, ടോൾ, സ്ലെൻഡർ ആണ് ആര്? ആന്റോണിയോ. നൗ ഫെലിക്സിനെ കുറിച്ച് പറയുന്നത് വേറെ മറ്റൊരു രീതിയിലാണ് അല്ലേ? ഈസ് his best friend and the second main character of the story. He is young, muscular Mexican man with a lean frame. Felix shares Antonio's intense love of boxing and desire to fight professionally. He is renowned for his quickness and quick reflexes in the arena. Felix is portrayed as a happy, energetic person who cherishes friendship and has a contagious zest for life. Hope it's clear to you all. എല്ലാവർക്കും ഈ രണ്ട് കഥാപാത്രങ്ങളും ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. അവരുടെ 3 റൗണ്ട്സ് അവർ എങ്ങനെയാണ് മത്സരിച്ചതെന്നും അവിടെ ആ ബോക്സിംഗ് റിങ്ങിൽ നിന്ന് അവർ ഇറങ്ങിപ്പോയ സാഹചര്യങ്ങളും എല്ലാം ഓർമ്മയിൽ വരുന്നുണ്ടാകുമെന്ന് കരുതുന്നു. നമുക്ക് അത് കൂടുതൽ വിശദമായി പിന്നീട് നോക്കാം. ഇമാജിൻ വങ്കാരി മാതായ് coming to your school to inaugurate the environmental club. As you are the secretary of the club, prepare a speech to introduce her. Now, speech തീർച്ചയായും ഒന്നിലധികം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സ്പീച്ച് ഡിഫറെൻറ്റ് സെക്ഷനിലായിട്ട് 6 മാർക്കിലും ചോദിക്കാറുണ്ട്, 8 മാർക്കിലും ചോദിക്കാറുണ്ട്, 4 മാർക്കിലും ഒക്കെ സ്പീച്ച് സെയിം പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്പീച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പീച്ചിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓർഗനൈസേഷൻ ഓഫ് ഐഡിയ. ഓക്കെ, ആദ്യം വേണ്ടത് ഒരു ഓഡിയൻസിനെ അഡ്രസ് ചെയ്യുന്ന പാട്ടുണ്ടാവണം അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ അല്ലേ? എല്ലാവർക്കും സ്പീച്ച് ആരംഭിക്കേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. അതിന് മുമ്പ് എല്ലാവർക്കും ഓർക്കുകയാണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ, ഒന്ന് സംസപ്പ് കാണിച്ചേ. ഫൈൻ, ഗുഡ്. അപ്പോൾ പിന്നീട് സ്പീച്ചിലേക്ക് കടക്കുമ്പോൾ ആദ്യം ഓഡിയൻസിനെ അഡ്രസ് ചെയ്തിട്ട് വേണം സ്പീച്ച് ആരംഭിക്കാൻ. പിന്നീട് ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ് ഒക്കെ ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വങ്കാരി മാതായെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ എന്തൊക്കെ പറയണം? അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ ടെക്സ്റ്റിൽ നമ്മുടെ 13 കഥയിലുള്ള എല്ലാ ദിസ് പോയറ്റ്സ്, ദിസ് ഓതേഴ്സ്, അവരെക്കുറിച്ചുള്ള ഒരു ബ്രീഫായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അവരെക്കുറിച്ച്. ഓക്കെ, വങ്കാരി മാതായെ കുറിച്ച് പറയുമ്പോൾ കെനിയൻ ആണെന്നുള്ള കാര്യം. ദെൻ നമ്മുടെ മാച്ച് ബോക്സിലെ ഓതർ ആരായിരുന്നു? അവരെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യങ്ങൾ, ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ കാര്യങ്ങൾ, ബംഗാളി റൈറ്റർ ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടതുണ്ട്. ഓക്കെ, ആശാപൂർണ ദേവിയെക്കുറിച്ച് പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരേണ്ടതുണ്ട്. അതുപോലെ എല്ലാ ഓതേഴ്സിനെയും കുറിച്ച് 1-2 കാര്യങ്ങളെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിനെ ബേസ് ചെയ്ത് നമുക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണ് മിനിമം കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സോ വങ്കാരി മാതായ്, എ കെനിയൻ എൻവയോൺമെന്റലിസ്റ്റ്, പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്, എ ട്രൂ ലവർ ഓഫ് നേച്ചർ who fought for its nurturing and development, Nobel Prize winner 2004, founder of Green Belt movement. ഇതൊക്കെയാണ് വങ്കാരി മാതായെ കുറിച്ച് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ദിസ് പ്രൊഫൈൽ റൈറ്റിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്പീച്ചിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു വ്യക്തിത്വമാണ് വങ്കാരി മാതായ്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ക്ലാരിറ്റി ഓഫ് പ്രസന്റേഷൻ ആൻഡ് ലാംഗ്വേജ്, ലോജിക്കൽ സീക്വൻസിങ് ഓഫ് ഐഡിയാസ്.
ഓക്കെ, ഇത്തരം കാര്യങ്ങളിലാണ് ഇവിടെ മാർക്ക് വീഴുന്നത്. ദിസ് സ്പീച്ച് hope it's clear to you all. Now, what according to Vankari Mathai is the challenge of our generation? നമ്മുടെ ജനറേഷനെ ചലഞ്ച് എന്താണെന്നാണ്. ഓക്കെ, റിസ്റ്റോറേഷൻ എന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു, അല്ലെ? ജനറേഷൻ ഓഫ് റിസ്റ്റോറേഷൻ എന്നൊക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു പോർഷനാണിത്. അക്കോർഡിംഗ് ടു Vankari Mathai, the challenge of our generation is restoring the beauty and wonder of the world by conserving our environment fostered by democracy and fraternity. ഓക്കെ, അപ്പോൾ എന്താണ് വെങ്കാരി മത്തായെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സ്പീച്ചിലാണെങ്കിലും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്ന സ്പീച്ചിലാണെങ്കിലും ദിസ് റിസ്റ്റോറേഷൻ എന്ന് പറയുന്ന വാക്കിന് അവർ കൊടുക്കുന്നൊരു പ്രാധാന്യമുണ്ട്, അല്ലേ? ദിസ് നമ്മുടെ ഈ തലമുറയെക്കുറിച്ച് പറയുന്നതും അങ്ങനെ തന്നെയാണ്, അല്ലേ? ദിസ് വി ആർ എൻടൈറ്റിൽഡ് ടു റിസ്റ്റോർ ദ നേച്ചർ എന്നൊക്കെ നമുക്ക് പറയാം. ദ ചലഞ്ച് ഓഫ് അവർ ജനറേഷൻ ഈസ് റിസ്റ്റോറിങ് ദ ബ്യൂട്ടി ആൻഡ് വണ്ടർ ഓഫ് ദ വേൾഡ്. എന്താണ് റിസ്റ്റോറേഷൻ അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, അല്ലേ? ഒന്ന് വേവ് ചെയ്ത് എല്ലാവർക്കും അറിയാമെങ്കിൽ, അല്ലേ? പഴയതുപോലെ പഴയപടിയാക്കുക എന്ന അർത്ഥത്തിൽ അല്ലേ ഉപയോഗിക്കുന്നത്, അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക, ചോദിക്കുക, ക്ലിയർ ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കോളാം, അല്ലേ? ഓക്കെ, വുമൺ ആർ ഓഫൻ ദ ഫസ്റ്റ് ടു ബിക്കം അവെയർ ഓഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യെസ്, എനി ഡൗട്ട്? ദർ ഇസ് എ ഹാൻഡ് റൈസിംഗ്. എനി ഡൗട്ട്? ആഷിഖ് ചോദിച്ചോളൂ. പറഞ്ഞോളൂ ആഷിഖ്. ഫ്രറ്റേണിറ്റി, ഒരു മിനിറ്റ്. ഡെമോക്രസി ആൻഡ് ഫ്രറ്റേണിറ്റി, ദിസ് പരമാധികാരം. ഓക്കെ, ജനാധിപത്യവും പരമാധികാരവും എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, ദെൻ നൗ can we move on to the next? Any more doubts? Okay, women are often the first to become aware of environmental damage. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രസകരമായ ഒരു ചോദ്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയായിട്ട് വന്നിട്ടുള്ളതാണ്. സൈസ് വാങ്കാരി മാതായ്, വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ? ഓക്കെ, ദിസ് വുമൻ ആർ ഓഫൻ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഉത്തരം വരുമ്പോൾ അതും നമുക്ക് വുമൻ എംപവർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ചോദ്യത്തിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. എന്താണ് ദിസ് ക്ലൈമാറ്റിക് ചേഞ്ചസിൽ വുമൻ്റെ റോൾ പറയുന്നിടത്തൊക്കെ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വാങ്കാരി മത്തായ് ഇസ് ക്വൈറ്റ് right in the case of the Kenyan women of their time because their needs were simple: firewood, clean drinking water, balanced diet, shelter and some income. But today's women are quite different and the statement can't be applied to them. They are more concerned with good life and changing fashions. Women are often the first to become aware of environmental damage. Say Vankari Mathai, what is your opinion? This is one answer. മറ്റൊരു രീതിയിൽ നമുക്കിതിനെ അപ്രോച്ച് ചെയ്യാം. വുമൻ, വാങ്കാരി മത്തായി പറയുന്നത് പോലെ തന്നെ സ്ത്രീകളുടെ ഉത്തരവാദിത്തമായിട്ട് വരുന്നത് എസ്പെഷ്യലി ഇൻ ദ അണ്ടർ ഡെവലപ്ഡ് നേഷൻസ് ഓഫ് ദ ഇന്ത്യയെ പോലെ അല്ലെങ്കിൽ അതിലും താഴെയുള്ള ഡെവലപ്പിംഗ് അല്ല അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ they are responsible to take care of the children, അല്ലേ? അപ്പോൾ കുട്ടികളുടെ ജീവിതത്തെ സൃഷ്ടിക്കുന്നതും അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവരുടെ ആഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതും സ്ത്രീകൾ തന്നെയാണ് പല അവികസിത രാജ്യങ്ങളിലും. സോ ദിസ് എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മളുടെ ഒരു രീതിയിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇല്ലേ? ദാറ്റ്സ് വൈ ഐ തിങ്ക് ദിസ് ക്വസ്റ്റ്യൻ ഹാസ് സം റിലവൻസ് ഇൻ ദ പ്രസന്റ് ടൈം ഓൾസോ. നമ്മുടെ ചുറ്റും നമ്മൾ നോക്കിയാൽ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റിൽ വന്നിരിക്കുന്ന ചേഞ്ച്, നമ്മുടെ ഇൻക്ലൂഡിങ് ദ വയനാട്ടിലുള്ള ഇൻസിഡൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ അവിടെയൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, ഇല്ലേ? ഡു യു ഫീൽ സോ? ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ പോയിന്റ്. നിങ്ങൾക്ക് പോയിന്റ് കിട്ടിയെന്ന് ഞാൻ കരുതുന്നു, അല്ലേ? സ്ത്രീകളെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്. മനസ്സിലാവുന്നുണ്ടോ? Is that clear to you? So we can expect some current issues related to this point. ഈ പോയിന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചില കറണ്ട് ഇഷ്യൂസിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. That's the significance of this line. Women are often the first to become aware of environmental damage. Okay, സ്ത്രീകളാണ് ആദ്യം പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ പോകുന്നത് എന്നത്
അതിനെക്കുറിച്ചുള്ള ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കമൻറ്റ് ഓൺ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വാങ്കാരി മത്തായ് ബേസ്ഡ് ഓൺ ദ കറണ്ട് സിനാരിയോ ഓഫ് കേരള എന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നമുക്ക് അതിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ദിസ് സ്ത്രീകൾ എങ്ങനെയാണ് വാങ്കാരി മത്തായിയുടെ ഒപ്പീനിയൻ അനുസരിച്ച് സ്ത്രീകൾ എങ്ങനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യപ്പെടുന്നത്, അവരുടെ കുട്ടികളുടെ ആഹാരം കണ്ടെത്തുവാനുള്ള സാധ്യതകൾ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് എന്ന പോയിന്റ്സ് ഒക്കെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ? ഫൈൻ. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the impact of commercial farming on rural community? Again, this is from the same chapter. ഈ ചാപ്റ്ററുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാങ്കാരി മത്തായിയുടെ ചാപ്റ്ററുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അറ്റ് ദ സെയിം ടൈം വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് കൊമേഴ്സ്യൽ ഫാമിംഗ് ഓൺ റൂറൽ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ റൈസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഡു യു ഫീൽ സോ? യെസ്, ഫൈൻ. ദാറ്റ്സ് വൈ ഐ വാണ്ടഡ് യു ടു തിങ്ക് ഇൻ ദാറ്റ് വേ. നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ സാമൂഹിക പശ്ചാത്തലവുമായി കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് കൂടി ഒന്ന് നിങ്ങൾ ആലോചിക്കുക. അത്തരം ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ഈ ചോദ്യങ്ങൾ മാറി വരും. സോ ദിസ് യു ക്യാൻ യൂസ് ദിസ് ആൻസർ. അതാണ് ഞാൻ പറഞ്ഞത്, ചോദ്യങ്ങളിലാണ് മാറ്റം വരാൻ പോകുന്നത്, ഉത്തരങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, സോ യു ഷുഡ് തിങ്ക് ഇൻ ദാറ്റ് വേ. സോ ദ ക്വസ്റ്റ്യൻ മേ കം ഇൻ എ ട്വിസ്റ്റഡ് വേ, ഇൻ എ ഡിഫറെൻറ്റ് വേ, ഇൻ ആൻ ആപ്ലിക്കേഷൻ സ്റ്റൈൽ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ സ്റ്റൈൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. Rural community depends basically on subsistence farming for their household needs. The crops they cultivated were not enough to meet their greed but their need. Those food crops fed them and supplied the fuel to burn their herds. Moreover, the wetlands on which these food crops are cultivated act like sponge. This farm field maintained the health of both the people and the planet. ഓക്കെ, സോ ആ ഒരു പോയിന്റ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് നമ്മുടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറണ്ട് അഫെയറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഈ ചോദ്യം വരുമ്പോൾ നമുക്ക് ഈ പോയിന്റ്സ് നമുക്ക് അവിടെ എടുത്തുപയോഗിക്കാൻ സാധിക്കും. ദിസ് മോർ ഓവർ ദ വെറ്റ്ലാൻഡ്സ് ഓൺ വിച്ച് ദീസ് ഫുഡ് ക്രോപ്സ് ആർ കൾട്ടിവേറ്റഡ് ആക്ട് ലൈക്ക് എ സ്പോഞ്ച്. ഓക്കെ, എന്താണ് ഒരു ജലസംഭരണി പോലെ ജലം ആഗിരണം ചെയ്തെടുക്കുന്ന ഒരു സ്പോഞ്ച് പോലെ വർക്ക് ചെയ്തിരുന്നു അല്ലേ പണ്ട് നമ്മുടെ ദിസ് ഫീൽഡ്സ്. These farm fields maintain the health of both the people and planet. നമ്മുടെ ആരോഗ്യം മാത്രമല്ല നമ്മുടെ പ്രകൃതിയുടെയും നമ്മുടെ പ്ലാനറ്റിൻ്റെയും ആരോഗ്യം കാത്തു രക്ഷിക്കുന്നതിൽ this farmland, this wetlands had a great role. When people shifted their interest towards commercial farming, it destroyed the local biodiversity and the capacity of forests to conserve water. Okay, so that's why I tried to connect it to the current scenario. നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളാണ്, കേരളത്തിൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. So the question may change, but you can use the answer. Okay, clear alle? Is that point clear to you all? So this ഈ ഭാഗങ്ങളിലൊക്കെ ഈ ചാപ്റ്ററുകൾ വാങ്കാരി മത്തായിയുടെ ചാപ്റ്റർ ആണെങ്കിലും റൈസ് എന്ന ചാപ്റ്ററിൽ നിന്നാണെങ്കിലും ഒക്കെ ഒരുപാട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ. When people shifted their interest towards commercial farming, it destroyed local biodiversity and capacity of forests to conserve water. Rural women suffered thanks to the lack of firewood, clean drinking water, balanced diet, shelter and income. Hope it's clear to you all. Any doubts? Fine. Moving to the next. Women are more vulnerable to the seasonal changes. Okay, next. കഴിഞ്ഞ ചോദ്യത്തിൻ്റെ ലോങ് ആൻസർ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കഴിഞ്ഞ ചോദ്യം വരുന്നതെങ്കിൽ നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് സ്ത്രീകളെ ഇത് അഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വുമൻ ആർ മോർ വൾനറബിൾ ടു ദ സീസണൽ ചേഞ്ചസ്. ദ സ്കോച്ചിങ് സൺ മേക്സ് ദം ഡ്രൈ ആൻഡ് ഡീഹൈഡ്രേറ്റഡ് ഈസിലി. ക്ലീൻ drinking water is compulsory for them because of their unique biological features. Moreover, this specific biological conditions make her physique demand more clean water to sanitation purpose. It's especially because of this reason she need proper nutritional diet. Women are in need of safe shelters also. Women are more concerned about satisfying the household needs. It is she who is worried when the fuel for cooking is finished. When the children cry for food, it's her heart which is pricked. So tilling on the land and thus feeding the children become her craving. Okay, I hope it's clear to you all. So this points, ഈ കാര്യങ്ങൾ maybe the question may be different. അല്പം കൂടെ ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മുടെ കറണ്ട് സിനേറിയോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിട്ട് വരാം.
സോ നമുക്ക് അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് സ്ത്രീകളെ ഇത് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. മുന്നോട്ട് പോകാം. എനി ഡൗട്ട്സ്? നെക്സ്റ്റ്, when a sapling is planted is a Nobel Prize acceptance speech of Wangari Maathai, an environmentalist from Kenya. In her speech, Maathai discusses the danger of commercial farming and her approach to sustainable development. She also explains how her upbringing in rural Kenya inspired her work. ഇപ്പോൾ വാങ്കാരി മാതായി പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അവരെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ പരിചയപ്പെടുത്തുന്ന രീതിയിലൊരു ഇൻട്രൊഡക്ഷൻ സ്പീച്ച് പറയുവാനായിട്ടുള്ള നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. എക്സ്പ്ലെയിൻ ദ ടേം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇസ് ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ needs of the present without compromising the ability of future generations to meet their own needs. This is the definition given for sustainable development. Earth has enough resources to satisfy one's need and not one's greed. Each generation has one's own right on this earth. At the same time, each generation has one's own responsibility to fulfill. Right is to enjoy the resources on the earth as fresh and natural when it was inherited from their forefathers. Responsibility is to keep it intact after their responsible demand is satisfied. Okay, നമ്മുടെ this right and responsibility കുറിച്ചാണ് പറയുന്നത്. Right is to enjoy the resource on the earth as fresh and natural when it was inherited from their forefathers. അല്ലെ, നമ്മുടെ പിതാമഹന്മാരിൽ നിന്ന് നമ്മൾക്ക് ലഭിച്ച ഈ റിസോഴ്സസ് അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുവാനുള്ള അവകാശം നമുക്കുണ്ട്. ആൻഡ് വാട്ട് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി? അവർ റെസ്പോൺസിബിലിറ്റി ഈസ് ടു കീപ് ഇറ്റ് ഇൻടാക്ട് ആഫ്റ്റർ ദ റെസ്പോൺസിബിൾ ഡിമാൻഡ് ഇസ് സാറ്റിസ്ഫൈഡ്. നമ്മുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്തപൂർണ്ണമായ ആവശ്യങ്ങൾ നിറവേറ്റിയതിനു ശേഷമുള്ളത് സംരക്ഷിക്കുക എന്നതാണ്. റെസ്പോൺസിബിലിറ്റീസ് അവർ റെസ്പോൺസിബിലിറ്റി ഈസ് ടു കീപ് ഇറ്റ് ഇൻടാക്ട്. ഓക്കെ, ക്ലിയർ? ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. നെക്സ്റ്റ്, draft a blog on the topic impact of drug abuse. ബ്ലോഗിന്റെ ഫോമാറ്റ് എല്ലാവരും ഓർക്കുന്നുണ്ടോ? വാട്ട്സ് എ ഫോമാറ്റ് ഓഫ് എ ബ്ലോഗ്? അപ്പോൾ ബ്ലോഗിന് നമ്മൾ ആദ്യം ഒരു ടൈറ്റിൽ കൊടുക്കണം, ഒരു സ്യൂട്ടബിൾ ടൈറ്റിൽ കൊടുക്കണം. പിന്നെയോ ആഫ്റ്റർ ദ ടൈറ്റിൽ വാട്ട് ഷുഡ് ബി ദെയർ? യെസ്, ദ ഡേറ്റ് ഷുഡ് ബി ദെയർ. ഡേറ്റ് ദാറ്റ് ഷുഡ് ബി റിട്ടൺ ലൈക്ക് January 5, 2025. Then the name, your name, blogger's name. Okay, should be there. Like any name you can write. Okay, if it's mentioned, if the name is mentioned in the question paper, write it. Use that name. Okay, clear അല്ലേ? ഇതാണ് ഒരു ബ്ലോഗിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ? പ്ലീസ് വേവ് യുവർ ഹാൻഡ്സ്. എല്ലാവരും എനർജറ്റിക് ആയിരിക്കുമല്ലേ? എല്ലാവരും ഫോളോ ചെയ്യുന്നില്ലേ? മനസ്സിലാകുന്നില്ല എല്ലാവർക്കും? ഓക്കെ, താങ്ക് യു. ഫൈൻ. നൗ ബ്ലോഗ് ഓൺ ഇമ്പാക്ട് ഓഫ് ഡ്രഗ് അബ്യൂസ്. ഡ്രഗ് അബ്യൂസിന്റെ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഡ്രഗ് അബ്യൂസ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ ഇത് നമ്മുടെ ഒരു കറണ്ട് സിനോറിയയിൽ കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ വളരെയധികം ഡിബേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ്. വളരെയധികം സംവദിക്കപ്പെടുന്ന ഒരു വിഷയവും കൂടിയാണ്. സോ ഡ്രഗ് അബ്യൂസിൽ നിന്ന് നമുക്ക് തീർച്ചയായും ആനുകാലിക പ്രസക്തമായ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം ബ്ലോഗ് ഓൺ ഇമ്പാക്ട് ഓഫ് ഡ്രഗ് അബ്യൂസ്. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിന് ബേസ് ചെയ്തിട്ടുള്ള ആൻസർ ആണ് നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ്. സോ ആദ്യം ഫോമാറ്റ് അനുസരിച്ച് എഴുതുക, പിന്നീട് ആശയം എന്തെല്ലാം പറയണം എന്നുള്ളതാണ് അല്ലേ. ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇറ്റ്സ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് അപ്പോൺ ദ സൊസൈറ്റി. ഹൗ ഡ്രഗ്സ് ഇഫക്ട് ദ മൈൻഡ് ആൻഡ് ബോഡി ഓഫ് മോഡേൺ യൂത്ത്സ്. ദ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇൻഫ്ലുവൻസസ് ഓഫ് drugs, the pathetic condition of a drug addict in the society. How to overcome this menace suggestions. ഈ ബുദ്ധിമുട്ടുകൾ, ഈ ദുരിതത്തെ എങ്ങനെ നമ്മൾക്ക് കടന്നു പോകാൻ സാധിക്കുമെന്നുള്ള അതിനെക്കുറിച്ചുള്ള സജഷൻസ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ബ്ലോഗാണ് നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഡ്രാഫ്റ്റ് ഇമ്പാക്ട് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൽ ഓർഗനൈസേഷൻ ഓഫ് ഐഡിയ, അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അതിൽ പറയേണ്ടതെന്നുള്ളത്. ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇറ്റ്സ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് അപ്പോൺ ദ സൊസൈറ്റി. ഡ്രഗ് അബ്യൂസ് എന്താണ്? ഡ്രഗ് അബ്യൂസ് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചത് അല്ലേ? വാട്ട് വാസ് ഡ്രഗ് അബ്യൂസ്?
എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ആ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു, ഓർക്കുന്നുണ്ടാവും. ഡ്രഗ് അബ്യൂസ് റെഫേഴ്സ് ടു ദ എക്സസീവ് ആൻഡ് ഫ്രീക്വൻറ്റ് കൺസംഷൻ ഓഫ് ഡ്രഗ്സ്. ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് പകരം അമിതമായി ഉപയോഗിക്കുന്നത് തന്നെയാണ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് ഓൺലി ദിസ് സെഡേറ്റീവ്സ് മാത്രം ഉപയോഗിക്കുന്നതല്ല, ഏത് ഡ്രഗിനെയും ആവശ്യത്തിനും പകരം അനാവശ്യമായി ഉപയോഗിക്കുന്നത് ഇറ്റ്സ് എ ഡ്രഗ് അബ്യൂസ്. ഡ്രഗ് അബ്യൂസ് റെഫേഴ്സ് ടു എക്സസീവ് ആൻഡ് ഫ്രീക്വൻറ്റ് കൺസംഷൻ ഓഫ് ഡ്രഗ്സ്. ഡ്രഗ് അബ്യൂസ് ക്യാൻ ബി several harmful effects on our mental and physical health. നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനെ അത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കൺസ്യൂമിങ് ഡ്രഗ് നോട്ട് ഓൺലി ഹാം ദ ഇൻഡിവിജ്വൽ ഹിംസെൽഫ് ബട്ട് ഓൾസോ അഫക്ട് സൊസൈറ്റി ആസ് എ ഹോൾ. അല്ലേ, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡ്രഗ് അബ്യൂസ് മൂലം നമ്മൾ ആ വ്യക്തി മാത്രമല്ല, മറിച്ച് അയാളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സമൂഹം മുഴുവൻ ബുദ്ധിമുട്ടിലേക്ക് പോകുകയാണ്. Studies have shown that people who consume drugs become addicted to it. Okay, ഡ്രഗ് അബ്യൂസിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ ആ ചാപ്റ്ററിൽ നിന്ന് തന്നെ പഠിക്കുന്നത് ദിസ് ടോളറൻസ്, അല്ലേ, ദിസ് ടോളറൻസ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. ഡ്രഗ്സ് നമ്മൾ ആദ്യം ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് വീണ്ടും അതേ അളവിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കാതെ വരുന്നു. ദാറ്റ്സ് ഡ്രഗ് ടോളറൻസ്. എല്ലാവരും ഓർക്കുന്നുണ്ടാവും ഇല്ലേ? ഓർക്കുന്നില്ലേ? ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതും പഠിച്ചതും എല്ലാം ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഇല്ലേ? ഒന്ന് വേവ് ചെയ്ത്, ഹാൻഡ്സ് വേവ് ചെയ്ത്, എല്ലാവരും എനർജറ്റിക് ആയിട്ടിരിക്കുമല്ലേ? എല്ലാവരും ശ്രദ്ധിക്കുമല്ലേ? Are you all listening? Fine, good. Studies have shown that people who consume drugs become addicted to it. That's the biggest issue. This addiction turns into substance abuse, resulting self-damage, behavior changes, mood swing, unnecessary weight loss, and several other health issues. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്കും ഇത് നമ്മുടെ ശാരീരികവും മാനസികവുമായ ധാരാളം പ്രശ്നങ്ങളിലേക്ക് നമ്മളെ തള്ളിയിടുകയാണ് ചെയ്യുന്നത്. One of the most serious consequences of drug abuse is poor health. Regular drug consumption can result in addiction, organ damage, and even death. Opioids, cocaine, methamphetamine usage can lead to long-term brain damage, heart issues, weakened immune system. Okay, long-term brain damage, heart issues, weakened immune system. ഈ പോയിന്റ്സ് ഒക്കെ പ്രത്യേകമായിട്ട് ഓർമ്മയിലിരിക്കുക അല്ലേ? ദിസ് ഹൃദയത്തിനെയും മസ്തിഷ്കത്തെയും ആൻഡ് ദിസ് ഇമ്മ്യൂൺ സിസ്റ്റത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നു. ദ ഡ്രഗ്സ് ഇമ്പാക്ട് ഓൺ സൊസൈറ്റി ഈസ് ഫ്രൈറ്റനിങ്. ഇറ്റ് ക്യാൻ ഹാവ് എ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ അവർ റിലേഷൻഷിപ്സ് ആൻഡ് കരിയർ ആസ് വെൽ ആസ് cause financial insecurity. Drug abusers can also engage in criminal activity, like financial insecurity, criminal activity, increasing crime rates and burdening justice system. Families of drug users often suffer from emotional distress. മറ്റൊരു വലിയ ഒരു പ്രശ്നമാണ് ദിസ്. ആരെങ്കിലും ഡ്രഗ് അബ്യൂസേഴ്സ് ആയിട്ടുള്ള ഒരു കുടുംബം, they have to സിവിയർ മെൻ്റൽ ട്രോമയിലൂടെ ആയിരിക്കും ആ കുടുംബം മുഴുവൻ കടന്നു പോകേണ്ടി വരിക. Hope it's clear. Preventing and addressing drug abuse requires education and awareness. Okay, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് along with strong community support. Okay, this education awareness along with strong community support എന്ന പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക. എങ്ങനെയാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളത് individuals can recover and live healthier, more productive lives if they raise awareness and receive proper treatment. ഇപ്പോൾ ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആവശ്യമുള്ള ഒന്നാണ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ആസ് വെൽ ആസ് അവയർനെസ്. കെയർ ഇസ് റിക്വയർഡ്, കമ്പാഷൻ ഇസ് റിക്വയർഡ്. ഓക്കെ, so that's why it's a strong community support is required. Okay, clear? Is it clear to you all? Any doubts? Fine. Sorry. Why do people believe in drugs? Another previous year question ആണ്. This is 2 mark question ആയിട്ട് വന്നിരിക്കുന്നതാണ്. People believe in drugs because they think that any sickness of body and mind can be healed by taking a pill. ഓക്കെ, അത് ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റിൽ നിന്നുള്ള ആൻസർ ആണ് അതിന് എക്സ്പെക്ട് ചെയ്യുന്നത്. പീപ്പിൾ ബിലീവ് ഇൻ ഡ്രഗ്സ് ബിക്കോസ് ദേ തിങ്ക് ദാറ്റ് എനി സിക്നസ് ഓഫ് ബോഡി ആൻഡ് മൈൻഡ് ക്യാൻ ബി ഹീൽഡ് ബൈ ടേക്കിംഗ് എ പിൽ. അല്ലേ, നമ്മുടെ പൊതുവിലുള്ള ഒരു ധാരണയാണ് തലവേദന വന്നാൽ ഏതെങ്കിലും ഒരു മരുന്ന് ഉപയോഗിച്ചാൽ അതങ്ങ് മാറും എന്ന ധാരണ അല്ലേ? ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. എനി ഡൗട്ട്സ്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. എന്തെങ്കിലും? Okay, hope it's clear to you all. Then, what is the danger of over-dependence of drug or over-dependence on drug?
When people become over-dependent on drugs to solve their problems, they lose their capacity. This is also directly from the textbook text in the directed over-dependence. When people become over-dependent on drugs to solve their problems, they lose the capacity to deal with life situations through perseverance, self-discipline, and mental effort. ഓക്കെ, എന്താണ് നമ്മൾക്ക് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ, പ്രതിബന്ധങ്ങളെ നേരിടുവാനായിട്ടുള്ള സെൽഫ് ഡിസിപ്ലിനിലൂടെ, പെർസിവറൻസിലൂടെ, മെൻ്റൽ എഫേർട്ടിലൂടെ നേരിടുവാനായിട്ടുള്ള നമ്മളുടെ ശക്തി ഇല്ലാതാകുകയാണ്. സം പീപ്പിൾ തിങ്ക് ഇറ്റ്സ് ഫൂളിഷ് ടു എക്സ്പെൻഡ് എനർജി ഓൺ സോൾവിങ് എ പ്രോബ്ലം ആൻഡ് ദർ ഇസ് ആൻ ഈസി വേ ഔട്ട്. അല്ലേ, ലളിതമായൊരു മാർഗമുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് കഷ്ടപ്പെടുന്നത് എന്നൊരു ചിന്ത സാധാരണമായി ഉണ്ടാകാറുണ്ട്. അല്ലേ, ദ പ്രോബ്ലം, വാട്ട് ഇസ് ദ പ്രോബ്ലം വിത്ത് ദിസ് ഡ്രഗ് അബ്യൂസ്? ബിക്കോസ് ദിസ് ടോളറൻസ്, ശരീരത്തിന് ഒരു ടോളറൻസ് ഏത് ഡ്രഗിനോടാണെങ്കിലും, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഡ്രഗിനോടാണെങ്കിലും ശരീരത്തിന് അതൊരു ടോളറൻസ് ഉണ്ടാകും എന്നതാണ് അതിലെ ഒരു വിഷയം. അനാവശ്യമായ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത് ഡോക്ടേഴ്സ് പറയാറുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ആൻഡ് യു ഹാവ് ടു ഫോളോ ദ സ്ട്രിക്റ്റ് this instruction of a doctor when you take antibiotics, simple antibiotics. നമ്മൾ പനിക്ക് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് പോലും ശരീരത്തിന് ടോളറൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് അനാവശ്യമായത് ഉപയോഗിക്കരുത്, അത് ആവശ്യത്തിന് വേണ്ടി കരുതി വെക്കണമെന്ന് ഡോക്ടേഴ്സ് നിങ്ങളോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇല്ലേ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമോ? ഉണ്ടെങ്കിലൊന്ന് വേവ് ചെയ്തേ. സോ ദാറ്റ്സ് എ ഇഷ്യൂ ഹിയർ, ദാറ്റ്സ് ദ പ്രോബ്ലം. അല്ലേ, അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല എങ്കിൽ നമുക്ക് ആ പാത്തിലൂടെ പോകാമായിരുന്നു. ബട്ട് വി കനോട്ട് ചൂസ് ദാറ്റ് ബിക്കോസ് അവർ ബോഡി ഹാസ് ദിസ് എബിലിറ്റി. ഓക്കെ, I hope it's clear to you all. Go through the excerpts given below and answer the questions given below. A drug user carving for drug continues, but he feels less and less satisfaction. This is also a previous year question. His brain, yes, this ഈ പാർട്ടാണ് ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. This brain pleasures reflex seems to be weakened by artificial stimulation. In several addiction, the pleasure mechanism fails to respond to drug stimulation. അല്ലേ, ആ ഭാഗം അത് ക്ലിയറായി മനസ്സിലായിട്ടുണ്ടല്ലോ എല്ലാവർക്കും? എന്താണ് നമ്മുടെ തലച്ചോറിന് ആ സ്റ്റിമുലേഷൻ കിട്ടാതെ വരുന്ന ഇഷ്യൂ, ദാറ്റ്സ് എ പ്രോബ്ലം. ഓക്കെ, ഓഫ് സബ്സ്റ്റൻസ് അബ്യൂസ്, ഡ്രഗ് അബ്യൂസിൽ ഡ്രഗ് യൂസസ് കാവിങ് ഫോർ ദ ഡ്രഗ് കണ്ടിന്യൂസ്. വൈ? എന്തുകൊണ്ടാണ് ഡ്രഗ് അബ്യൂസേഴ്സിന് അത് വീണ്ടും വീണ്ടും കിട്ടണമെന്ന ചിന്ത വർദ്ധിക്കാനുണ്ടാകുന്ന കാരണം? ബിക്കോസ് ഹിസ് ബ്രെയിൻസ് പ്ലഷർ റിഫ്ലെക്സ് സീംസ് ടു ബി awakened by artificial stimulations. In the next, what is the danger of severe addiction? In severe addiction, mechanism fails to respond to drug stimulation. It's there in the paragraph. ആ പാരഗ്രാഫിൽ തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമുണ്ട്. തേർഡ് വൺ, വാട്ട് ഡസ് ദ വേർഡ് സ്റ്റിമുലേറ്റ് ഹിയർ മീൻസ്? സ്റ്റിമുലേറ്റ് എന്ന് പറയുന്നത് അഡിക്ഷൻ ആണോ, വർക്കാണോ, ഇൻഡ്യൂസ് ആണോ, സെഡേറ്റ് ആണോ? സെഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? വാട്ട് ഈസ് സെഡേഷൻ? സെഡേഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഓക്കെ, ദിസ് ഡ്രഗ്സ് ആക്ട്സ് ആസ് സെഡേറ്റീവ്സ് എന്നൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സ്റ്റിമുലേറ്റ് എന്നതിൻ്റെ അർത്ഥം ഇൻഡ്യൂസ് എന്നാണ്. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. നെക്സ്റ്റ്, say no to drugs and drinks. Write a small paragraph explaining the message of the caption. Again, this is a previous year question. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ അല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഇതേ ചോദ്യം തന്നെയാണ് എന്നല്ല, ബട്ട് ഇതേ ഉത്തരം വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ തീർച്ചയായും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദിസ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് തീർച്ചയായും ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബിക്കോസ് ഓഫ് ദ കറണ്ട് സിനാരിയോസ്, ഇപ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് ഇത്തരം ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് തീർച്ചയായും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ബി റെഡി ഫോർ ദാറ്റ്. അതിൽ നമുക്ക് ഈ ഉത്തരങ്ങളൊക്കെ നമുക്ക് അതിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, സേ നോ ടു ഡ്രഗ്സ് ആൻഡ് ഡ്രിങ്ക്സ്. ദ പ്രോബ്ലം ഓഫ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അഡിക്ഷൻ ഹാസ് ബിക്കം എ സീരിയസ് menace threatening the future of especially our youth. Sensual drugs and alcoholic drinks play havoc with the body and mind of their users. The drug and alcoholic addicts experience sensory deprivation. They feel physical discomfort and they are personality changes in them. They often feel depressed. They fail to respond either to their environment or to other people. Their mental disturbance can be like paranoia. Okay, അവിടെ ഡ്രഗ് അബ്യൂസിലെ പ്രശ്നങ്ങൾ വേറെ കുറച്ച് പ്രോബ്ലങ്ങൾ കൂടി ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യും. Their mental disturbances are like paranoia. They fail to respond to their environment or to other people. അവരുടെ എൻവയോൺമെന്റ്, അതുപോലെ തന്നെ ചുറ്റുപാടുകളോടും മറ്റു വ്യക്തികളോടും അവർ റെസ്പോണ്ട് ചെയ്യുന്നതിൽ അവർക്ക് സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങളിലേക്ക് അവർ വീഴുകയാണ് ചെയ്യുക. ദ അഡിക്ട്സ് നോ ദേ ഹാവ് എ പ്രോബ്ലം. അവർക്ക് നമ്മുടെ ചാപ്റ്ററിൽ ഇതേ പോയിന്റ്സ് പറയുന്നുണ്ട്. അഡിക്ട്സ് നോ ദേ ഹാവ് എ പ്രോബ്ലം. സ്വയം ഒരു പ്രശ്നമുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ബട്ട് ദേ കാൺ സോൾവ് ഇറ്റ്. അവർക്കത് സ്വയം സോൾവ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു.
drugs and alcoholic drinks causes hair fall, and the addicts can easily catch diseases like pneumonia, tuberculosis, malnutrition and weight loss. Okay, this അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലാകുകയും ഇത്തരം ഏത് രോഗങ്ങൾ സിവിയർ ആയിട്ടുള്ള ദിസ് ഡിസീസസ് ലൈക്ക് ട്യൂബർക്യുലോസിസ്, ന്യൂമോണിയ, മാൽന്യൂട്രീഷൻ, വെയിറ്റ് ലോസ് ഇത്തരം രോഗങ്ങൾക്ക് അവർ പെട്ടെന്ന് കീഴ്പ്പെടുകയും ചെയ്യുന്നു. ഓവർഡോസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ ക്യാൻ കോസ് റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് ഫെയിലിയർ. അതാണ് ആൽക്കഹോളിൻ്റെയും ഡ്രഗ്സിൻ്റെയും ഓവർഡോസ് മൂലം കാർഡിയാക് ഫെയിലിയർ പോലുള്ള സഡൻ ഡെത്തിലേക്ക് പോകുന്ന റെസ്പിറേറ്ററി ഫെയിലിയേഴ്സിനും കാർഡിയാക് ഫെയിലിയറിനും കാരണമായി അങ്ങനെ ഉൾപ്പെടുന്നതിനുള്ള മരണത്തിലേക്കും അത് കാരണമാകുന്നു. Overdose of drugs and alcohol can cause respiratory and cardiac failure and result even in death. It is easy to start any bad habit, but it will be difficult to stop it. So say no to drugs and alcoholic drinks. Okay, hope it's clear to you all. Any doubts about this? Any doubts? Okay, moving on. Fine. സോ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ്. സെമിനാർ പേപ്പർ 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ സെമിനാർ പേപ്പർ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. ഡ്രഗ് അബ്യൂസിൻ്റെ ചാപ്റ്ററിൽ നിന്ന് ഒരു സെമിനാർ പേപ്പറൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് ആൻഡ് സെമിനാർ പേപ്പർ കുറച്ചുകൂടെ ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴും ചോദിക്കാറില്ല. ഒരു ടഫ് പേപ്പറിലാണ് കൂടുതലും സെമിനാർ പേപ്പർ പോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. എന്നാലും ഒന്ന് പ്രിപ്പയർ ചെയ്തിരിക്കണം, അതിൻ്റെ ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം കേട്ടോ. എല്ലാവരും ആ ടെക്സ്റ്റ് ബുക്കിലെ പേജ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ദിസ് ഇസ് ദ ഫോർമാറ്റ്. ടൈറ്റിൽ ബ്രീഫ്, ക്യാച്ചി ആൻഡ് ഇഷ്യൂ ഫോക്കസ്ഡ് ആയിട്ടുള്ള സെമിനാർ പേപ്പർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഹയർ ലെവലായിട്ട് ഒരു അക്കാഡമിക് ലെവൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് അതേ രീതിയിൽ ഫോളോ ചെയ്യേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുകയുള്ളൂ. വരികയാണെങ്കിൽ സെമിനാർ പേപ്പർ ഇറ്റ്സ് 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരികയുള്ളൂ. സോ ഓപ്ഷൻ ഉണ്ടാകും ഉറപ്പായിട്ടും. ഒരു സ്പീച്ച്, ഒരു പോയം, ഒരു സെമിനാർ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ സ്പീച്ച്, ലെറ്റർ, പോയം അങ്ങനെ ആയിരിക്കും. സെമിനാർ എല്ലായ്പ്പോഴും വരണമെന്നില്ല. ടഫ് ആയിട്ടുള്ളൊരു പേപ്പറിലാണ് സെമിനാർ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ. സ്റ്റിൽ ബി റെഡി ഫോർ ദാറ്റ്. അതിനും തയ്യാറായിരിക്കും. അതിൻ്റെ ഫോർമാറ്റ് എല്ലാവരും അബ്സ്ട്രാക്റ്റ് കൊടുക്കുക. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ബ്രീഫ് ഗിസ്റ്റ് ഓഫ് ദ പേപ്പർ പ്രസൻറ്റഡ്. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ടൈറ്റിൽ കഴിഞ്ഞാൽ അടുത്തത് അബ്സ്ട്രാക്റ്റ് ആണ്. അബ്സ്ട്രാക്റ്റിൽ പ്രോബ്ലം സ്റ്റഡീഡ്, ദ മെത്തേഡ് യൂസ്ഡ് ഫോർ ദ സ്റ്റഡി, ദ മെയിൻ റിസൾട്ട്സ് ആൻഡ് ഫൈൻഡിങ്, ഇത്തരം കാര്യങ്ങൾ അബ്സ്ട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് വരണം. പിന്നീടുള്ളത് ടെക്സ്റ്റ്. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ടെക്സ്റ്റ് എന്നാണ്. ദാറ്റ്സ് ദ ബോഡി പാർട്ട് എന്നൊക്കെ നമുക്ക് പറയാം. അവിടെ ഇൻട്രൊഡക്ഷൻ ടു ദ കോണ്ടന്റ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടോപ്പിക്, കോസസ്, ഇഫക്ട്സ് ആൻഡ് കൺക്ലൂഷൻ, റിലവൻസ് ഓഫ് ദ ടോപ്പിക്, ഇൻഫോർമേഷൻ കളക്റ്റഡ് ഫ്രം ജേർണൽസ്, ലെക്ചേഴ്സ്, നോട്ട്സ്, ഇന്റർനെറ്റ് സ്റ്റഡീസ് എക്സെട്ര, സജഷൻസ് ആൻഡ് സൊല്യൂഷൻസ്. അതാണ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ബോഡി ഓഫ് ദ സെമിനാർ. സെമിനാറിൽ നമ്മൾ അതിൻ്റെ മെയിൻ കോണ്ടന്റ് പാർട്ടിൽ നമ്മൾ പറയുന്നത്. ആൻഡ് കൺക്ലൂഡിങ്ങിൽ, എൻഡിങ്ങിൽ റെഫറൻസസ്, ഏതെല്ലാം സോഴ്സിൽ നിന്നാണ് നമ്മൾ ഈ സെമിനാർ പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുള്ളത് അതുകൂടെ റെഫറൻസ് ആയിട്ട് പറയണം. ദിസ് തിങ്സ് ഷുഡ് ബി ദെയർ. ദിസ് ഇസ് എ പാർട്ട് ഓഫ് ദ സെമിനാർ പേപ്പർ. അതിൻ്റെ ഒരു ഫോർമാറ്റിൻ്റെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഫൈൻ. Honesty is the best policy which you will always be rewarded. Substantiate the statement based on your understanding of the character Robert Baldwin. Now, റോബർട്ട് ബാൽവിനെ ഓർക്കുന്നുണ്ടോ? റോബർട്ട് ബാൽവിൻ ആരാണ്, എവിടെയാണ്, എങ്ങനെയാണ് കണ്ടത് റോബർട്ട് ബാൽവിനെ? യെസ്, വേവിങ്. യെസ്, പറഞ്ഞോളൂ. റോബർട്ട് ബാൽവിൻ എവിടെയാണ്? ആദർശ് പറഞ്ഞോളൂ. യെസ്, യെസ്, വൺ ആക്ട് പ്ലേ അല്ലേ, ഏകാംഗ നാടകം, നമ്മുടെ വൺ ആക്ട് പ്ലേയിൽ ദ അവർ ഓഫ് ട്രൂത്ത്സിൽ റോബർട്ട് ബാൽവിൻ ഉണ്ട്. റോബർട്ട് ബാൽവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അത് ഒന്ന് പരിചയപ്പെട്ടിരിക്കുക. റോബർട്ട് ബാൽവിനെ കുറിച്ച് ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. നമ്മുടെ ദ അവർ ഓഫ് ട്രൂത്തിലെ സെൻട്രൽ ക്യാരക്ടറാണ്, മെയിൻ ഹീറോയാണ്. എല്ലാവരും ഓർക്കുന്നില്ലേ റോബർട്ട് ബാൽവിനെ? ഒന്ന് വേവ് ചെയ്തേ, ഒന്ന് ചിരിച്ചേ. എല്ലാവർക്കും എന്താ ഒരു സന്തോഷം ഇല്ലാതിരിക്കുന്ന? എല്ലാവരും ഒന്ന് ചിരിച്ചേ, വേവ് ചെയ്തേ. ഓർക്കുന്നില്ലേ? എല്ലാം ഓർമ്മയിലേക്ക് വരുന്നില്ലേ പെട്ടെന്ന് തന്നെ? Fine, good, thank you. Fine, character sketch of Robert Baldwin. This comprehensiveness of the character traits in Robert Baldwin's relevance of the trait discovered. Honesty, soft-spoken, dedicated and loving family man, upholds to his values even while facing the adverse situations of life, rewarded for his sincerity and honesty, organization of ideas. അപ്പോൾ ഇത് ഞാൻ ആ ക്യാരക്ടർ സ്കെച്ചിൻ്റെ ഒരു ജസ്റ്റ് ഒരു
ഔട്ട്ലൈൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ അതിൽ വേണമെന്നുള്ളത്. ക്യാരക്ടറിസ്റ്റിക്സ് ചിലപ്പോൾ അതിൽ റിലവൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ട്രെയ്റ്റ്സ്, അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ, സ്വഭാവ സവിശേഷതകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ലൈക്ക് ഓണസ്റ്റി ഈസ് ദെയർ അബൌട്ട് ബാൽവിൻ. അദ്ദേഹം വളരെ ഓണസ്റ്റ് ആയിട്ടുള്ളൊരു മാനാണ്, സോഫ്റ്റ് സ്പോക്കൺ ആണ്, അല്ലേ. ദെൻ dedicated and loving family man, and then dedicated to his work he was dedicated, to his family he was dedicated. Then uphold his values even while facing the adverse situations of life. ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും അദ്ദേഹം തൻ്റെ മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ചിരുന്നു. ദെൻ റിവാർഡ്സ് ഫോർ ഹിസ് സിൻസിയാരിറ്റി ആൻഡ് ഓണസ്റ്റി. അവസാനം അന്ത്യത്തിൽ അദ്ദേഹത്തിന് തൻ്റെ പ്രവൃത്തികൾക്ക് ഹി വാസ് റിവാർഡഡ്, അല്ലേ. അദ്ദേഹത്തിന് ഒരു നന്മ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു. ബാൽവിൻ്റെ കഥ എല്ലാവരും ഓർക്കുന്നുണ്ടാവില്ലേ? ഇല്ലേ? ഓക്കെ, ഫൈൻ, നമുക്ക് മുന്നോട്ട് പോകാം. ക്യാരക്ടേഴ്സ്, ദ മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് ദിസ് വൺ ആക്ട് പ്ലേ: റോബർട്ട് ബാൽവിൻ, our hero, then Martha his wife, John his son, and Evie his daughter, Marshall and a mate. These all are the main characters in this story. Okay, നമുക്ക് കഥ ഒന്ന് പെട്ടെന്നൊന്ന് റിവൈൻഡ് ചെയ്ത് വരാം. The Hour of Truth by Percival Wilde is about Robert Baldwin who's offered money to lie in court but refuses. അല്ലേ, റോബർട്ട് ബാൽവിൻ എന്ന് പറയുന്ന നമ്മുടെ സെൻട്രൽ കഥാപാത്രം, അദ്ദേഹത്തിന് കള്ളം പറയുവാൻ വേണ്ടി, കള്ളം പറയണം എന്ന് പോലുമില്ല, സത്യം പറയാതിരുന്നാൽ മാത്രം മതി എന്നാണ് പറയുന്നത്, അല്ലേ. അതിനുവേണ്ടി പണം ഓഫർ ചെയ്യുകയാണ്. ദ പ്ലേ എൻഡ്സ് വിത്ത് റോബർട്ട് ബാൽവിൻസ് ഫാമിലി ബീയിങ് ഓണർഡ് ഫോർ ഹിസ് ഓണസ്റ്റി. പക്ഷേ അദ്ദേഹം സത്യം, അറിയാവുന്ന സത്യം മുടിവെക്കില്ല എന്ന തീരുമാനമെടുക്കുന്നു. അതിനോട് അദ്ദേഹം അവസാനം റിവാർഡഡ് ആകുന്നു. Robert Baldwin is offered money to lie in court but he refuses. Robert Baldwin is sad and calls his family shams, liars, hypocrites and thieves. അദ്ദേഹത്തിൻ്റെ കുടുംബം അവസാനം വരുമ്പോഴേക്കും അവർ എന്താ പറയുക, they had a double stand, അല്ലേ. അവർക്കൊരു രണ്ട് മനസ്സായിരുന്നു. ഇത് ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല, കാരണം ആ മനുഷ്യൻ അത്ര വലിയ തെറ്റുകാരൊന്നുമല്ല, അദ്ദേഹത്തിനൊരു തെറ്റ് സംഭവിച്ചതാണ് എന്ന രീതിയിലേക്ക് അവർ വരികയാണ്. സോ യു ഹാവ് ടു സപ്പോർട്ട് ഹിം. ഇത്രയും കാലം ആ വ്യക്തിയോടൊപ്പം ചെലവഴിച്ചതാണ്. മാർഷൽ, the president of the Third National, arrives and tells Robert Baldwin's family that Robert Baldwin was a good person, awaiting him in the Third National. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഒരു മികച്ച ജോലി ലഭിക്കുകയും ചെയ്തുകൊണ്ടാണ് കഥ ഒരു സന്തോഷപൂർണ്ണമായ പര്യവസാനത്തിലാണ് എത്തുന്നതെങ്കിലും there is some double stands there in അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. അല്ല, ബാൽവിൻ്റെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ആണ് കഥ അവസാനിപ്പിക്കുന്നത്. ഐ ഹോപ്പ് പെർസിവൽ വൈൽഡ് കഥ അവസാനിപ്പിച്ചിരിക്കുന്നത് ഓർക്കുന്നുണ്ടാവും എല്ലാവരും. ആ രംഗം, അല്ലേ. നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് ആ വാർത്ത അംഗീകരിക്കുന്നത്. മിസ്റ്റർ മാഷൽ is impressed by Robert Baldwin's honesty. As the play ends, Mr. Marshall tells Robert Baldwin's family how highly he honors and respects Robert Baldwin. Okay, കഥ ഒന്ന് പെട്ടെന്നൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഹോപ്പ് യു ഓൾ റിമെമ്പർ ഇറ്റ്. എല്ലാവർക്കും ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടെന്ന് കരുതിക്കോട്ടെ. ഓക്കെ, ഫൈൻ, ഗുഡ്. Prepare a write-up on the satirical elements of the poem Rice. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ രസകരമായ കവിതയാണ് റൈസ്. എല്ലാവർക്കും ഇഷ്ടമുള്ള കവിതയാണ്. ചിലരെങ്കിലും അതിൻ്റെ മലയാളം വേർഷൻ വായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതിക്കോട്ടെ. റൈസ് നമുക്ക് തീർച്ചയായും എക്സ്പെക്റ്റ് ചെയ്യാം. നല്ല മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്നുണ്ടാകുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മിനിമം ഒരു 6 to 8 മാർക്സ് മിനിമം ഈ ചാപ്റ്ററിൽ നിന്നുണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ഒരു ക്വസ്റ്റ്യൻ ആയിട്ടല്ല, പല ക്വസ്റ്റ്യൻ ആയിട്ടെങ്കിലും ഈ 6 to 8 മാർക്സ് എങ്കിലും ഈ ചാപ്റ്ററിൽ നിന്ന് വരും എന്ന് നമുക്ക് കരുതാവുന്ന ഒരു ചാപ്റ്ററാണ് ദിസ് റൈസ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ആവണമെന്നില്ല, അതിൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും വരാം. ലൈക്ക് ദിസ് എൻവയോൺമെൻറ്റൽ സിറ്റുവേഷനെ കുറിച്ചൊക്കെ ചോദിച്ച് വരുമ്പോഴും അതിൽ വെങ്കാരി മത്തയുടെ അതുപോലെ തന്നെ റൈസിൽ പറയുന്ന ചില പോയിന്റ്സ് നമുക്കെടുത്ത് പറയാം, അല്ലേ. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കരുതിക്കോട്ടെ. കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകണ്ടല്ലോ, നമുക്ക് ഇതിലേക്ക് ആൻസറിലേക്ക് പോരട്ടെ. ഈ ആൻസർ ഡിസ്കസ് ചെയ്ത് പോകാം, അല്ലേ. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തോളൂ. ഓക്കെ, ഫൈൻ. സോ ദിസ് സറ്റേറിക്കൽ എലമെന്റ്, സറ്റയർ ഈ കവിതയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലെ ആക്ഷേപഹാസ്യം. സറ്റയർ ഒരു ഹ്യൂമർ ആൻഡ് സറ്റയർ ആണ് ഈ കവിതയുടെ ഏറ്റവും മർമ്മം, അല്ലെങ്കിൽ അതിൻ്റെ രസം, അതിൻ്റെ സ്പിരിറ്റ് ഓഫ് ദിസ് പോയം ഇസ് ദ സറ്റയർ. ഓക്കെ, നമുക്ക് നോക്കാം. Satirical element of the poem Rise. The flowing points can be considered. Comprehensiveness of the content. Then the clash between expectation and reality depicted by the poet. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ പോയം എങ്ങനെയാണ് യാഥാർത്ഥ്യത്തെയും ദിസ് എക്സ്പെക്റ്റേഷൻ, പ്രത്യാശയെയും അല്ല പ്രതീക്ഷയെയും
എങ്ങനെയാണ് ഈ കവിതയിൽ വരച്ചിട്ടിരിക്കുന്നത് എന്നുള്ളത്. എക്സ്പെക്ടേഷൻ, ദ സ്ലാഷ് ബിറ്റ്വീൻ എക്സ്പെക്ടേഷൻ ആൻഡ് റിയാലിറ്റി. ദെൻ blind chase behind making quick profits, ignorant about the impending disaster. അല്ലേ, ആ ഒരു പോയിന്റ് അതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്ത് നമ്മുടെ റിലവൻറ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പരിചയപ്പെട്ടുള്ള പല ക്വസ്റ്റ്യൻസിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അതിൽ ഈ കവിതയിൽ പറയുന്നുണ്ട്. ബ്ലൈൻഡ് ചേസ് ബിഹൈൻഡ് മേക്കിംഗ് ക്വിക്ക് പ്രോഫിറ്റ്, ഇഗ്നറൻറ്റ് അബൌട്ട് ദ ഇംപെഡിങ് ഡിസാസ്റ്റർ. അല്ലേ, ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് എന്ന ഒരു പോയിന്റ് ഈ കവിതയിൽ നമ്മുടെ മുന്നിൽ എഴുതി വെക്കുന്നുണ്ട്. The foolish change of mind in the farmers and the government to replace all food crops with cash crops for easy money. പെട്ടെന്ന് പണം ഉണ്ടാക്കുവാൻ വേണ്ടി ദിസ് ക്യാഷ് ക്രോപ്സ് വെച്ച് ദിസ് റൈസ് അങ്ങനെയുള്ള നമ്മുടെ പരമ്പരാഗതമായി ഉള്ള കൃഷി രീതിയെല്ലാം മാറ്റി ദിസ് ക്യാഷ് ക്രോപ്സിന് പിന്നാലെ പോകുന്നതിലെ ഒരു മണ്ടത്തരം, അതിനെക്കുറിച്ചും അദ്ദേഹം ഒരു ആക്ഷേപഹാസ്യത്തിൻ്റെ ഒരു രസത്തോടു കൂടി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആൻ ഇനവിറ്റബിൾ കോൺസിക്വൻസ് ഓഫ് ദിസ് മാഡ്നസ് റിസൾട്ട് ഇൻ എ സോഷ്യൽ ട്രാജഡി. ഇതിൻ്റെ പര്യവസാനം ഇറ്റ്സ് എ സോഷ്യൽ ട്രാജഡി എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ദിസ് ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ്. ഈ ആശയങ്ങൾ റൈറ്റപ്പ് ആണ്. റൈറ്റപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് നോട്ട് ലൈക്ക് ആൻ എസ്സേ ഓർ എ ഓൾമോസ്റ്റ് സെയിം, ബട്ട് ദ ഡിഫറൻസ് ഇസ് റൈറ്റപ്പ് കുറച്ചുകൂടെ ഒന്ന് സബ്ജക്റ്റീവായിട്ട്. ഓക്കെ, നമ്മൾ വായിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയെന്നുള്ളത് പ്രകാശിപ്പിക്കുവാൻ കുറച്ചുകൂടെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് റൈറ്റപ്പിലുണ്ട്. ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റപ്പ് ആൻഡ് എസ്സേ. ഇതേ ചോദ്യം ഒരു എസ്സേ ആയിട്ട് എഴുതുമ്പോൾ കുറച്ചുകൂടെ ഒബ്ജക്റ്റീവായിട്ട്, കുറച്ചുകൂടെ യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയുമ്പോൾ, ഒരു റൈറ്റപ്പായിട്ട് എഴുതുകയാണ് എങ്കിൽ നമുക്കത് കുറച്ചുകൂടെ സബ്ജക്റ്റീവായിട്ട് നമുക്കത് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമുക്ക് ഉത്തരം എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ ടു ഓൾ? യെസ്, താങ്ക് യു. പ്ലീസ് വേവ് യുവർ ഹാൻഡ്സ് ഇഫ് ഇറ്റ്സ് ക്ലിയർ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു ഓക്കെ, ഫൈൻ. നൗ മൂവിങ് ടു ദ നെക്സ്റ്റ്. ഓക്കെ, ചെമ്മനം ചാക്കോ. നമ്മുടെ ഈ കവിത എഴുതിയത് ചെമ്മനം ചാക്കോയാണ്. ഇസ് എ മാസ്റ്റർ സാറ്ററിസ്റ്റ് ഹു യൂസസ് ഹിസ് വേർഡ്സ് ടു പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ ഈവിൽസ് ഓഫ് ദ സൊസൈറ്റി. ഹി ഓൾവേസ് പോക്ക് ഫൺ അറ്റ് അവർ ഓൺ മിസ്റ്റേക്സ്. ഈ കവിതയിലും അത് തന്നെയാണ് അല്ലേ, അദ്ദേഹം നമ്മളുടേതായ തെറ്റുകളിൽ, നമ്മൾ തന്നെ ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ച് ഒരു നർമ്മം കലർത്തി അവതരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. The poet attacks the farmers who switch their crop preference and thus brought out a devastating change in the culture, tradition, lifestyle and more than all ecological balance. അല്ലേ, അവിടെ ആ കവിതയിൽ അദ്ദേഹം ഈസ് മേക്കിംഗ് ഫൺ ഓഫ് ഹിസ് ഓൺ ഫാദർ ആയിട്ടുള്ള ക്യാരക്ടറിൽ തന്നെ അദ്ദേഹം ഒരു ചെറിയൊരു ആക്ഷേപഹാസ്യ രൂപത്തിൽ അദ്ദേഹം പറയുകയാണ്, ഹിസ് മേക്കിംഗ് ദാറ്റ്സ് എ ഫൂളിഷ് തിങ് ബട്ട് ഹിസ് ഫാദർ ദസ്. അച്ഛൻ ചെയ്യുന്നത് ഒരു വിഡ്ഢിത്തമാണ് എന്ന ഒരു ധ്വനിയിലൂടെ പറയാതെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. എല്ലാവർക്കും കണക്ട് ആവുന്നുണ്ടല്ലോ? ഇസ് ഇറ്റ് ക്ലിയർ ടു ഓൾ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? ഫൈൻ, ഗുഡ്. Fine. The poet attacks the farmers who switches a crop preference and thus brought about a devastating change in culture. അങ്ങനെ അവരുടെ ക്രോപ്പ് പ്രിഫറൻസ്, അവരുടെ കൃഷി അല്ലെങ്കിൽ അവരുടെ വിളകളിലുള്ള അവരുടെ താല്പര്യം മാറുന്നതനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്? ഡിവാസ്റ്റേറ്റിംഗ് ചേഞ്ച് ഇൻ കൾച്ചർ, ട്രഡീഷൻ, ലൈഫ് സ്റ്റൈൽ, മോർ ദാൻ ഇക്കോളജിക്കൽ ബാലൻസ്. നമ്മളുടെ ജീവിതത്തിൻ്റെ ഒഴുക്ക് തന്നെ, അതിൻ്റെ കൾച്ചർ, സംസ്കാരം, ട്രഡീഷൻ, ലൈഫ് സ്റ്റൈൽ, രീതികൾ, ശൈലികൾ എല്ലാം മാറുകയാണ്. ആൻഡ് മോർ ദാൻ ദാറ്റ്, ഇത് മാത്രമല്ല മാറുന്നത്, പിന്നെയോ എക്കോളജിക്കൽ ബാലൻസ്, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് തിങ് അല്ലേ. ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് കവി അവിടെ ബോധടാവുന്നത്, നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. Poem has two parts. The first part is the speaker expresses his longing to return his home. തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹമാണ് ആദ്യത്തെ ഭാഗത്തിൽ കാണുന്നത്. കവിതയുടെ റൈസ് എന്ന് പറയുന്ന കവിതയുടെ ആദ്യത്തെ ഭാഗത്തിൽ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മടക്കയാത്രയും അതിൽ അദ്ദേഹത്തിൻ്റെ ആ താല്പര്യവും ആകാംക്ഷയുമാണ് നമ്മൾ അതിൽ കാണുന്നത്. The sweetest expectation among them is the Atikira rice which his mother cooks. ഏറ്റവും അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നത് എന്തിനാണ്? അത്തിക്കിര റൈസ് അല്ലേ, ദാറ്റ് അമ്മ പാകം ചെയ്ത് വെച്ചിരിക്കുന്ന അരിയാണ്, വാർത്തു വയ്ക്കുന്ന അരിയെക്കുറിച്ചുള്ള സ്വപ്നത്തിലാണ്, അത് കഴിക്കാമല്ലോ എന്നൊരു ആകാംക്ഷയിലും ആശയിലുമാണ് അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ദ സ്വീറ്റസ്റ്റ് എക്സ്പെക്ടേഷൻ among them is the Atikira rice which his mother cooks. But everything changes drastically when he comes back. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ എല്ലാം മാറിപ്പോയിരുന്നു.
Paddy fields are replaced by rubber plantation. His father explains that they have stopped working on all the rice. It was quite inconvenient. അല്ലേ, അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കും വളരെ രസകരമാണ്. ഇൻകൺവീനിയൻ്റ് എന്നാണ് പറയുന്നത് പാഡി ഫീൽഡ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ആ കൾട്ടിവേഷനെ കുറിച്ച്. ഓക്കെ, റിമെമ്പർ ദാറ്റ് വേർഡ്, ഇൻകൺവീനിയൻറ്റ്. Here the poet criticizes the attitude of Keralites towards paddy cultivation. അപ്പോൾ നമ്മുടെ ആ മനോഭാവത്തെയാണ് അദ്ദേഹം അതിലൂടെ കളിയാക്കുന്നത്. ദാറ്റ് ഇൻകൺവീനിയൻ്റ് എന്ന വാക്കിലൂടെ കളിയാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. They become money minded. Even the government does not take any measure to make our traditional agricultural system profitable. അതിനോടൊപ്പം നമ്മുടെ ഗവൺമെൻറ്റും ഈ ട്രഡീഷണൽ അഗ്രികൾച്ചറൽ സിസ്റ്റം പ്രൊഫിറ്റബിൾ ആക്കുവാനായിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല എന്നതിനെക്കുറിച്ച് അദ്ദേഹം അവസാനം പറയുന്നുണ്ടല്ലേ. ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ച് ഒരു മനോഹരമായൊരു സെറ്ററിക്കൽ ഒരു പൺ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ കവിത അവസാനിപ്പിക്കുന്നത്. Then apostrophe is a figure of speech in which some absent or non-existent person or thing is addressed as if present and capable of understanding. ഇവിടെ ഓ ട്രെയിൻ വിൽ യു റൺ എ ലിറ്റിൽ ഫാസ്റ്റർ. അവിടെ ട്രെയിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയൊന്നും ഇല്ല അല്ലേ, ബട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ആ ട്രെയിനിന് ഒരു കാര്യം കേൾക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. ഓ ട്രെയിൻ വിൽ യു റൺ എ ലിറ്റിൽ ഫാസ്റ്റർ. അവിടെ അപ്പോസ്ട്രഫി എന്ന് പറയുന്ന ഒരു ലിറ്റററി ഡിവൈസ് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ പരിചിതരാണ് എങ്കിൽ മാത്രം അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്താൽ മതി. ഇല്ല എങ്കിൽ ഓക്കെ ഫൈൻ, അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വിട്ട് കളയുക. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളിൽ നിന്ന് അത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമിലി, മെറ്റഫർ, പെർസോണിഫിക്കേഷൻ, ഇമേജറി, അലിട്രേഷൻ, റൈമിംഗ് വേർഡ്സ്, അസനൻസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ആൻസറിൽ ദിസ് 8 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ അത്രയൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇഫ് യു ആഡ് ദിസ് പോയിന്റ്സ്, ഞാൻ 1-2 സ്പെഷ്യൽ പോയിന്റ്സ് പറഞ്ഞത് ആഡ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആ 8 മാർക്കിലേക്ക് എത്താനായിട്ട് വളരെ അനായാസം എത്താൻ പറ്റും എന്നേ ഉള്ളൂ. ദെൻ അലിട്രേഷൻ, ഓക്കെ, അലിട്രേഷൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഓൾറെഡി ഡിസ്കസ്. അലിട്രേഷൻ ഇസ് വെൻ 2 or more words that starts with same sound are used repeatedly in a phrase or a sentence. അപ്പോൾ കൺസണൻറ്റ് സൗണ്ട് ആണ് ആരംഭത്തിൽ ഒരേ കൺസണൻറ്റ് സൗണ്ട് ഉള്ള വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. വിത്തൗട്ട് സ്മൈലിംഗ് ദ സ്മൈൽ സ്ലോലി ഫോമിങ് ഓൺ ഹിസ് ലിപ്സ്. ഇവിടെ സ്മൈലിംഗ് ദ സ്മൈൽ സ്ലോലി, അവിടെ എല്ലാം സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അലിട്രേഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? എനി ഡൗട്ട്സ്? എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് എന്ന് കരുതിയാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നത്. ഓക്കെ അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? എനി ഫർദർ എക്സ്പ്ലനേഷൻ റിക്വയർഡ്? ആവശ്യമുണ്ടോ ആർക്കെങ്കിലും? ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയാൽ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം, ഇല്ലെങ്കിൽ മുന്നോട്ട് പോവാം. സെറ്റയർ അല്ലേ, ഈ കവിതയുടെ ഒരു ടോട്ടൽ സ്പിരിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സെറ്റയർ തന്നെയാണ്. ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിംഗ് ഫോർ ഗെയിൻ. അവിടെ പറയുന്നിടത്ത് അദ്ദേഹം ഒരു സെറ്റയർ ആണ് ഉപയോഗിച്ചത്. ദ ഗവൺമെന്റ് ഗീവ്സ് റൈസ് എന്ന് പറയുന്നതിലും ഒരു ആക്ഷേപഹാസ്യമുണ്ട് അല്ലേ. ദ ഗവൺമെന്റ് ഗീവ്സ് റൈസ് എന്ന് പറയുന്ന ആ വരികളിലും സെറ്റയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? Fine. Imagine that you have won the National Green Corps award for coordinating activities of your school eco club. The award would be given away by the government of the state in the presence of Chief Minister and other dignitaries. You are supposed to deliver a speech after receiving the award. Draft the speech. അപ്പോൾ നിങ്ങൾക്ക് ഒരു താങ്ക്സ് ഗിവിംഗ് സ്പീച്ച്, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് സ്പീച്ച് മസ്റ്റായിട്ട് നമ്മുടെ പേപ്പറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഒരുപക്ഷെ ഒന്നിലധികം സ്പീച്ച് പല ഇയേഴ്സിലും ഒന്നിലധികം സ്പീച്ചും നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിട്ടുണ്ട്. സോ സ്പീച്ച്, അതിൻ്റെ ഫോർമാറ്റ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. സ്പീച്ച് ആരംഭിക്കേണ്ടത് ഏത് ഓഡിയൻസിനെയാണോ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം ഒരു സ്പീച്ച് ആരംഭിക്കാനെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ റിപ്ലേ സ്പീച്ച്, ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ്, introducing the activities engaged in by the club to consider for this award, acknowledging the support and able guidance extended by different individuals and organizations in general, a message for the society regarding the need to conserve nature, thanksgiving. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ താങ്ക്സ് ഗിവിംഗ് സ്പീച്ചിൻ്റെ പാർട്ടായിട്ട്. ഏത് ഇഷ്യൂസിനെ കുറിച്ചാലും നമ്മുടെ ഒരു താങ്ക്സ് ഗിവിംഗ് സ്പീച്ച് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇൻട്രൊഡ്യൂസിങ് ദ ആക്ടിവിറ്റീസ് എൻഗേജ്ഡ് ഇൻ ബൈ ദ ക്ലബ് ടു കൺസിഡർ ഫോർ ദിസ് അവാർഡ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മളിതിന് അംഗീകാരം നമുക്ക് ലഭിച്ചത്, ആ കാര്യങ്ങളെക്കുറിച്ചൊന്ന് ബ്രീഫായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക.
ദെൻ അക്നോളജിങ് ദ സപ്പോർട്ട് ആൻഡ് ഏബിൾ ഗൈഡൻസ്, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആരുടെ എല്ലാം സപ്പോർട്ട് ലഭിച്ചിരുന്നോ അവരെ ഒന്ന് അക്നോളജ് ചെയ്യുക, അവരെ ഒന്ന് അംഗീകരിക്കുക, അവരെക്കുറിച്ചൊന്ന് മെൻഷൻ ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എ മെസ്സേജ് ഫോർ ദ സൊസൈറ്റി റിഗാർഡിംഗ് ദ നീഡ് ടു കൺസർവ് നേച്ചർ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ. ഏത് ക്വസ്റ്റ്യൻ ആണോ, എന്തിനെക്കുറിച്ചുള്ള താങ്ക്സ് ഗിവിംഗ് ആണോ, അതിനനുസരിച്ച് ഒരു ദ മെസ്സേജ് ദാറ്റ് യു വാണ്ട് ടു സ്പ്രെഡ് ത്രൂ ദിസ് ആക്ട്. നിങ്ങൾക്ക് റിവാർഡ് കിട്ടിയത് എന്തിനാണോ അതിലൂടെ നിങ്ങൾ എന്ത് മെസ്സേജാണ് സ്പ്രെഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ബ്രീഫായിട്ടൊരു ചെറിയൊരു പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യുക. എ മെസ്സേജ് ഓഫ് ദ സൊസൈറ്റി ഫോർ ദ സൊസൈറ്റി റിഗാർഡിംഗ് ദ നീഡ് ടു കൺസർവ് നേച്ചർ ആൻഡ് ദെൻ താങ്ക്സ് ഗിവിംഗ്. സോ ദിസ് ഇസ് ഹൗ യു ഓർഗനൈസ് ദ ഐഡിയാസ് ഫോർ റിപ്ലൈ സ്പീച്ച്. ഓക്കെ, മറുപടി പ്രസംഗം വരുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ദെൻ ഡ്രാഫ്റ്റ് ആൻഡ് ഇമെയിൽ ഇൻവൈറ്റിംഗ് രത്ന to inaugurate the സൗഹൃദ ക്ലബ് ഇൻ യുവർ സ്കൂൾ. അപ്പോൾ ഇമെയിലിൻ്റെ ഫോമാറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിൽ കൂടി നമുക്ക് മിനിമം ഏറ്റവും കുറഞ്ഞത് നമുക്ക് ആദ്യം ഒരു സെൻഡേഴ്സ് റിസീവേഴ്സ് മെയിൽ ഐ ഡി കൊടുക്കണം അല്ലേ. ആദ്യം ഒരു 2 മെയിൽ ഐ ഡി കൊടുക്കണം. ഓക്കെ, അറിയാമല്ലോ. യെസ്, ഒരു മെയിൽ ഐ ഡി മെൻഷൻ ചെയ്യുക abc@gmail, something like that, .com, something like that you have to mention. Then CCBCC blank ആയിട്ട് കൊടുക്കാം, that is not a must but still okay, include that too, put it in box. Okay, fine. After that പിന്നെ എന്താണ് അടുത്ത ലൈൻ? ഏതാണ്? സബ്ജക്റ്റ് അല്ലേ. സബ്ജക്റ്റ് ലൈൻ ആണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നെക്സ്റ്റ് ഈസ് എ സബ്ജക്റ്റ് ലൈൻ. സബ്ജക്റ്റ് ഒരു ബ്രീഫായിട്ട് ഒരു ലെറ്ററിൽ തന്നെ, ഫോമൽ ലെറ്റേഴ്സിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ സബ്ജക്റ്റ്, അത് ഫ്രണ്ട്ലി ലെറ്റർ ആയാലും ഫ്രണ്ട്ലി മെയിൽ ആയാലും ഫോമൽ മെയിൽ ആണെങ്കിലും നമ്മളൊരു സബ്ജക്റ്റ് ലൈൻ ഉണ്ട്. സബ്ജക്റ്റ് ലൈനിൽ എന്തെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഫോർമാറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. അറ്റ്ലീസ്റ്റ് ദിസ് 2 ID ആൻഡ് സബ്ജക്റ്റ് എങ്കിലും കൊടുക്കുക, ബെറ്റർ. ഇത് രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തേക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് ഇതിൻ്റെ ഒരു മെയിൽ ഐ ഡിയുടെ മെയിൽ ഡ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു ബേസിക് ഫോർമാറ്റ്. അപ്പോൾ ഇവിടെ ദിസ് ഈസ് എ ഫോർമൽ മെയിലാണ് അല്ലേ. ദിസ് ഇസ് നോട്ട് എ ഫ്രണ്ട്ലി മെയിൽ. ഒരു സുഹൃത്തിന് അയക്കുന്ന മെയിലല്ല, ഒരു ഫോമൽ ലെറ്ററിൻ്റെ അതേ രീതിയിൽ തന്നെ വേണം ഒരു ഫോമൽ മെയിലും നമ്മൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. ഇത്തരം കാര്യങ്ങൾ ആദ്യം അതിൻ്റെ ഫോർമാറ്റിൻ്റെ ഭാഗമായിട്ട് ഫോർമൽ ലെറ്ററിൽ നിന്നുള്ള ഡിഫറൻസ്, ഈ ഫോർമാറ്റിലുള്ള ഡിഫറൻസ് ഇത് കാണിക്കുക, ഇത്രയും ചെയ്യുക. ദെൻ after that, moving to the letter part, this mail part, this creative presentation of ideas, inviting Ratna, citing her importance of being a human horagalu and extending a hand to help to many in distress, connecting her commendable service to the goals of Sahurada Club, appropriate use of language. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മെയിലിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങൾ ആ വ്യക്തിയെ ഇൻവൈറ്റിംഗ് രത്ന, അവരുടെ പ്രാധാന്യം, ബീങ് അവരുടെ വർക്കിനെ കുറിച്ച് അതിൽ ഒരു മെൻഷൻ കൊടുക്കുക. ദെൻ എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്ത് ഈ ദിസ് പർട്ടിക്കുലർ ഇവൻറ്റിൽ നിങ്ങൾ സിഗ്നിഫിക്കൻ്റ് ആവുന്നതെന്ന കാര്യം കൊടുക്കുക. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. ദെൻ പ്രിപ്പയർ 3 questions to interview Shaheen mystery and write 3 answers to. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് അഗെയിൻ ഇതും 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. അത്തരം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാം. ദിസ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഡിബേറ്റ് പോയിന്റ്സോ ഒക്കെ നമ്മൾക്ക് ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മളോട് പറയാം. ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. Any relevant or related questions and answer from the text. When and why did you consider India to pursue your dreams? Different experiences and sides of inequality and human discrimination in this country turned her mind to take this decision. So question മാത്രം ഡ്രാഫ്റ്റ് ചെയ്യാനല്ല, അതിൻ്റെ ഉത്തരവും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആൻസർ കൂടി എഴുതുവാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. Okay, that's a question. You have to prepare the questions and write their answers too. Hope it's clear to you all. Okay, then next is next questions. How did the concept of Agancha evolve?
her attempts to get admission to St. Xavier's, wandering through the slums for better learning experiences, meeting the poor and talented students of the slums, providing education. What were the difficulties you faced while setting up Agamsha? All kinds of difficulties she faced to set up Agamsha Foundation. Being ridiculed and denied help, her urge to move to a better place due to various constraints. Okay, so those are the questions and the expected answers. Okay, clear അല്ലേ? സോ ഇത്തരം ഒരു ചോദ്യം നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാം. ഇത് ഒരു ഡിബേറ്റ് ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂയുടെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ ചോദിക്കാം. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. സോ ഫോളോ ദിസ് സ്റ്റെപ്സ്. ഓക്കെ, ദാറ്റ്സ് വൈ ഐ അഗെയിൻ ടെൽ യു ടു ഗോ ത്രൂ ഓൾ ദ ഓതേഴ്സ്. നമ്മുടെ ഓതേഴ്സിന് എല്ലാവരുമായിട്ടൊന്ന് ഫെമിലറൈസ് ആയിരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ആരുടെ എല്ലാം കഥകളാണ് നമ്മൾ പഠിക്കുന്നത് അതെല്ലാം ഒന്ന് ഫെമിലറൈസ് ആയിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, write an article on the role of education in women's empowerment in light of Christine Lagarde's speech 3 L's of empowerment. Yes, 3 L's of empowerment ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് സിനറിയോയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോങ് ആൻസർ ടൈപ്പിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഫ്രം ദിസ് ചാപ്റ്റർ എംപവർമെൻറ്റ് ഓഫ് എംപവറിങ് വുമൻ. ഓക്കെ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ അല്ലെ രൂപം മാറി ഒരു കറണ്ട് സിനറിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ടൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ കരുതുന്നു, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഏത് തരം ചോദ്യമാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ഇല്ലേ, മനസ്സിലാകുന്നുണ്ടല്ലോ? ആർ യു ഫോളോയിങ് ദിസ്? പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ് ഇഫ് യു ആർ ഫോളോയിങ്. ഒന്ന് വേവ് ചെയ്തേ. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പം നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, ഇതിനെ ബേസ് ചെയ്ത് ഉള്ള ചോദ്യം. ഓക്കെ, സിറ്റുവേഷൻ ഓഫ് വുമൻ, ഹൗ ക്യാൻ ഇറ്റ് ബി ഇംപ്രൂവ്ഡ്, എന്തെല്ലാം സ്റ്റെപ്സ് ഒക്കെ എടുക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒക്കെ നമുക്ക് ഈ ഉത്തരങ്ങൾ കൊടുക്കാൻ പറ്റും. ദിസ് ചാപ്റ്റർ ബേസ് ചെയ്തുള്ള ഉത്തരങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. എംപവർമെൻറ്റ് ഓഫ് വുമൻ ബേസ് ചെയ്തിട്ടുള്ള ജനറലൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് തീർച്ചയായും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നീഡ് ഫോർ വുമൻ എംപവർമെൻറ്റ്, advantage of women empowered nation. How can we make women empowered according to Christine Lagarde? The 3 L's of empowerment, role of learning in women empowerment. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. 3 L's എല്ലാവരും ഓർക്കുന്നുണ്ടാവുന്നു എന്ന് കരുതുന്നു. ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് അല്ലേ? ഈ മൂന്നുമാണ് എംപവർമെൻറ്റിൻ്റെ 3 pillars ആയിട്ട് 3 L's ആയിട്ട് ലഗാഡി പറയുന്നത്, ക്രിസ്റ്റീൻ ലഗാഡി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു ഓൾ. എനി ഡൗട്ട്സ്? Prepare an appreciation letter along with a detailed biodata. Application letter along with a detailed biodata. Okay, this is another important question. തീർച്ചയായും this 8 mark questionൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. ബയോഡേറ്റ പ്ലസ് ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് എ ഡീറ്റെയിൽ ബയോഡേറ്റ. CV ആൻഡ് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ CV എന്നൊക്കെ പറഞ്ഞൊക്കെ ചോദിക്കാം. കവറിംഗ് ലെറ്റർ എന്നോ CV കരിക്കുലം വിറ്റ് എന്നോ ഒക്കെ പറഞ്ഞ് the same thing only. Application letter and biodata. Okay, to submit to Sahin Mysteries Agamsha Center, expressing your willingness to work as a volunteer teacher in the center. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് കവറിംഗ് ലെറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു ദിസ് ആപ്ലിക്കേഷൻ ലെറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു കരിക്കുലം വിറ്റയുടെ അല്ലെങ്കിൽ ഒരു ബയോഡേറ്റയുടെ ഒക്കെ ഫോർമാറ്റ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. Then the proper communication idea, appropriateness of language. Okay, this is taken from our textbook itself. This format, ഈ ഫോർമാറ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതേ ഫോർമാറ്റിൽ നിങ്ങളുടെ ആൻസർ ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ദിസ് യുവർ സ്ട്രീറ്റ് അഡ്രസ്, അത് ഒരു ഫോർമൽ ലെറ്ററിൻ്റെ അതേ ഫോമിലാണ് നമ്മുടെ ദിസ് ആപ്ലിക്കേഷൻ ലെറ്റർ എഴുതുന്നത്. ഇറ്റ്സ് എ ഫോർമൽ ലെറ്ററാണ്. അപ്പോൾ ഫോർമൽ ലെറ്ററിൻ്റെ എല്ലാ ഫോർമാറ്റും അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. ഫോർമൽ ലെറ്ററിൻ്റെ അല്ലെങ്കിൽ ലെറ്റർ ടു ദ എഡിറ്റർ, ആപ്ലിക്കേഷൻ ലെറ്റർ എല്ലാം ഫോർമൽ ലെറ്റേഴ്സാണ്. അതിൻ്റെ ജനറൽ ഫോർമാറ്റ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അറിയാമെങ്കിൽ ഒന്ന് വേവ് ചെയ്ത് ഞാൻ എഴുതി കാണിക്കണോ? വീണ്ടും വേണമെങ്കിൽ ഞാൻ എഴുതി കാണിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇത് പറഞ്ഞ് മുന്നോട്ട് പോകാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകാം. ഒരു ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ആദ്യം ഹൗ വിൽ വി സ്റ്റാർട്ട്? നമ്മുടെ അഡ്രസ്സ് അല്ലേ, ദ സെൻഡേഴ്സ് അഡ്രസ്. Sender's address should be there on the top. You should begin with your address. ആരാണോ എഴുതുന്നത്, ആ ലെറ്റർ എഴുതുന്നത് അയാളുടെ അഡ്രസ്, ഫുൾ അഡ്രസ്, നെയിം വേണ്ട,
ഫുൾ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ എന്താണ് അടുത്തത്, എന്താണ് ഡേറ്റ് കൊടുക്കുക. ദാറ്റ് ടു പ്രിഫേർഡ് ഇൻ ദ എക്സ്പാൻഡഡ് ഫോർമാറ്റ് ലൈക്ക് 10 January 2024, that expanded format, 2025. Okay, then അടുത്തതായിട്ട് അടുത്തെന്താണ്, റിസീവേഴ്സ് അഡ്രസ്സ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാണ് ഞാൻ കരുതുന്നത്, എങ്കിലും ഒന്നുകൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഒന്നുകൂടെ പോവുകയാണ്. റിസീവേഴ്സ് ആർക്കാണോ അയക്കുന്നത്, റിസീവേഴ്സ് അഡ്രസ്, ഫുൾ അഡ്രസ് ഷുഡ് ബി ദെയർ. അവിടെ റിസീവറുടെ പേരൊന്നുമല്ല നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഡെസിഗ്നേഷൻ ഉപയോഗിച്ചാൽ മതി. ആർക്കാണോ എഴുതുന്നത് ആ വ്യക്തിയുടെ ഡെസിഗ്നേഷൻ, ദ പ്രിൻസിപ്പൽ, ദ എഡിറ്റർ, ദ CEO ആരാണോ ആ ഡെസിഗ്നേഷനാണ് ജനറലി നമ്മൾ പേര് ഉപയോഗിക്കാറില്ല. റിസീവേഴ്സ് അഡ്രസ് വിത്ത് സ്റ്റാർട്ടിങ് വിത്ത് ഹിസ് ഡെസിഗ്നേഷൻ, ഹിസ് then the detailed address, complete address should be there. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് എന്താണ്, സല്യൂട്ടേഷൻ കൊടുക്കണം അല്ലേ. ഡിയർ സർ. ഓക്കെ, ഡിയർ സർ. ഐദർ റൈറ്റ് ദ സബ്ജക്ട് ലൈൻ ബിഫോർ ദ സല്യൂട്ടേഷൻ ഓർ ആഫ്റ്റർ ദ സല്യൂട്ടേഷൻ. സബ്ജക്ട് ലൈൻ എങ്ങനെ വേണമെങ്കിലും ആദ്യം സല്യൂട്ടേഷൻ കൊടുത്തിട്ട് സബ്ജക്ട് ലൈൻ കൊടുക്കാം, അല്ല സബ്ജക്ട് ലൈൻ കൊടുത്തിട്ട് സല്യൂട്ടേഷൻ കൊടുത്താലും ഇറ്റ്സ് ഓക്കെ. ബട്ട് better you started like this, dear sir. Then the subject mention ചെയ്യണം, എന്തിനാണ് ഈ ലെറ്റർ എഴുതുന്നത് എന്നത് വായിക്കുന്നയാൾക്ക് ഈ സബ്ജക്ട് ലൈൻ വായിച്ചാൽ മനസ്സിലാകണം. ആൻഡ് ഒരു 3 to 4 വേർഡ്സിൽ ഒതുങ്ങുന്ന ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സബ്ജക്ട് ലൈൻ കൊടുക്കുക. നിങ്ങളുടെ ആവശ്യം എന്താണോ അത് വ്യക്തമാക്കുന്ന ഒരു സബ്ജക്ട് ലൈൻ കൊടുക്കുക. ഓക്കെ, ദെൻ ദ ബോഡി പാർട്ട് അല്ലേ. അങ്ങനെയാണ് അടുത്തതായിട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ലെറ്റർ, ബോഡി. അതിൽ മിനിമം ഒരു 4 പാരഗ്രാഫ്സ് കൊടുക്കുക. ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. ഫോർമൽ ലെറ്ററിൽ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും പറയരുത്. ജസ്റ്റ് നിങ്ങൾ ഒരൊറ്റ വാക്കിൽ നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ എന്താണ് നിങ്ങൾ ലെറ്റർ എഴുതുവാനുള്ള കാരണം എന്ന ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അടുത്ത 2 പാരഗ്രാഫിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുക. ഓക്കെ, സോ ദിസ് ബാക്ക്ഗ്രൗണ്ട്സ്, ദിസ് സം ഡേറ്റാസ് യു ഹാവ് ടു ഷെയർ വിത്ത് ദ റിലേറ്റഡ് ടു ദിസ് ഇഷ്യൂ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത 2 പാരഗ്രാഫിലായിട്ട്. പിന്നെ കൺക്ലൂഡിങ് പാരഗ്രാഫാണ്. അതിൽ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നത് ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ ഫോർമൽ ലെറ്റർ സാധാരണ കൺക്ലൂഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? പെട്ടെന്നൊന്ന് മനസ്സിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് കരുതിയാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കഴിഞ്ഞാൽ പിന്നെ സബ്സ്ക്രിപ്റ്റൂടെ കൊടുക്കുക. യുവർ സിൻസിയർലി, യുവർ ഫെയ്ത്ത്ഫുള്ളി, ദെൻ നെയിം, അത്രയും വെച്ച് നമുക്ക് ലെറ്റർ എൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? ഓർമ്മയിലേക്ക് വന്നല്ലോ, ഫോർമാറ്റ് ഓർമ്മയിലേക്ക് വന്നല്ലോ. എനി ഡൗട്ട്സ്? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ലെറ്റർ തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല എങ്കിൽ നമുക്ക് ഈ ഒരു ലെറ്ററിലേക്ക് പോകാം. ദിസ് ഇസ് എ ആപ്ലിക്കേഷൻ ലെറ്റർ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഓക്കെ, ഇതിൽ ആദ്യത്തെ ഇത് പറഞ്ഞ പോലെ നിങ്ങളുടെ അഡ്രസ്സ് കൊടുത്തു. ഡേറ്റ് ഓഫ് ലെറ്റർ, ഏത് ദിവസമാണോ ഈ ലെറ്റർ അയച്ചത് ആ ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്യുക. ദെൻ അടുത്തത് കോൺടാക്ട് നെയിം, കോൺടാക്ട് ടൈറ്റിൽ, ഡെസിഗ്നേഷൻ, കമ്പനി നെയിം ആൻഡ് അഡ്രസ്, അല്ല റിസീവേഴ്സ് അഡ്രസ്സാണ് അത് കഴിഞ്ഞ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് സല്യൂട്ടേഷൻ കൊടുത്തു. ആൻഡ് അത് കഴിഞ്ഞൊരു സബ്ജക്ട് ലൈൻ കൊടുക്കാം. ദെൻ ഓപ്പണിംഗ് പാരഗ്രാഫ് കൊടുക്കുക. ഫസ്റ്റ് പാരഗ്രാഫ്, clearly state why you are writing, name the position or type of work you are exploring, and where applicable, how you heard about the person or organization. ആദ്യത്തെ പാരഗ്രാഫിൽ ഇത്തരം കാര്യങ്ങൾ, ദിസ് ഇസ് അബൌട്ട് ആൻ ആപ്ലിക്കേഷൻ ലെറ്റർ. ആപ്ലിക്കേഷൻ ലെറ്റർ എഴുതുമ്പോൾ ആദ്യം ഓപ്പണിംഗ് പാരഗ്രാഫിൽ എന്തെല്ലാം വേണ്ടതാണ് എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സ്റ്റേറ്റ് വൈ യു ആർ റൈറ്റിംഗ്, എന്തിനാണ് ഈ ലെറ്റർ എഴുതുന്നതെന്നുള്ള കാര്യം നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യുന്നു. നെയിം ദ പൊസിഷൻ, ഏത് പൊസിഷൻ ഓർ ടൈപ്പ് ഓഫ് വർക്ക് യു ആർ എക്സ്പ്ലോറിങ്, ഏത് പൊസിഷനിലേക്കാണോ നിങ്ങൾ ആപ്ലിക്കേഷൻ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ മെൻഷൻ ചെയ്യുന്നു. ഹൗ യു ഹേർഡ് അബൌട്ട് ദ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ, ഈ ഓർഗനൈസേഷനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന കാര്യങ്ങളും അതിൽ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ നിങ്ങൾ മെൻഷൻ ചെയ്യുക. നെക്സ്റ്റ്, ദ സെക്കൻഡ് മിഡിൽ പാരഗ്രാഫ്, എക്സ്പ്ലെയിൻ വൈ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് എംപ്ലോയർ ആൻഡ് യുവർ റീസൺ ഫോർ ഡിസൈനിങ് ദിസ് ടൈപ്പ് ഓഫ് വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫേമിൽ, ഈ ഫീൽഡുമായിട്ട് വർക്ക് ചെയ്യുവാനായിട്ടുള്ള നിങ്ങളുടെ താല്പര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വിവരിക്കാം. ഇഫ് യു ഹാവ് ഹാഡ് എ റെലവൻറ്റ് സ്കൂൾ ഓർ വർക്ക് എക്സ്പീരിയൻസ്, ബി ഷുവർ ടു പോയിന്റ് ഇറ്റ് ഔട്ട് വിത്ത് 1 or 2
കീ എക്സാമ്പിൾസ്. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് കൂടുതൽ അനുഭവ പരിചയം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് രണ്ടാമത്തെ മിഡിൽ പാരഗ്രാഫ്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ദെൻ എംഫസൈസ് യുവർ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ദാറ്റ് റിലേറ്റ് ടു ദ ജോബ്. ഈ ജോബുമായിട്ട് വേണ്ടി നിങ്ങൾക്കുള്ള സ്പെഷ്യൽ സ്കിൽസ്, സ്പെഷ്യൽ എബിലിറ്റീസ് ഒക്കെ ഒരു മാനേജ്മെൻറ്റ് ടൈപ്പ് ജോബിലേക്കാണ് ആപ്ലിക്കേഷൻ നിങ്ങളോട് പറയുന്നതെങ്കിൽ ദിസ് ഹ്യൂമൻ, അതായത് ഹൗ യു നോ ഹൗ ടു മാനേജ് ദ പീപ്പിൾ, അല്ലെങ്കിൽ ദിസ് കണക്ഷൻ, ഹൗ ടു ഹോൾഡ് ഓൺ ദ കണക്ഷൻസ്, അത്തരം സ്കിൽസ് നിങ്ങൾക്ക് അതിനുള്ള പ്രീവിയസ് എക്സ്പോഷേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എംഫസൈസ് യുവർ സ്കിൽസ്. Be sure to do this in a confident manner and remember that the reader will view your letter as an evidence of your writing skills. അല്ലേ? അപ്പോൾ ഇത് വളരെ കോൺഫിഡൻസോടുകൂടി ആണ് പ്രസൻറ്റ് ചെയ്യണം. നിങ്ങളെ ഒരു വളരെ കോൺഫിഡൻസോടുകൂടി പ്രസൻറ്റ് ചെയ്യുക. ആൻഡ് ദിസ് ലെറ്റർ വിൽ ബി കൺസിഡർഡ് ആസ് an example for as a symbol of your ability to use the language to how to communicate. Okay, is it clear to you all? എല്ലാവർക്കും clear ആവുന്നുണ്ടല്ലോ? Any doubts? Then the closing paragraph, moving to the last part, closing paragraph. Your interest in this and your enthusiasm for the skills continue. Thank the reader considering for your application and end by stating that you look forward to the opportunity to discuss the position further. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ കൺക്ലൂഡിങ് പാരഗ്രാഫിൽ നിങ്ങൾക്ക് താല്പര്യം, ആ ജോബിലുള്ള താല്പര്യത്തെക്കുറിച്ച് ഒന്നുകൂടെ മെൻഷൻ ചെയ്ത് യുവർ എൻതൂസിയാസം, നിങ്ങളുടെ ആകാംക്ഷയെക്കുറിച്ച് നിങ്ങൾ ആൻഡ് യുവർ സ്കിൽസിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം. ആൻഡ് ഓൾസോ താങ്ക് ദ റീഡർ ഫോർ കൺസിഡറിങ് യുവർ ആപ്ലിക്കേഷൻ. ഓക്കെ, ആൻഡ് ഫൈനലി സിൻസിയർലി നെയിം ആൻഡ് സിഗ്നേച്ചർ ഷുഡ് ബി there. I hope it's clear to you all. That's about the application letter. എല്ലാവർക്കും വ്യക്തമായി എന്ന് മനസ്സിലാകുന്നു കരുതുന്നു. ഓക്കെ അല്ലേ? Is it clear to you all? നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നതല്ലേ? Fine, moving on. Then this is an example for the biodata given there. So here current address should be there, your name, your email, your phone number, then the permanent address should be there. Okay, if it both are same, just mention the permanent address. Fine. Then this objectives, education, your qualification relevant, list out your qualification. Then write your education qualification in reverse chronological order. അതായത് ഏറ്റവും വലിയതായിട്ട് നിങ്ങൾ ഏതാണോ അച്ചീവ് ചെയ്തത് അതായിരിക്കണം ഏറ്റവും മുകളിൽ കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? ദറ്റ് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, വ്യക്തമാണല്ലോ? എനി ഡൗട്ട്സ്? Then the experience also, write your professional experience if any in reverse അതും ഏറ്റവും അവസാനം നിങ്ങൾ ഏത് ജോലിയിലാണോ ഏർപ്പെടുന്നത് അതാണ് ഏറ്റവും ആദ്യം ഏറ്റവും ടോപ്പിൽ കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ അച്ചീവ്മെൻറ്റ്, അഡീഷണൽ അച്ചീവ്മെൻറ്റ്സ്, എന്തെങ്കിലും നിങ്ങൾക്ക് അവാർഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നേടാൻ സാധിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാം. സ്കിൽസ്, റൈറ്റ് അബൌട്ട് യുവർ കമ്പ്യൂട്ടർ ടെക്നിക്കൽ ആൻഡ് അതർ സ്കിൽസ് റിക്വയർഡ് ഫോർ ദിസ് ജോബ്. ദെൻ ലാംഗ്വേജ് സ്കിൽസ്, ഏതെല്ലാം ഭാഷകൾ അറിയാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം മെൻഷൻ ചെയ്യുക. ദെൻ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനെ കുറിച്ച് ഒക്കെ ഇതിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. എല്ലാവർക്കും വ്യക്തമായി എന്ന് ഞാൻ കരുതിക്കോട്ടെ. ഇസ് ഇറ്റ് ക്ലിയർ ടു യു ഓൾ? എനി ഡൗട്ട്സ്? എനി ഡൗട്ട്സ്? Okay, please wave your hands if there is no doubt. Please keep a smile on your face if it's okay. എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചിരിച്ചേ കാണട്ടെ എല്ലാവരും. ഫൈൻ. നൗ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ, ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് പോയം ഗിവൺ ബിലോ. ഇത് കഴിഞ്ഞ വർഷത്തെ ചോദ്യമാണ്. അതിന് മുമ്പത്തെ വർഷവും എനി വുമൺ ബേസ് ചെയ്തിട്ടുള്ള ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ തന്നെയാണ് ചോദിച്ചിരുന്നത്. അതുകൊണ്ട് എനി വുമൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കരുതി മറ്റ് പോയംസ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ആരംഭിച്ചത് ദിസ് റോബർട്ട് ഫ്രോസ്റ്റിൽ നിന്നാണ്. ഹോപ്പിംഗ് ദാറ്റ് ദിസ് ടൈം യു വിൽ ഗെറ്റ് ദാറ്റ്. നിങ്ങൾക്ക് ഇത്തവണ റോബർട്ട് ഫ്രോസ്റ്റിനെ തന്നെ കിട്ടട്ടെ എന്ന് കരുതിയാണ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് പോയം ഓൾസോ, ഇറ്റ്സ് വെരി സിമ്പിൾ ഓൾസോ. ഓക്കെ, നമുക്ക് ഈ പോയത്തിൻ്റെ ക്രിട്ടിക്കൽ അനാലിസിസിലെ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഫൈൻ. കമ്പാരിറ്റീവ് അനാലിസിസ്, കോംപ്രിഹെൻഷൻ ഓഫ് ദ പോയം എനി വുമൺ ബൈ കാത്തറിൻ ടിനാൻ. അപ്പം പോയറ്റിൻ്റെ പേര് ഓർമ്മയിലുണ്ടായിരിക്കണം, അത് മെൻഷൻ ചെയ്തിരിക്കണം കേട്ടോ. ദെൻ കോംപ്രിഹെൻഷൻ ഓഫ് ദ ഗിവൺ പോയം എ മദേഴ്സ് ലവ് ബൈ ഹെലൻ സ്റ്റെയിൻ റൈസ്. ഹെലൻ സ്റ്റെയിൻ റൈസിൻ്റെ മദേഴ്സ് ലവ് ആണ്. അതുമായിട്ടുള്ള ഒരു കമ്പാരിസൺ, തെമാറ്റിക്കൽ കണക്ഷൻ, തീം
same theme ആണ്. Both poems discuss about the importance of mother in family. Mother as the unavoidable element of any family which cannot be replaced by anything. Compare and contrast both poems. രണ്ട് പോയവും തമ്മിലുള്ള കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് ഒക്കെ രണ്ടും വായിച്ചിട്ട് അതിലെ സ്ട്രക്ചറൽ ഡിഫറൻസസ്, റൈമിംഗ് സ്കീം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. ഐഡന്റിഫൈ ദ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ബോത്ത് പോയംസ്, റൈമിംഗ് സ്കീംസ്, തീം ആൻഡ് പോയറ്റിക് ഫീൽ, ക്വാളിറ്റി ഓഫ് ലാംഗ്വേജ് യൂസ്ഡ്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതിക്കോട്ടെ. എല്ലാവർക്കും ക്ലിയർ ആയോ? ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളെല്ലാം ക്ലിയർ ആയോ? എനി ഡൗട്ട്സ്? ആർക്കെങ്കിലും ഏതെങ്കിലും ഭാഗത്തിൽ എന്തെങ്കിലും വ്യക്തത വരുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ചോദിക്കാം. ഇതേ പോർഷൻസ് ബേസ് ചെയ്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ മോർണിംഗ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, ബ്ലർബ്സ്, അതുപോലെ ബ്ലോഗ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്പെസിഫിക് ആയിട്ടുള്ള ആൻസേഴ്സ് വെച്ചുകൂടി നോക്കിയാണ് നമ്മൾ മോർണിംഗ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ ജനറലായിട്ട് എല്ലാം തന്നെ കവർ ചെയ്തു. എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ടച്ച് ചെയ്തു പോയി. 3 L's of Empowerment, Any Woman, Matchbox, Horagalu, Mending Wall, Amigo Brothers, The Hour of Truth, Three-Wheel Revolution, then Didi, Stammer, When a Sapling is Planted, Rise, Danger of Drug Abuse. എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഐ ഹോപ്പ് യു ഓൾ ആർ കോൺഫിഡൻറ്റ്. എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കീ പോയിന്റ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞിട്ടുള്ള, ഡിസ്കഷൻ്റെ ടൈമിൽ എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. അത് നമ്മളുടെ ആൻസർ പേപ്പറിൽ തീർച്ചയായും ഉപയോഗിക്കാൻ കഴിയുന്ന പോയിന്റ്സ് ആയിരിക്കും. എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഉപയോഗിക്കേണ്ട പോയിന്റ്സ് ആണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. ദെൻ ഞാൻ ഒന്നുകൂടെ നമ്മുടെ ചാപ്റ്റേഴ്സ് ആൻഡ് അതിൻ്റെ ഓതേഴ്സിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് പറയാം. ദ 3 L's of Empowerment, ക്രിസ്റ്റിൻ ലഗാഡി. Then Any Woman, Catherine Tinan. Then Matchbox, Asha Purna Devi. Horagalu, Sudhamurti and Horagalu വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. അതിൽ ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്. അതുപോലെ തന്നെ സുധാമൂർത്തിയുടെ പ്രൊഫൈൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദ്യത്തിൽ കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ദെൻ മെൻഡിങ് വോൾ, റോബർട്ട് ഫ്രോസ്റ്റ്. അതിൻ്റെ എനിക്ക് പ്രത്യേകിച്ചുള്ളൊരു താല്പര്യം എന്ന് പറയുന്നത് ബിക്കോസ് അതിനെക്കുറിച്ച് 8 മാർക്കിൽ ചോദ്യം വന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയർ 2-3 years ബാക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല അതൊരു റോബർട്ട് ഫ്രോസ്റ്റ് നമ്മുടെ ഇതിൽ എടുത്തു നിൽക്കുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ്. ഹീസ് ഡിഫറെൻറ്റ് ഫ്രം ഓൾ അതേഴ്സ് ബിക്കോസ് ഹീ ഈസ് ദ ഓൺലി വൺ ഗ്ലോബൽ ഫിഗർ, ആസ് എ ഗ്ലോബൽ ലിറ്റററി ഫിഗർ. ആഗോള തലത്തിൽ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ റോബർട്ട് ഫ്രോസ്റ്റ് തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. Then Amigo Brothers by P.D. Thomas. Then Hour of Truth by Percival Wilde. Three-Wheel Revolution by about Irfan Alam. Then Didi about Shine Mystery. Stammer, Sachidanandan. And When a Sapling is Planted, Wangari Maathai. Then Rise, Chamanam Chako. And the last chapter, Danger of Drug Abuse. ഇത്രയും ചാപ്റ്റേഴ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ചില സ്കൂളുകളിലെങ്കിലും ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ദിസ് 14 and 15 ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കിക്കൊള്ളാൻ. നമ്മൾ മോർണിംഗിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് പോകും. അത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്നിരുന്നാൽ കൂടി എങ്ങാനും വരികയാണെങ്കിൽ ആൻസർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നമ്മൾ മോർണിംഗിലൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് എല്ലാ പോർഷൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ സ്പെസിഫിക് ആയിട്ട് ഓരോന്നെടുത്ത് അതിൻ്റെ എക്സാമ്പിൾ വെച്ച് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യും മോർണിംഗ്. ഓക്കെ, ഐ ഹോപ്പ് യു ഓൾ എൻജോയ് ദി സെഷൻ. എല്ലാവർക്കും നമ്മൾ പറഞ്ഞ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമായ കാര്യമാണ്. നാളത്തെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഒന്നുകൂടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും ഇന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. യു ഓൾ എൻജോയ് ദിസ് സെഷൻ. എല്ലാവർക്കും സുന്ദരമായി ഉറങ്ങാൻ സാധിക്കുമെന്ന് കരുതിക്കോട്ടെ അല്ലേ? ഇനിയപ്പോൾ സുഖമായിട്ട് ഉറങ്ങാൻ. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ സെഷൻ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഞാൻ ഇന്ന പോർഷൻസ് ഒന്നുകൂടെ നോക്കാൻ പറയുന്നത് ഒന്ന് നോക്കുക, പോവുക, മനോഹരമായിട്ട് പരീക്ഷ എഴുതുക. വെരി ബെസ്റ്റ്, ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ഐ എം എക്സ്പെക്ടിങ് അറ്റ്ലീസ്റ്റ് 80 to 100% accuracy about this ആൻസേഴ്സ്. ഈ ഇതേ ക്വസ്റ്റ്യൻസ് ആണെന്ന് ഞാൻ കരുതുന്നില്ല. ബട്ട് ആൻസേഴ്സ്, നിങ്ങൾ എഴുതാൻ പോകുന്ന ആൻസേഴ്സ് നമ്മൾ ഏകദേശം 100% മാർക്കുള്ള ആൻസേഴ്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ട്. ദാറ്റ്സ് വാട്ട് ഹാപ്പൻ ഇൻ ദ പ്രീവിയസ് ഇയേഴ്സ്, ദ പ്രീവിയസ് എക്സാംസ് ഓൾസോ.
Hope you all enjoyed this session. We'll meet in the morning. Any doubts? If you have any doubts, you can clear it. Otherwise, we'll say goodbye now. Okay. Thank you. Have a nice sleep.